കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51ന്റെ വിജയകരമായ യാത്രയിലെ 6ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള ഭാഷയുടെ സമ്പത്തും സൗന്ദര്യവും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനുമുള്ള ഒരു വേദിയാണിത്. സാഹിത്യത്തിന്റെ അമൂല്യമായ ഒരു നിധിയാണ് കവിത. മലയാള സംസ്കാരത്തിന്റെയും ഭാഷയുടെയും ആത്മാവ് കവിതയിലാണ് കുടികൊള്ളുന്നത്. അത് ഭാഷയെ കൂടുതൽ സൂക്ഷ്മവും സൗന്ദര്യാത്മകവുമാക്കി മാറ്റുന്നു. നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ജീവൻ നൽകുന്നു. ഓരോ വരിയിലും പുതിയ അനുഭവം, ഓരോ ശബ്ദത്തിലും ഹൃദയത്തെ സ്പർശിക്കുന്ന ഈണം. കവിതയുടെ മനോഹരമായ ലോകത്തേക്ക് ഒരു യാത്ര നടത്താം. വാക്കുകളുടെ മായാലോകം സൃഷ്ടിക്കുന്ന ഈ വേദിയിലേക്ക് സ്വാഗത പ്രസംഗത്തിനായി കോളേജ് പ്രിൻസിപ്പാളും പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനറുമായ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവത്തിൽ 51ന്റെ 6ാം ദിനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാളത്തിന്റെ പ്രിയ കവി കെ സച്ചിദാനന്ദൻ. ജനകീയ സാംസ്കാരിക വേദികളിലെ സജീവ സാന്നിധ്യം. നമുക്കറിയാം, സാഹിത്യ നിരൂപകൻ, അധ്യാപകൻ, നാടകകൃത്ത്, വിവർത്തകൻ, എഡിറ്റർ, രാഷ്ട്രീയ നിരീക്ഷകൻ, പ്രഭാഷകൻ, അങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം തന്നെ തന്റെ കൈവപ്പ് പതിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട കവി. ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നതിൽ ഏറ്റവും അഭിമാനവും സന്തോഷവും സ്നേഹവും. ശരിക്കും പറഞ്ഞാൽ മാഷിന് ഒരു ആമുഖം ഈ ഗ്രൂപ്പിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനൊരു പ്രസക്തിയില്ല. കാരണം ഇതിൽ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ടവൻ, എല്ലാവരും ആരാധിക്കുന്ന വ്യക്തിത്വം, എല്ലാവർക്കും അറിയാം ആരാണ്, എന്താണ്, എങ്ങനെയാണ്. അവർ ഏറെ കാത്തിരിക്കുന്ന, ഏറെ ഇഷ്ടത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരു അതിഥി. എനിക്കറിയാം, എന്നോട് പറഞ്ഞു, ടീച്ചർ, നമ്മളുടെ ഈ 51 എന്ന് പറയുന്ന സാഹിത്യോത്സവത്തിൽ നമ്മളോടൊപ്പം കൂടാൻ, ചേരാൻ നമ്മുടെ പ്രിയപ്പെട്ട കവി കെ സച്ചിദാനന്ദൻ അനുമതി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴുള്ള അഭിമാനവും സന്തോഷവും അവരുടെ ഒരു ജിജ്ഞാസയൊക്കെ എനിക്ക് മനസ്സിലാക്കിയത്, ഞാൻ ഈ കവിക്ക് ഒരിക്കലും അദ്ദേഹത്തിനൊരു ആമുഖം നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ശരിക്കും ഞാനിവിടെ പറയേണ്ടത്, ഞങ്ങൾ ഈ ചേർന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് പ്രിയപ്പെട്ട സച്ചിദാനന്ദ മാഷിനോടാണ് പറയുന്നത്. കേരള സർവകലാശാല നേരിട്ട് നടത്തുന്ന BEd കോളേജുകളിൽ ഒന്നാണ് മാവേലിക്കര കുന്നത്ത് പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മുടെ അധ്യാപക വിദ്യാർത്ഥികളാണ്. BEd പഠിക്കുന്ന 110 കുട്ടികൾ ഒത്തുചേർന്നിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ കോളേജിലുള്ളത്. വ്യത്യസ്തമായ വിഷയങ്ങളിലാണ് അവര് അധ്യാപനം BEd എടുക്കുന്നതെങ്കിലും എല്ലാവരും തന്നെ വളരെ ബഹുമിടുക്കരാണ്. പല വിഷയങ്ങളിലാണെങ്കിലും താങ്കളെ പോലെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ് നമ്മുടെ മലയാള സാഹിത്യത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായിട്ട് നിൽക്കുന്നത്. നമ്മൾ എപ്പോഴും ക്ലാസ്സുകളിൽ കുട്ടികളോട് പറയും, നിങ്ങളുടെ ഗണിതശാസ്ത്ര അധ്യാപികയായിരിക്കണം ഏറ്റവും നല്ല, അല്ലെങ്കിൽ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ പറയണം ഏറ്റവും നല്ല കവിതകളെ കുറിച്ച്. നിങ്ങളുടെ സയൻസ് അധ്യാപകൻ നല്ല ചെറുകഥകളെ കുറിച്ചും നല്ല പുസ്തകങ്ങളെ കുറിച്ചും ഒക്കെ പറയാൻ ഏബിൾ ആയിരിക്കണം. അല്ലാതെ സാഹിത്യം പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ സാഹിത്യം കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സ് മാത്രമല്ല ഇതൊക്കെ കുട്ടികളിലേക്ക് പകർന്നു നൽകേണ്ടത്. നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും നമുക്ക് മറ്റ് സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ അധ്യാപന വിദ്യാഭ്യാസത്തിൽ കൂടെ ലക്ഷ്യമാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുട്ടികൾ അവർക്ക് എഴുത്ത്, വായന, സാഹിത്യം, ഇതിങ്ങനത്തെ പരിപാടികൾ എല്ലാം, ഈ വലിയ പരിപാടിയും കുട്ടികളുടെ തന്നെ ആസൂത്രണം ചെയ്ത് അവർ തന്നെ നടപ്പാക്കുന്നതാണ്. അപ്പൊ അവര് ഏറ്റവും സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ഞങ്ങളുടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കവി. ഒത്തിരി വിശേഷണങ്ങളുണ്ട്, പല റോളുകളാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാലും നമ്മൾ മലയാളികൾ എപ്പോഴും പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കവി കെ സച്ചിദാനന്ദൻ എന്നാണ്. ഏറ്റവും സ്നേഹത്തോടെ, നിറഞ്ഞ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഈ കുന്ന ഫാമിലിയിലേക്ക് 51 എന്ന് പറയുന്ന ഈ സാഹിത്യോത്സവത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. മാഷിന്
ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ, ബാക്കി ഇന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു. സമകാലിക മലയാള കവിതയുടെ പുതുവഴികൾ വെട്ടിത്തുറന്ന ആധുനിക കവിതാ പ്രസ്ഥാനത്തിന്റെ പിതാമഹന്മാരിൽ ഒരാളാണ് കെ സച്ചിദാനന്ദൻ മാഷ്. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന പുല്ലൂറ്റാണ് അദ്ദേഹത്തിന്റെ ജനനം. ക്രൈസ്റ്റ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകൻ, ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ എഡിറ്റർ, കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരിഭാഷാ വകുപ്പ് പ്രൊഫസർ, ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കാൽപ്പനിക കവിതയിലൂടെ എഴുത്തിന് തുടക്കം കുറിച്ച അദ്ദേഹം ആധുനികതയിലും ഉത്തരാധുനികതയിലും തുടർന്ന് ഇന്നും സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്നു. കവിതകൾ കൂടാതെ നിരവധി ലേഖനങ്ങളും നാടകങ്ങളും യാത്രാ വിവരണങ്ങളും ചെറുകഥയും അതുപോലെ തന്നെ വിവർത്തനങ്ങളും രചിച്ചു. ആധുനികത ഹരമായും വരമായും നിറഞ്ഞു നിൽക്കുന്ന മലയാള കവിതയുടെ ചരിത്രധാരയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ പല മാതൃകകളായി അദ്ദേഹത്തിന്റെ കവിതകൾ മാറി. വൃത്തശാസ്ത്രത്തിന്റെ നിരാസവും ഗദ്യതാളവും അദ്ദേഹത്തിന്റെ കാവ്യഘടനയെ സവിശേഷമാക്കുന്നു. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ആശാൻ പുരസ്കാരം, ഉള്ളൂർ പുരസ്കാരം, കുഞ്ഞിരാമൻ നായർ പുരസ്കാരം, കടമ്മനിട്ട അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ നമ്മുടെ വിശിഷ്ടാതിഥി, മലയാളത്തിന്റെ സ്വന്തം, ഇന്ത്യയുടെ അഭിമാനം, പ്രിയങ്കരനായ കവിയെ ഏറെ സ്നേഹപൂർവ്വം, അതിലുപരി ബഹുമാനപൂർവ്വം KFL വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ, പ്രത്യേകിച്ചും അധ്യാപനത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നതിന് എനിക്ക് വലിയ ആഹ്ലാദമുണ്ട്. അത് എൻ്റെ പ്രിയ വിഷയമായ, ഒരുപക്ഷെ എൻ്റെ ജീവിതം തന്നെയായ കവിതയെക്കുറിച്ച് ആകുമ്പോൾ സവിശേഷമായ അഭിമാനവും ആഹ്ലാദവും ഞാൻ അനുഭവിക്കുന്നുണ്ട്. കവിത എന്ന കല എന്ന വിഷയം ഞാൻ നിർദ്ദേശിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു കവിയെയോ കവിതയെയോ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം എന്താണ് കവിത, കവിത അധ്യാപനത്തിലെ പ്രശ്നങ്ങൾ എന്താണ്, കവിതയോട് നാം സ്വീകരിച്ചു പോരുന്ന പൊതുവായ സാമാന്യബോധ സമീപനത്തിന്റെ സമസ്യകൾ എന്താണ്, എങ്ങനെയാണ് കവിതയെ ഒരു സമന്വയ കല എന്ന രീതിയിൽ സമീപിക്കേണ്ടത്, ഈ തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ്. ഇവയെ അഭിമുഖീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഇവയ്ക്കെല്ലാമുള്ള ആത്യന്തികമായ ഉത്തരങ്ങൾ ഒന്നും എൻ്റെ കയ്യിലില്ല, ആരുടെ കയ്യിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. നാം എല്ലാവരും തന്നെ വളരെ കാലം മുതൽ, ഭരതന്റെയും ആനന്ദവർദ്ധനന്റെയും അരിസ്റ്റോട്ടലിന്റെയും ഒക്കെ കാലം മുതൽ ഉള്ള കാവ്യമീമാംസകൾ വായിച്ചു പോരുന്നവരാണ്. സമകാലീന കാവ്യ പഠനങ്ങളും കാവ്യദർശനങ്ങളും നമുക്ക് കുറെയെങ്കിലുമൊക്കെ പരിചയവും ഉണ്ട്. എങ്കിലും ഏതെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു ദാർശനികൻ അഥവാ മീമാംസകൻ കവിതയെക്കുറിച്ചുള്ള ആത്യന്തികമായ സത്യം പറഞ്ഞു കഴിഞ്ഞുവെന്നോ, ഒരൊറ്റ നിർവചനത്തിൽ കവിത എന്ന കലയെ ഒതുക്കാൻ കഴിയുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ കാലമായി, നൂറ്റാണ്ടിലേറെയായി കവിത എഴുതുകയും കവിതയെക്കുറിച്ച് എഴുതുകയും കവിതയെക്കുറിച്ച് ആലോചിക്കുകയും കവിത പരിഭാഷ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക്, എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗം കവിതയ്ക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക്, സ്വാനുഭവത്തിൽ നിന്നും പരാനുഭവത്തിൽ നിന്നും പാരായണത്തിൽ നിന്നും ഞാൻ നേടിയ ചില ഉൾക്കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ നിസ്സംശയമായിട്ടല്ല, സംശയങ്ങളോടുകൂടി തന്നെ അവതരിപ്പിക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. വളരെ വിനീതനായ ഒരു വിദ്യാർത്ഥിയുടെ സ്ഥാനത്താണ് ഞാനിവിടെ ഉള്ളത്, ഒരു അധ്യാപകന്റെ സ്ഥാനത്ത് അല്ല. എല്ലാ കാലത്തും കവിതയുടെ, സാഹിത്യത്തിന്റെ, സമൂഹത്തിന്റെയും ഒരു അതിർത്തി വരെ ഒരു വിദ്യാർത്ഥി ആയിരുന്നിട്ടുണ്ട് ഞാൻ. അങ്ങനെ തന്നെ ആയിരിക്കാൻ ഇനിയുള്ള ചെറിയ കാലവും ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ സംഭാഷണം ഒരു ചെറിയ കവിത വായിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കാം. കാരണം എൻ്റെ പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽ ഒന്ന്, കവികൾ എല്ലാവരും, അവർ ഏത് ഭാഷയിൽ എഴുതുന്നവരായിരുന്നാലും, ഏത് കാലത്ത് ജീവിച്ചിരുന്നവരോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരോ ആയാലും,
ആത്യന്തികമായി ഒരു വംശത്തിൽ ഉൾപ്പെട്ട ആളുകളാണെന്നും കവിതയ്ക്ക് അത്ഭുതകരമായ ഒരു അനുസ്യൂതി ഉണ്ട് എന്നുമാണ്. ഒരു കല എന്ന നിലയിൽ, കൃത്യമായി പറഞ്ഞാൽ വാക്കുകളുടെ ഒരു കല എന്ന നിലയിൽ, ഒരു ശബ്ദകല അല്ലെങ്കിൽ ഒരു വാക്കിന്റെ കല എന്ന നിലയിൽ കവിത അതിന്റെ രൂപങ്ങളും ഭാവങ്ങളും ജീവിതാവസ്ഥകളും പരിതോവസ്ഥകളും ഒക്കെ മാറി വരുമ്പോഴും ആത്യന്തികമായി ഒരു തുടർച്ച നിലനിർത്തിയിട്ടുണ്ട്. ആ തുടർച്ച നാം പലപ്പോഴും കാണാറില്ല. അതിന് അനേകം കാരണങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് ക്രമേണ വരികയും ചെയ്യാം. കാരണം ഓരോ കാലത്തുമുള്ള കവിതയെ നാം ഓരോ രീതിയിൽ കാണുകയും ഓരോ പ്രസ്ഥാനങ്ങളുടെ പേരിട്ട് വിളിക്കുകയും ഒക്കെ പതിവാണ്. എങ്കിലും ഇന്നും ചില പഴയ കവികളെ വായിക്കുമ്പോൾ, 17-ാം നൂറ്റാണ്ടിലെ കവികളെയോ അല്ലെങ്കിൽ നമുക്ക് അറിയുക പോലും ചെയ്യാത്ത നാം പ്രിമിറ്റീവ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഗോത്ര ഭാഷകളിലൊക്കെ എഴുതുന്ന കവികളെ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴോ, കാരണം ആദ്യകാലത്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ കവിത വാമൊഴി കവിതകളായിരുന്നു, കേൾക്കുമ്പോഴോ എല്ലാം തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന രസം അല്ലെങ്കിൽ നമ്മുടെ ആത്യന്തികമായ രസാനുഭൂതി ഏതാണ്ട് ഒരേ സ്വഭാവമുള്ളതാണ്. അവ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, അവ ജനിച്ച സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, അവ കേൾക്കപ്പെടുകയും ആസ്വദിക്കപ്പെടുകയും ചെയ്യുന്ന പരിസ്ഥിതികൾ വ്യത്യസ്തമായിരിക്കാം. അപ്പോഴൊക്കെയും ഇത് കവിതയാണ് എന്ന് നമ്മെ തിരിച്ചറിയിക്കുന്ന എന്തോ ഒന്ന് കവിതയിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് കവികൾ ഒരു ഗോത്രത്തിൽപ്പെട്ടവരാണ് എന്ന് ഞാൻ പറഞ്ഞു വെച്ചത്. ഇത് ഞാനൊരു കവിതയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗോത്രം എന്ന പേരിൽ തന്നെയുള്ള ഒരു ചെറിയ കവിതയിൽ, അതെന്റെ ഇരുട്ടിലെ പാട്ടുകൾ എന്ന ഈ DC ബുക്സിന്റെ സമാഹാരത്തിലുണ്ട്. ഗോത്രം എന്ന ഒരു ഗദ്യത്തിൽ എഴുതപ്പെട്ട കവിതയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞാൻ വൃത്തത്തിലും ഗദ്യത്തിലും എല്ലാം എഴുതുന്ന ഒരാളാണ്. അത് കവിത ഏത് രീതിയിലാണോ വരുന്നത്, ഏത് രീതിയാണോ എനിക്ക് കവിത നിർദ്ദേശിക്കുന്നത് അതിനെ പിന്തുടരുന്ന ഒരാളായിരുന്നിട്ടുണ്ട് ഇത്ര കാലവും ഞാൻ. അതുകൊണ്ട് ഗോത്രം. മെക്സിക്കോവിലെ ആസ്തക് ഗോത്രക്കാർ പൂമ്പാറ്റകൾ മരിച്ചവരുടെ ആത്മാക്കളാണ് എന്ന് വിശ്വസിക്കുന്നു. മെക്സിക്കോവിലെ ആസ്തക് ഗോത്രക്കാർ, ഇവര് സൂര്യനെ ആരാധിക്കുന്ന ഒരു വംശമാണ് മെക്സിക്കോവിലെ. ഒക്ടാവിയോ പാസിന്റെ വളരെ പ്രശസ്തമായ ഒരു കവിത എഴുതപ്പെട്ടത് ഈ ആസ്തക്കുകളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ട് സൂര്യശില എന്ന കവിത. അത് കടമ്മനിട്ട രാമകൃഷ്ണൻ മലയാളത്തിൽ പരിഭാഷ ചെയ്തിട്ടുണ്ട്. സൺസ്റ്റോൺ എന്നാണ് ആ കവിതയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര്. മെക്സിക്കോവിലെ ആസ്തക് ഗോത്രക്കാർ പൂമ്പാറ്റകൾ മരിച്ചവരുടെ ആത്മാക്കളാണ് എന്ന് വിശ്വസിക്കുന്നു. യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട യുവാക്കൾ മുതൽ പ്രസവത്തിൽ മരിച്ച അമ്മമാർ വരെ. എന്റെ ഗോത്രക്കാർ കരുതുന്നത് രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ വരച്ചിരിക്കുന്നത് അതിർത്തി യുദ്ധങ്ങളിൽ ചാവേറുകളായവരുടെ ചോരയും അവരുടെ അമ്മമാരുടെ കണ്ണീരും കൊണ്ടാണ് എന്നാണ്. ദൈവത്തിന് ജാതിയോ മതമോ വർണ്ണമോ വംശമോ ലിംഗമോ ഇല്ലെന്നും ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി ആകാശമാണ്. അവിടെ രാജാക്കളോ പ്രജകളോ ഇല്ല. എല്ലാവർക്കും എല്ലാ ഭാഷയും അറിയാം. കാക്കകൾ മലയാളം പറയും പോലെ തന്നെ മരംകൊത്തികൾ സ്പാനിഷും പറയും. ഇവിടെ ആർക്കും ആരെയും അന്യോന്യ സമ്മതത്തോടെ പ്രണയിക്കാം. പുല്ലിന് പുഴുവിനെ, കുരുവിക്ക് നിലാവിനെ, ഗന്ധർവന് മനുഷ്യനെ, ഓർമ്മയ്ക്ക് സ്വപ്നത്തെ. എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നു. പൂച്ചകൾക്കും മനുഷ്യർക്കും വാൽ നക്ഷത്രങ്ങൾക്കുമായി. ഭൂതം, വർത്തമാനം, ഭാവി ഇവ തമ്മിൽ ഒരു വിഭജനവുമില്ല. വ്യാകരണം അവയ്ക്ക് കാവൽ നിൽക്കുന്നില്ല. ഞങ്ങളിലൊരാൾ മരിച്ചാൽ ചടങ്ങ്
ലളിതമാണ്. പകരം മറ്റൊരാൾ ഗോത്രത്തിൽ പിറക്കും വരെ ഞങ്ങൾ ഇല പൊഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ പെട്ടെന്ന് ഒരു മണി പോലും അടിക്കാതെ വസന്തം വരും. ഞങ്ങൾ ഭൂമിയിലെ ഏറ്റവും പഴയ ഗോത്രമാണ്, ഏറ്റവും ചെറിയതും. ഒരു തത്തയുടെ ചിറകിലുള്ള അക്ഷരമാണ് ഞങ്ങളുടെ ഗോത്രചിഹ്നം. തത്തകളും അക്ഷരങ്ങളും നിലനിൽക്കുവോളം ഞങ്ങളും ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 5 പേർ ഒന്നിച്ചുകൂടി ചിരിക്കുന്നിടത്തെല്ലാം അവരിൽ ഒരാളായി ഞങ്ങൾ ഉണ്ടാവും. ഒരാൾ ഒറ്റയ്ക്ക് കരയുന്നിടത്തും. 5 പേർ ഒന്നിച്ചുകൂടി ചിരിക്കുന്നിടത്തെല്ലാം അവരിൽ ഒരാളായി ഞങ്ങളിൽ ഒരാൾ ഉണ്ടാവും. ഒരാൾ ഒറ്റയ്ക്ക് കരയുന്നിടത്തും. ഇതാണ് ഗോത്രം എന്ന കവിത. കവികളുടെ ഗോത്രത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു കവിതയാണിത്. ഒരുപക്ഷെ ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഏതെങ്കിലും രീതിയിൽ ഈ കവിതയിലെ ആത്യന്തികമായ ആശയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയാം. എന്താണ് കവിത എന്നതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനേകം ഉത്തരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. എന്തല്ല കവിത എന്നതിനും അത്ര തന്നെ ഉത്തരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഉത്തരം ഞാൻ പറഞ്ഞതുപോലെ ആത്യന്തികമായ ഒരു ഉത്തരമാണെന്നും കവിത എന്നേക്കുമായി നിർവചിക്കപ്പെട്ട് കഴിഞ്ഞു എന്നും ഞാൻ കരുതുന്നില്ല. എന്താണ് കവിത? എന്നെ സംബന്ധിച്ചും എല്ലാ കവികളെയും സംബന്ധിച്ചും ഞാൻ വിചാരിക്കുന്നത് കവിത ആത്യന്തികമായി 4 സംഭാഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര സംവേദന സമ്പ്രദായമാണ് എന്നാണ്. എന്താണ് ഈ 4 സംഭാഷണങ്ങൾ? ഒന്ന്, അവനവനോടുള്ള സംഭാഷണം. നാം ശ്രദ്ധിച്ചിട്ടുള്ള അഥവാ ശ്രദ്ധേയരായ ഏത് കവിയുടെ കവിത എടുത്താലും നമുക്ക് കാണാം, ചിലപ്പോൾ ആ കവി തന്നെ തന്നെയാണ് അന്വേഷിക്കുന്നത്. തൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ് അന്വേഷിക്കുന്നത്. തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ പരിസരത്തെക്കുറിച്ച്, തൻ്റെ ചുറ്റുപാടിനെ കുറിച്ച്, തൻ്റെ കുടുംബത്തെക്കുറിച്ച് പോലും, അല്ലെങ്കിൽ തൻ്റെ പ്രണയിനിയെക്കുറിച്ച് ഒക്കെയാണ് കവി സംസാരിക്കുന്നത് എന്ന്. ഇങ്ങനെ സ്വന്തം ജീവിതവുമായും സ്വന്തം ആത്മാവുമായുള്ള ഒരു സംസാരം എല്ലാ വലിയ കവിതയിലുമുണ്ട്. ഞാൻ ഒറ്റ കവിതകളിലുണ്ട് എന്നല്ല പറയുന്നത്. ഒരു കവിയുടെ രചനകളെ നാം ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ആ രചനാ സാകല്യത്തിൽ ഇങ്ങനെ ഒരംശം നമുക്ക് കാണാൻ കഴിയും. അത് ഏത് കവിയായാലും ശരി, അത് നെരൂദയെയോ വയഹോവിനെയോ മയക്കോസ്കിയോ ഒക്കെ പോലുള്ള നമ്മൾ വിപ്ലവ കവികൾ എന്നൊക്കെ പറയുന്ന കവികളായാലും ശരി, ചില മുഹൂർത്തങ്ങളിൽ അവർ തങ്ങളിലേക്ക് തന്നെ തിരിയുകയും തങ്ങളുടെ അർത്ഥം, താനും അനന്തതയുമായുള്ള ബന്ധം എന്താണ്, താനും ആകാശവുമായും താനും ഭൂമിയുമായുമുള്ള ബന്ധം എന്താണ്, തൻ്റെ അസ്തിത്വത്തിന്റെ അർത്ഥം എന്താണ് മുതലായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏത് കവിയിലും അത്തരത്തിലൊരു ചോദ്യം നമുക്ക് കാണാൻ കഴിയും. ഷേക്സ്പിയറിനെ പോലുള്ള ഒരു നാടകൃത്ത് ഹാംലെറ്റിലൂടെ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് ആത്മകഥം ചെയ്യുമ്പോൾ, ജീവിക്കണമോ ജീവിക്കാതിരിക്കണമോ, ഉണ്ടായിരിക്കണമോ ഉണ്ടാവാതിരിക്കണമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അത് ഹാംലെറ്റ് മാത്രമല്ല ചോദിക്കുന്നത്, ഷേക്സ്പിയർ കൂടിയാണ് ചോദിക്കുന്നത്. ഷേക്സ്പിയർ മാത്രമല്ല ചോദിക്കുന്നത്, ഒരുപക്ഷെ മനുഷ്യവംശം മുഴുവനുമാണ് ആ ചോദ്യം ചോദിക്കുന്നത്. നാം നിലനിൽക്കേണ്ടതുണ്ടോ? നിലനിൽക്കുന്നത് അനിവാര്യമാണോ? നമ്മുടെ നിലനിൽപ്പ് നിറയെ വേദനയാണെങ്കിൽ എന്തിനാണ് അത്തരമൊരു അസ്തിത്വം തന്നെ നമുക്ക്? ഇങ്ങനെ ഒരു ചോദ്യം ജീവിതത്തിന്റെ ഏതെങ്കിലും മുഹൂർത്തത്തിൽ ചോദിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ചില സങ്കടത്തിന്റെ മുഹൂർത്തങ്ങളിൽ, പ്രതിസന്ധികളുടെ മുഹൂർത്തങ്ങളിൽ, ആത്മഹത്യയുടെ വക്കത്താണ് താൻ എന്ന് തോന്നിക്കുന്ന മുഹൂർത്തങ്ങളിൽ ഒരുപക്ഷെ എല്ലാ മനുഷ്യരും
ഈ രീതിയിലുള്ള ഒരു ആത്മകഥം നടത്തിയിരിക്കാം. ടു ബി ഓർ നോട്ട് ടു ബി, ഞാൻ ആയിരിക്കണമോ, ബീയിങ് എന്ന് പറഞ്ഞാൽ ആയിരിക്കുക, ഞാൻ ആയിരിക്കണമോ ആയിരിക്കാതിരിക്കണമോ, അതായത് നിലനിൽക്കണമോ വേണ്ടയോ, ഈ ചോദ്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള മുഹൂർത്തങ്ങൾ ധാരാളമായി വാസ്തവത്തിൽ കവിതയിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു കവി അയാളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അയാളുടെ ദർശനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, മനുഷ്യനെക്കുറിച്ച് തന്നെയുള്ള അയാളുടെ ഞാൻ പറയുന്നതിനോട്, ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് അയാൾ എന്ന് പറയുന്നത്, സ്ത്രീകളെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. എല്ലായ്പ്പോഴും ബ്രാക്കറ്റിൽ അവൾ എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ, എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഒരു കവി ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ ആത്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവനവനെ കുറിച്ച് അത്രയേ ഉള്ളൂ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ തരത്തിൽ അവനവനോടുള്ള ഒരു സംഭാഷണമായി കവിത മാറുന്നു. രണ്ടാമത്തേത് അപരരോടുള്ള സംഭാഷണമാണ്. ഈ അപരർ എന്ന വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇന്ന് അതിന് വളരെ ചീത്ത അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഏലിയനേഷനുമായി അല്ലെ അന്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഭ്രഷ്ടരാക്കപ്പെട്ട, സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ പുറത്താക്കപ്പെടുമെന്ന് ഭയപ്പെടുന്ന മനുഷ്യരെ കുറിച്ചാണ് നാം ഈയിടെയായിട്ട് പലപ്പോഴും അപരർ എന്ന് വിളിച്ച് വരുന്നത്. ആ അർത്ഥത്തിലല്ല, അതിന്റെ ഏറ്റവും പൊതുവായ അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവനവനും അപരനും തമ്മിൽ ആത്യന്തികമായ ഭേദങ്ങളില്ല എന്ന ഗുരുവിന്റെ വാക്യമൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഈ അവനവനുമായുള്ള ഈ സംഭാഷണവുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന ഒന്നാണ് മറ്റുള്ളവരുമായുള്ള സംഭാഷണം. ഈ മറ്റുള്ളവർ എന്നതിനെ വേണമെങ്കിൽ നമുക്ക് സമൂഹം എന്ന് വിളിക്കാം. സമൂഹവുമായുള്ള ഒരു സംഭാഷണവും കവിതയിലുണ്ട്. ഹേ സമൂഹമേ എന്ന് പറഞ്ഞ് കവിത ആരംഭിക്കണം എന്ന അർത്ഥത്തിലല്ല. സമൂഹത്തിലെ ഒരു പ്രശ്നത്തെ, സമൂഹം നേരിടുന്ന ഒരു പ്രതിസന്ധിയെ, സമൂഹം ഉയർത്തുന്ന ഒരു ചോദ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതിനെ പ്രശ്നവൽക്കരിക്കുമ്പോൾ, അതിനോട് തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ ഒക്കെ തന്നെ കവി ചെയ്യുന്നത് സമൂഹവുമായുള്ള ഒരു സംവാദത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ അവനവനോടുള്ള സംവാദം പോലെ തന്നെ പ്രധാനമായ ഒരു പക്ഷേ അതിൻ്റെ തന്നെ ഒരു വിശദീകരണം, ഒരു എക്സ്റ്റൻഷൻ ആയ ഒന്നാണ് ഈ ഇതരരുമായുള്ള, മറ്റുള്ളവരുമായുള്ള അഥവാ സമൂഹവുമായുള്ള സംഭാഷണം. അവനവനായി തന്നെ മാറാൻ കഴിയുന്ന അവരർ തന്നെയാണ് അവർ എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടാണ്, ഞാൻ പറഞ്ഞ പോലെ ഗുരുവിന്റെ വാക്കുകൾ മറന്നുകൊണ്ടല്ല ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തേത്, സമൂഹവുമായുള്ള സംഭാഷണം. മൂന്നാമത്, എല്ലാ പ്രധാന കവികളിലും തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രകൃതിയുമായുള്ള ഒരു സംഭാഷണം ഉണ്ട്. പ്രകൃതി കവിതയിൽ കടന്നു വരുന്നത് പല രീതിയിലാണ്. ചിലപ്പോൾ കവിതയുടെ ഒരു പശ്ചാത്തലം എന്ന നിലയ്ക്ക് മാത്രമാകാം. കാടുകളോ പുഴകളോ മലകളോ താഴ്വരകളോ അല്ലെങ്കിൽ വൃക്ഷ സസ്യലതാദികളോ മൃഗങ്ങളോ, ഇങ്ങനെ പല രൂപങ്ങളിൽ പ്രകൃതി കവിതയിൽ ഒരു പശ്ചാത്തലം എന്ന നിലയിൽ കടന്നു വന്നേക്കാം. അഥവാ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ കവിതയുടെ സന്ദർഭം എന്ന നിലയിൽ പ്രകൃതി കടന്നു വന്നേക്കാം. ഞാൻ എന്നെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുമ്പോഴോ ഒക്കെ തന്നെ ഈ പ്രകൃതി എവിടെയോ ഉണ്ട്, എവിടെയോ കടന്നു വരുന്നുണ്ട്. ഞാനൊരു ഉപമ ഉപയോഗിക്കുമ്പോൾ, ഒരു ഉൽപ്രേക്ഷ ഉപയോഗിക്കുമ്പോൾ, ഒരു രൂപകം ഉപയോഗിക്കുമ്പോൾ, ഒരു ബിംബത്തിന് രൂപം നൽകുമ്പോൾ, ഇത് പലപ്പോഴും പകുതി അബോധമായ ഒരു പ്രക്രിയയാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോഴൊക്കെ തന്നെ പ്രകൃതിയും അതിൽ കടന്നു വരുന്നു. ചിലപ്പോൾ നാം ചിലതിനെയെല്ലാം ഒരു പൂവിന്റെ സൗന്ദര്യത്തോട് ഉപമിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുയിലിന്റെ പാട്ടിനോട് ഉപമിക്കുന്നു, അല്ലെങ്കിൽ ഒരു മയിലിന്റെ നൃത്തത്തിനോട് ഉപമിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാടിന്റെ വന്യതയോട് ഉപമിക്കുന്നു, അല്ലെങ്കിൽ ഒരു മരുഭൂമിയുടെ ഏകാന്തതയോട് ഉപമിക്കുകയോ അല്ലെങ്കിൽ ഉപമിക്കാതെ തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കവിതയിൽ കടന്നു വരികയോ ഒക്കെ ചെയ്യുന്നു. ആ രീതിയിൽ ഒരു സംഭാഷണം, പ്രകൃതിയുമായുള്ള ഒരു സംഭാഷണം പശ്ചാത്തലം എന്ന നിലയിലാകാം, ഒരു വിഷയം എന്ന നിലയിലുമാകാം. പ്രത്യേകിച്ച് സമീപകാലത്തെ ലോക കവിതയുമായി പരിചയമുള്ള ആർക്കും അറിയാവുന്ന ഒരു കാര്യം, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ഒരു വലിയ വെല്ലുവിളി, മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കിയേക്കാവുന്ന ഒരു വലിയ വെല്ലുവിളി നമ്മുടെ എല്ലാം മുന്നിലുള്ളത് കൊണ്ട്
പലപ്പോഴും കവികൾ പ്രകൃതിയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ ആരംഭിക്കുന്നു. നാം ഒരു കാലത്ത് ഈ പ്രകൃതിയെക്കുറിച്ചൊക്കെ പാടുന്ന കവികളെ കാൽപ്പനിക കവികൾ എന്നാണ് വിളിച്ചിരുന്നത്. അത് മലയാളത്തിലായാലും ശരി, നമ്മൾ ചങ്ങമ്പുഴയെ കുറിച്ച് പറയുമ്പോഴൊക്കെ കാൽപ്പനിക കവി എന്ന് പറയും. അത് പ്രേമത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അത് മലരണിക്കാടുകളുടെ ഭംഗിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് കൂടിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഷെല്ലിയെക്കുറിച്ചോ കീറ്റ്സിനെ കുറിച്ചോ ബൈറനെ കുറിച്ചോ വേർഡ്സ്വർത്തിനെ കുറിച്ച് അതിലും കൂടുതലായിട്ട് ഒക്കെ പറയുമ്പോഴൊക്കെ ഒരു കാൽപ്പനിക കവിയാണ്, പ്രകൃതിയുടെ കവിയാണെന്ന് പറയും. അത് എന്തിനാ? നമ്മുടെ സുഗതകുമാരിയെ കുറിച്ച് പറയുമ്പോൾ പോലും ചിലപ്പോഴൊക്കെ അവരൊരു കാൽപ്പനിക കവിയാണ് എന്ന് പറയും. ഹൃദയകുമാരി കാൽപ്പനികതയെ കുറിച്ച് പുസ്തകം എഴുതിയിട്ട് നിങ്ങൾക്കറിയാം. അപ്പൊ അതിലെ പ്രകൃതി, ഈ പ്രകൃതി സ്നേഹം, പ്രകൃതിയുമായുള്ള ആഭിമുഖ്യം കാൽപ്പനികതയുടെ ഒരു പ്രധാന ഘടകമാണ് എന്ന് അവരും പറഞ്ഞു വെക്കുന്നുണ്ട്. പൊതുവെ തത്വജ്ഞന്മാർ പറയുന്ന ഒരു കാര്യം തന്നെയാണ് അത്. അതിന് ഞാൻ ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ എല്ലാ കവികളിലും ഉണ്ട് ഈ പ്രകൃതിയുമായുള്ളൊരു സംഭാഷണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് അതിനൊരു സവിശേഷമായ അടിയന്തര പ്രസക്തി കൈവന്നിട്ടുമുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥ മാറുന്നു, ചൂട് വർദ്ധിക്കുന്നു. ഇവിടെ ഞാൻ തൃശ്ശൂർ അടുത്താണ് താമസിക്കുന്നത്. ഇവിടെ ആദ്യത്തെ മഴ പെയ്തത് ഇന്നലെ രാത്രിയാണ്. വളരെ കാലത്തിന് ശേഷം കാത്തിരുന്ന് ആദ്യത്തെ മഴ പെയ്തത്. ഒരിക്കലും ഇല്ലാത്ത പോലെ 40-ന് പോയി ഇവിടെ ചൂട്. ഇത് നാം ഈ ഒരു ചെറിയ കേരളത്തിൽ ജീവിക്കുന്ന, താരതമ്യേന ഭേദപ്പെട്ട കാലാവസ്ഥയുണ്ടെന്ന് കരുതപ്പെടുന്ന കേരളത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയാണെങ്കിൽ, മറ്റുള്ള പ്രദേശങ്ങളിൽ, തണുപ്പ് പ്രദേശങ്ങളിലോ ചൂട് പ്രദേശങ്ങളിലോ ജീവിക്കുന്ന ആളുകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ നാം കേൾക്കുന്നു, ഇപ്പോൾ ധ്രുവങ്ങളിൽ മഞ്ഞുരുകുന്നതിനെ പറ്റി കേൾക്കുന്നു. ചിലപ്പോഴൊക്കെ ഭൂഖണ്ഡങ്ങൾ തന്നെ ആ മഞ്ഞുരുക്കം ഉണ്ടാക്കുന്ന ജലം കൊണ്ട് മൂടിപ്പോയേക്കാം എന്ന് നാം കേൾക്കുകയല്ല, ശാസ്ത്രജ്ഞന്മാരാണ് നമ്മോട് പറയുന്നത്. നാം വലിയൊരു വിപത്തിന്റെ വക്കിലാണ്, വംശനാശത്തിന്റെ വക്കിലാണ്. അതുകൊണ്ട് നാം പ്രകൃതിയോട് ചെയ്തുകൊണ്ടിരുന്ന പാതകങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുകയും അന്വേഷിക്കുകയും വികസനത്തിന്റെ പുതിയ മാതൃകകൾ കണ്ടെത്തുകയും വേണം എന്ന്. അതായത് പ്രകൃതിയെ ശത്രുവായി കാണുകയല്ല, നമുക്ക് പലതും തന്ന, നമ്മെ തന്നെ സൃഷ്ടിച്ച പ്രകൃതിയുമായി സഹകരിച്ച് മുന്നേറുകയാണ് നാം ചെയ്യേണ്ടത് എന്ന ബോധം ശരിയായ മനുഷ്യരിൽ ധാരാളമായി ഉണ്ടായി വരുന്ന ഒരു കാലമാണിത്. ശരിയായ മനുഷ്യർ എന്ന ആ പ്രയോഗത്തിന് മാപ്പ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ചിന്താശീലരായ മനുഷ്യരിൽ എന്നാണ്. അതായത് ഭ്രാന്തമായ രീതിയിലുള്ള ഈ വികസനത്തിന്റെ പുറകെ പോകുന്നതിന് പകരം എങ്ങനെയാണ് പ്രകൃതിയും വികസനവും തമ്മിലുള്ള ഒരു സമീചീനമായ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് വികസിപ്പിക്കുക എന്ന് ആലോചിക്കുന്നവരെ കുറിച്ചാണ്. അങ്ങനെ ആലോചിക്കാതെ നിവൃത്തിയില്ലാത്ത ഒരു കാലമാണ് ഇത് എന്ന് പറയാം. ഞാൻ ഈ കോവിഡ് കാലത്ത് കുറെ അതിക്രമങ്ങൾ ചെയ്തു. അതിൽ 2 ഇംഗ്ലീഷിലുള്ള ലോക കവിതകളുടെ സമാഹാരങ്ങൾ എഡിറ്റ് ചെയ്തതാണ്. അമേരിക്കയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് മൊത്തം, നേഷി ചൗള എന്നൊരു സുഹൃത്ത് മൊത്താണ് അത് ചെയ്തത്. അത് ആദ്യത്തേതിന്റെ പേര് പെൻഗ്വിനാണ്. അത് 2 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതിന്റെ പേര്, ഞാനിത് പരസ്യം ചെയ്യാൻ വേണ്ടി പറയല്ല, ഈ കോണ്ടെക്സ്റ്റ് വന്നതുകൊണ്ട് പറയാണ്, സിംഗിങ് ഇൻ ദ ഡാർക്ക് എന്നാണ്. ഇരുട്ടിലിരുന്നുള്ള പാട്ട്. അത് ബെർത്തോൾട്ട് ബ്രെന്റെ അവസാനത്തെ പുസ്തകത്തിന്റെ പേരും അത് തന്നെയാണ്. ബെർത്തോൾട്ട് ബ്രെറ്റ് ആണ് ചോദിച്ചത്, വിൽ ദർ ബി സോങ് ഓർ വിൽ ദർ ബി സിംഗിങ് ഇൻ ഡാർക്ക് ടൈംസ്? ഉത്തരം അദ്ദേഹം തന്നെ പറഞ്ഞു, യെസ് ദർ വിൽ ബി സിംഗിങ് അബൌട്ട് ഡാർക്ക് ടൈംസ്. ഇരുണ്ട കാലങ്ങളിൽ പാട്ടുണ്ടാകുമോ? ഇരുണ്ട കാലങ്ങളെ കുറിച്ചുള്ള പാട്ട്. അതിൽ നിന്നാണ് ഈ സിംഗിങ് ഇൻ ദ ഡാർക്ക് എന്നുള്ള ശീർഷകം ഞാൻ സ്വീകരിച്ചത്. അതിൽ ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള ഒരുപാട് പ്രധാന കവികളുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു പശ്ചാത്താപം തോന്നുന്നു. അങ്ങനെയല്ല, നാം സ്വപ്നം കാണുക കൂടി വേണം. അന്ന് ഞാൻ, കാരണം കോവിഡിന്റെ കാലത്താണ് ഞാനത് എഡിറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരുപക്ഷെ ഭൂമിയുടെ പുനർജീവനത്തെക്കുറിച്ചുള്ള സ്വപ്നം നാം കാണുകയും പ്രകൃതിയെക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കവികളെ കൂടി ഒന്നിച്ചു കൊണ്ടുവരികയും വേണമെന്ന്. അങ്ങനെയാണ് അതിന്റെ തുടർച്ച, ഒരു സീക്വൽ എന്ന പോലെ രണ്ടാമത്തെ സമാഹാരം ഞാനും നിശ്ചയം ചേർന്ന് എഡിറ്റ് ചെയ്തത്. അതിന്റെ പേര് ഗ്രീനിങ് ദ എർത്ത് എന്നായിരുന്നു. ഭൂമിയെ ഹരിതമാക്കൽ, ഭൂമിയെ പച്ച പിടിപ്പിക്കൽ, ഗ്രീനിങ് ദി എർത്ത്. അപ്പൊ ഈ ഗ്രീനിങ് ദ എർത്തിലുള്ളത്, അതുപോലെ തന്നെ ലോകത്തെമ്പാടുമുള്ള കവികളുണ്ട്. പ്രകൃതിയെക്കുറിച്ച് ഉള്ള ഒരു ഉത്കണ്ഠ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അറ്റുപോവുകയാണോ എന്ന ഉത്കണ്ഠ പുലർത്തുന്ന ഒരുപാട് കവികളെ അനേകം ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുള്ള കവികളെ ഒന്നിച്ചു കൊണ്ടുവരികയാണ് ആ സമാഹാരത്തിൽ ചെയ്തത്. ഞാൻ ഇതിന് 2നെയും കുറിച്ച് പറയാനുള്ള സന്ദർഭം, ഞാൻ പറഞ്ഞതുപോലെ പ്രകൃതിയും മനുഷ്യനുമായുള്ള കുറിച്ച്
ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. എന്റെ സമീപകാല കവിതകൾ വായിച്ചിട്ടുള്ള നിങ്ങളിൽ പലർക്കും അറിയാം, ആ കവിതകളിൽ പ്രകൃതി വീണ്ടും വീണ്ടും പല രീതിയിൽ കടന്നു വരികയും മനുഷ്യന്റെ കുറ്റബോധത്തെ ഉണർത്താനുള്ള ഒരു പരിശ്രമം നടക്കുകയും ചെയ്യുന്നുണ്ട് എന്ന്. അതിന്റെ പശ്ചാത്തലം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനമാണ്. പ്രകൃതിയിലുള്ള നമ്മുടെ നിരന്തരമായ ഇടപെടലിന്, പ്രകൃതിയെ തൊടാതിരിക്കണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷെ പ്രകൃതിയിലുള്ള അക്രമാസക്തമായ ഇടപെടൽ, ഗാന്ധി പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട്, പ്രകൃതിയുണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ളതെല്ലാം ഭൂമിയിലുണ്ട്, പക്ഷെ നമ്മുടെ അത്യാർത്തിയെ തൃപ്തിപ്പെടുത്താനുള്ളത് ഭൂമിയിലില്ല എന്ന്. അപ്പൊ നമ്മുടെ അത്യാർത്തിയാണ്, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചില മനുഷ്യരുടെ അത്യാർത്തിയായിരിക്കാം അത്, ആ അത്യാർത്തിയാണ് ഈ തരത്തിൽ പ്രകൃതിയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള, അവർക്ക് ലാഭം മാത്രം ഉണ്ടാക്കുന്ന, പലപ്പോഴും ജനങ്ങൾക്ക് യാതൊരു നേട്ടവും ഉണ്ടാക്കി കൊടുക്കാത്ത തരത്തിലുള്ള വികസനത്തിലേക്ക് നയിക്കുന്നത്. അതിന് നമ്മൾ സാധാരണ മട്ടിൽ മുതലാളിത്ത വികസനം അല്ലെങ്കിൽ കോർപ്പറേറ്റ് വികസനം എന്നൊക്കെ പറയും. ഞാൻ അതിന്റെ ഒരു സാമ്പത്തിക തത്വശാസ്ത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം മുതലാളിത്ത വികസനത്തിന്റെ അടിയിലുള്ളത് ലോഭം ആണ്, അത്യാർത്തി. ഈ പെട്ടെന്ന് പണം ഉണ്ടാക്കണം, അതിനുവേണ്ടി എന്ത് ചെയ്താലും വേണ്ടില്ല, കാട് വെട്ടിക്കളഞ്ഞാലും വേണ്ടില്ല, മലകൾ ഇടിച്ചു നിരത്തിയാലും വേണ്ടില്ല, ഖനികൾ തുറന്നാലും വേണ്ടില്ല, പുഴകൾ വറ്റിച്ചാലും വേണ്ടില്ല, നമുക്ക് പണം ഉണ്ടാക്കണം, നമുക്ക് കുറച്ചു പേർക്ക് പണം ഉണ്ടാക്കണം, ബാക്കി ജനങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ എന്നുള്ള ഈ വിചാരത്തെയാണ്, ഇതാണ് മുതലാളിത്തത്തിന്റെ ആത്യന്തികമായ മനഃശാസ്ത്രം. അപ്പൊ ആ തരത്തിലുള്ള ഒരു ചിന്തയാണ് വാസ്തവത്തിൽ പ്രകൃതിയുടെ വിനാശത്തിലേക്ക് കാര്യമായ രീതിയിൽ തന്നെ നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രകൃതിയുമായുള്ള കവിയുടെ ഈ സംഭാഷണം ഒരു സവിശേഷ പ്രസക്തി ആർജിച്ച കാലത്താണ് നാം എന്ന് പറയുകയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ അല്പം വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചത്, ക്ഷമിക്കുക. നാലാമതായി കവിതയിൽ പ്രപഞ്ചവുമായുള്ള ഒരു സംഭാഷണം. പ്രകൃതി എന്ന് പറയുമ്പോൾ നാം അതിൽ പ്രപഞ്ചം നിശ്ചയമായും ഉണ്ട്, പക്ഷേ സാധാരണ മട്ടിൽ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്നത് ഭൂമിയിലെ പ്രകൃതിയാണ്. ഭൂമിയിലെ വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, ലതാദികൾ, അല്ലെങ്കിൽ മൃഗങ്ങൾ, മനുഷ്യരുൾപ്പെടെയുള്ള പല പല തരത്തിലുള്ള ജീവിതം നയിക്കുന്ന സൃഷ്ടികൾ, ഇവയെല്ലാമാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ കുറെ കൂടി വലുതാണ്. അതിന് ആത്യന്തികമായ ഒരു രഹസ്യാത്മകതയുണ്ട്. കാരണം പ്രപഞ്ചത്തിന്റെ അർത്ഥം എന്താണ് എന്ന്, പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന്, പ്രപഞ്ചം എങ്ങോട്ട് നീങ്ങുന്നു എന്ന് ഉള്ള ചോദ്യങ്ങൾക്ക് ആത്യന്തികമായ ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഉത്തരം കാണാൻ അനേകം ശാസ്ത്രജ്ഞർ ശ്രമിച്ചിട്ടുണ്ട്, തത്വചിന്തകർ ശ്രമിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ആലോചിച്ചാൽ കവിതയും തത്വചിന്തയും മതവും ശാസ്ത്രവും ഒക്കെ തന്നെ ആത്യന്തികമായി അന്വേഷിക്കുന്നത് ഈ രഹസ്യാത്മകതയുടെ ചുരുൾ എങ്ങനെ അഴിക്കാം എന്നാണ്. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം? കാരണം നമ്മുടെ ഭൂമി ആ മഹാപ്രപഞ്ചത്തിന്റെ ഏതോ കോണിൽ ഉള്ള ഒരു ചെറിയ ഗ്രഹം മാത്രമാണ് എന്ന് നമുക്കറിയാം. സൗരയൂഥത്തിലുള്ള ഒരു ചെറിയ ഗ്രഹം. അതുപോലെ അനേകം നക്ഷത്രയൂഥങ്ങളുണ്ട്, ഗലാക്സികൾ എന്നറിയപ്പെടുന്ന അനേകം നക്ഷത്രയൂഥങ്ങൾ ലോകത്തിലുണ്ട്. അതിലൊരു നക്ഷത്രയൂഥത്തിലെ ഒരു ചെറിയ മൂലയിലുള്ള ഒരു ഗ്രഹം മാത്രമാണ് നാം. എങ്ങാണ്ടിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു, ഇങ്ങനെ നമ്മൾ എവിടെയോ ഇരിക്കുകയാണ്, ഒരു ചെറിയ കോണിലല്ലോ പ്രപഞ്ചത്തിന്റെ. അപ്പോൾ എല്ലാ കവികളും സ്വാഭാവികമായി എന്ന പോലെ തന്നെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു വിസ്മയം സൃഷ്ടിക്കുകയോ ഉൾക്കൊള്ളുകയോ ആവിഷ്കരിക്കുകയോ ചെയ്യുന്നുണ്ട്. പ്രപഞ്ചം, നക്ഷത്രയൂഥങ്ങൾ, ആകാശം, നമുക്ക് അറിയാത്ത, ഇനിയും അറിയാനേ കഴിഞ്ഞിട്ടില്ലാത്ത അനേകം ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഇവയെക്കുറിച്ച് ഒക്കെയുള്ള അതെല്ലാം നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന ആത്യന്തികമായ അത്ഭുതത്തിന്റെ വികാരം. ഇതും കവിതയിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ്, ഈ അനന്ത പ്രപഞ്ചവുമായുള്ള സംഭാഷണം. അതിനെ ഉപനിഷത്തുകളൊക്കെ ചിലപ്പോൾ ബ്രഹ്മം എന്ന് വിശേഷിപ്പിക്കും, മതങ്ങൾ പലപ്പോഴും ദൈവം എന്ന് വിശേഷിപ്പിക്കും. എന്തായാലും ഇതിലൊക്കെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാനൊരു സംശയവാദിയാണ്. ഇല്ലെന്നോ ഉണ്ടെന്നോ പറയുന്ന ഒരാളല്ല, പണ്ട് മുതലേ ഒരു അഗ്നോസ്റ്റിക് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ തൽക്കാലം വിളിക്കുക നിഗൂഢത എന്നാണ്. പ്രപഞ്ചത്തിലെ മിസ്റ്ററി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ നിഗൂഢത, പ്രപഞ്ചത്തിന്റെ ഈ നിഗൂഢതയെ കുറിച്ചുള്ള അത്ഭുതവും അതുമായിട്ടുള്ള ഒരു സംഭാഷണവും കവിതയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് കവിതയുടെ നിർവചനം അവസാനിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കവിതയിൽ ആത്യന്തികമായി ഈ തരത്തിലുള്ള 4 സംഭാഷണങ്ങളുണ്ട്. അവനവനുമായുള്ള സംഭാഷണം, മറ്റുള്ളവരുമായി അഥവാ സമൂഹവുമായി ഉള്ള സംഭാഷണം, പ്രകൃതിയുമായി, സ്വന്തം ഭൂമിയിലെ ഈ പ്രകൃതിയുമായുള്ള സംഭാഷണം, ആത്യന്തികമായി നിഗൂഢമായ അനന്തമായ പ്രപഞ്ചവുമായുള്ള ഒരു സംഭാഷണം.
ഇവയെല്ലാം ഒരു കവിയിൽ തന്നെ കണ്ടു എന്ന് വരാം. ചിലപ്പോൾ പല കവികളെ വായിച്ചാലായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാകല്യ ബോധം ഉണ്ടാവുക. ഏത് രീതിയിലായാലും കവിത എന്ന കലയെ നാം ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഇവയെല്ലാം നമുക്ക് കാണാൻ കഴിയും. വാസ്തവത്തിൽ വലിയ കവികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് ക്ഷമിക്കുക, വലിയ കവികളുണ്ടോ ചെറിയ കവികളുണ്ടോ എന്നൊക്കെ ചോദിക്കുക, അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ അനുഭവം. അപ്പൊ അതുകൊണ്ട് വലിയ കവികളെ വായിക്കുമ്പോൾ നമുക്ക് ഈ 4 തരത്തിലുള്ള സംഭാഷണങ്ങളും അവരിൽ കാണാൻ അഥവാ അവരിൽ കേൾക്കാൻ കഴിയും എന്നാണ് എൻ്റെ അനുഭവം. നമ്മൾ ഷേക്സ്പിയർ വായിക്കുമ്പോൾ, പാബ്ലോ നെരൂദയെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എടശ്ശേരിയോ ലൊപ്പിളിയോ വായിക്കുമ്പോൾ ഒക്കെ തന്നെ, അല്ലെങ്കിൽ എഴുത്തച്ഛനോ ആശാനെയോ വായിക്കുമ്പോൾ ഒക്കെ അവരിൽ ഈ സംഭാഷണങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. അവർക്ക് സമൂഹത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയുണ്ട്, അവനവൻ ആരാണെന്ന് ഉള്ള അന്വേഷണത്തിൽ നിന്ന് ജനിക്കുന്ന ഉദ്വേഗമുണ്ട്, ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള വിസ്മയമുണ്ട്, ഈ പ്രകൃതിയുമായുള്ള ബന്ധവും അതിനെക്കുറിച്ചുള്ള വിചാരങ്ങളും അതിന്റെ പശ്ചാത്തല സന്ദർഭവും അവരുടെ കവിതകളിൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ 4 സംഭാഷണങ്ങളാണ് ഒരർത്ഥത്തിൽ കവിത എന്ന കലയിൽ അടങ്ങിയിട്ടുള്ള 4 തലത്തിലുള്ള സംവേദനങ്ങൾ, അല്ലെങ്കിൽ കവിതയുടെ 4 മാനങ്ങൾ, 4 ഡൈമെൻഷൻസ് എന്ന് പറയാം. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ കഴിയുന്നത്ര ചുരുക്കി പറയാൻ ശ്രമിക്കുന്നത്, കാരണം എത്ര നേരം വേണമെങ്കിൽ പറഞ്ഞു പോകാവുന്നതാണ്. നമ്മൾ വൈകി തുടങ്ങിയത് തന്നെ വളരെ വൈകിട്ടാണ്. ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാം എല്ലാം സാഹിത്യം പലപ്പോഴും പഠിച്ചിട്ടുള്ളത് ദ്വന്ദ്വങ്ങളിലൂടെയാണ്. കവിതയുടെ കാര്യം മാത്രമാണ് ഞാൻ തൽക്കാലം എടുക്കുന്നത്. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനറി, പരസ്പര വിരുദ്ധം അല്ലെങ്കിൽ പരസ്പരം വിപരീതങ്ങളായ 2 കാര്യങ്ങളെയാണ് നമ്മൾ ബൈനറികൾ അല്ലെങ്കിൽ ദ്വന്ദ്വങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് മറ്റൊന്നിന് വിരുദ്ധമായിരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായിരിക്കുന്ന ഒന്ന്. ഉദാഹരണത്തിന് കവിതയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ നാം പാരമ്പര്യം, ആധുനികത എന്ന് പറയും, അല്ലെങ്കിൽ സാമൂഹ്യമായ കവിത അല്ലെങ്കിൽ വ്യക്തിപരമായ കവിത എന്ന് പറയും, അതല്ലെങ്കിൽ രൂപം, ഭാവം എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരുപാട്, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ദ്വന്ദ്ങ്ങളിലൂടെയാണ് ഈ കവിതയുടെ ഭാവം എന്താണ്, ആ കവിതയുടെ രൂപം എന്താണ് എന്ന് നാം എല്ലാം വെവ്വേറെ അന്വേഷിക്കാറുണ്ട്. അത് ചിലപ്പോഴൊക്കെ അപഗ്രഥനത്തിന് വേണ്ടി, വിമർശനത്തിന് വേണ്ടി ആവശ്യമായി വരുമെന്ന അനുഭവത്തിലൂടെ ഞാനും സമ്മതിക്കുന്നു. എങ്കിൽ പോലും കവിതയിൽ ഈ രൂപവും ഭാവവും ഒന്നും വേർപെട്ട് കിടക്കുന്നില്ല. ആ രൂപത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ആ ഭാവത്തെ എടുത്ത് കാണിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആ ഭാവത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ആ രൂപത്തെക്കുറിച്ച് വിചാരിക്കാനും കഴിയില്ല. കാരണം കവിയുടെ മനസ്സിൽ അല്ലെങ്കിൽ കവിയുടെ കടലാസിൽ അല്ലെങ്കിൽ കവിയുടെ ലാപ്ടോപ്പിൽ രൂപപ്പെടുന്നത് ഈ ഭാവവും രൂപവും ഒക്കെ ഒന്നിച്ചു തന്നെയാണ്, അല്ലാതെ അവ വേറെ വേറെയായി കിടക്കുന്നതേ ഇല്ല. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് നിശ്ചയമായിട്ടും വരാം. അപ്പോ ഓരോന്നായി ഈ ദ്വന്ദ്ങ്ങളെ ഒന്ന് വളരെ ഒട്ടും തന്നെ ദീർഘമല്ലാത്ത രീതിയിൽ ഒന്ന് പരിശോധിക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. ഒന്ന്, നമ്മള് പലപ്പോഴും കവിതയെ കുറിച്ച് പറയുമ്പോൾ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാൽപ്പനിക പ്രസ്ഥാനത്തെ കുറിച്ച്. അതിനു മുമ്പ് ഉണ്ടായിരുന്നു ക്ലാസിക്കൽ പ്രസ്ഥാനം, നിയോ ക്ലാസിക്കൽ പ്രസ്ഥാനം, കാൽപ്പനിക പ്രസ്ഥാനം, ആധുനികത, അത്യാധുനികത, അത്യന്താധുനികത, അത്യന്ത ആധുനികത എന്ന് പറയുന്ന തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരോ മരിക്കാൻ കിടക്കാണെന്ന് തോന്നുന്നത് കേട്ടാല്. അപ്പൊ ഈ രീതിയിൽ നമ്മള് പ്രസ്ഥാനങ്ങളായിട്ടാണ് കവിതയെ പലപ്പോഴും കാണാറുള്ളതും പഠിപ്പിക്കാറുള്ളതും. പക്ഷെ വാസ്തവത്തിൽ ഇതിലെ എത്രത്തോളം ശരിയുണ്ട്? നമ്മള് ഇന്നും എഴുത്തച്ഛന്റെ സുന്ദരകാന്ഡം വായിച്ച് അത് കവിതയായി തന്നെ അനുഭവിക്കാത്ത മലയാളികളുണ്ടോ? അത് വായിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ആശാന്റെ കവിത വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്, ഏതാണ്ട് ഒരു നൂറ്റാണ്ട് എന്ന് പോലും ഏതാണ്ട് പറയാം. ഏതാണ്ടല്ല, ഒരു നൂറ്റാണ്ട് തന്നെ. അപ്പൊ ആ തരത്തിലുള്ള ഒരു കവിയുടെ കവിതകൾ നമ്മൾ നളിനിയോ ലീലയോ അല്ലെങ്കിൽ എന്തിനാ ദുരവസ്ഥ പോലുമോ അല്ലെങ്കിൽ ചാലഭിക്ഷകയോ അല്ലെങ്കിൽ വീണപൂവോ, അദ്ദേഹത്തിന്റെ ഏത് പ്രധാനപ്പെട്ട കരുണയോ ഏത് പ്രധാനപ്പെട്ട കൃതി എടുത്താലും അത് വായിക്കുമ്പോൾ നമുക്ക് ഈ കവി പണ്ടെങ്ങോ ജീവിച്ചിരുന്ന ഒരു കവി മാത്രമാണ് എന്ന് തോന്നുന്നുണ്ടോ? അത് അദ്ദേഹം പറയുന്നത് മനുഷ്യഭാവങ്ങളെ കുറിച്ചല്ലേ. എല്ലാ കാലത്തുമുള്ള പ്രേമത്തെക്കുറിച്ച്, പ്രേമത്തിന്റെ ശൈഥില്യത്തെക്കുറിച്ച്, ആത്മാവും ശരീരവുമായുള്ള അല്ലെങ്കിൽ മാംസവുമായുള്ള
മനസ്സും മാംസവുമായുള്ള ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രപഞ്ചവും മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പാപം പുണ്യം മുതലായ സങ്കല്പങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ബുദ്ധന്റെ മൂല്യങ്ങളായ കാരുണ്യം, അഹിംസ, മൈത്രി, മുദിതം, ഉപേക്ഷ മുതലായ ബുദ്ധ മൂല്യങ്ങളെക്കുറിച്ച്, ഇവയെക്കുറിച്ചൊക്കെ അല്ലേ ആശാൻ പറയുന്നത്? പിന്നീട് ഇങ്ങോട്ട് വന്നാൽ മരിച്ചുപോയ കവികളെ എടുക്കുക, ഞാൻ പറഞ്ഞ പോലെ പി കുഞ്ഞിരാമൻ നായരെ എടുക്കുക, എടശ്ശേരിയെ, വൈലോപ്പിള്ളിയെ, ഞാൻ ഓരോ കവിതയായിട്ട് ഉദാഹരിക്കുന്നില്ല, അത് വളരെ നമ്മുടെ പ്രഭാഷണത്തെ വളരെ ദീർഘമാക്കും. അപ്പോൾ ഇവരുടെയൊക്കെ കവിതയില് ജീവിച്ചിരിക്കുന്ന കവികളെ ഇരിക്കട്ടെ, ഈ സുഗതകുമാരി വരെയുള്ള കവികളെ എടുക്കുക. അപ്പൊ ഇവരുടെയൊക്കെ കവിതയിൽ നമ്മൾ ഇവർക്കൊക്കെ പേരുകൾ ചാർത്തിയിട്ടുണ്ട്. നമ്മള് ഉള്ളൂരും ആശാനും വള്ളത്തോളും കാൽപ്പനിക പ്രസ്ഥാനക്കാരാണെന്നാണ് പഠിച്ചിട്ടുള്ളത്. മലയാളം ക്ലാസ്സുകളിൽ നമ്മൾ പലരും അത് പഠിച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് ഞാൻ അധികം മലയാളം ക്ലാസ്സുകളിൽ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഈ സാധാരണ അങ്ങനെയാണ് പറയുന്നത്. ഇത് മൂന്ന് പേരും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മൂന്ന് പേരും എങ്ങനെയാണ് കാൽപ്പനിക കവികളാവുന്നത്, എന്താണ് അവർ ബന്ധപ്പെടുത്തുന്ന പ്രത്യേകമായ കാര്യം? ഉള്ളൂരിനെ പോലെയാണോ വള്ളത്തോളിന്റെ കവിത പോലെയാണോ ആശാന്റെ കവിത? ഈ കവിത സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ ഒന്നും കവിതയാണ് തീർച്ചയായിട്ടും. മൂന്ന് പേർക്കും അവരുടേതായ കാവ്യസങ്കല്പങ്ങളും കാവ്യ ദർശനങ്ങളും എല്ലാം തന്നെയുണ്ട്. പക്ഷെ ഇവര് മൂന്നുപേരെയും ഒന്നിച്ച് ഒരൊറ്റ പ്രസ്ഥാനത്തിൽ ഇടുന്നതിന്റെ ഒരു ന്യായം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റു പലർക്കും ധാരാളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വാസ്തവം. അതുപോലെ തന്നെ നമ്മള് ആ തരത്തിൽ പല പ്രസ്ഥാനങ്ങളും, നമ്മൾ ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്നു, സൂഫി പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്നു. ഈ ഭക്തി കവികൾക്ക് സ്വയം തന്നെ തങ്ങളൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഭക്തി പ്രസ്ഥാനം ആരംഭിക്കുന്നത് 4ഉം 5ഉം നൂറ്റാണ്ടുകളിലാണ്. AD ക്രിസ്തുവിന് ശേഷമുള്ള 4ഉം 5ഉം നൂറ്റാണ്ടുകളിലാണ് തമിഴില് ഭക്തി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. നമ്മുടെ ശൈവ കവിത, നമ്മുടെ നാരായണ ഗുരുവിനെയൊക്കെ വളരെയധികം പ്രചോദിപ്പിച്ച തിരുമൂലരെ പോലെയും പാമ്പാട്ടി ചിത്ര പോലെയും ഒക്കെയുള്ള കവികളുടെ ഭക്തി കവിത 4ഉം 5ഉം നൂറ്റാണ്ടുകളിൽ. പിന്നീട് നമ്മള് 10, 11, 12 നൂറ്റാണ്ടുകളിലേക്ക് വരുമ്പോഴേക്കും അത് കന്നഡ കവിതയിൽ നമ്മൾ കാണുന്നു. കന്നഡ ശൈവ കവികളില് ബസവണ്ണയിലൊക്കെ മഹാദേവിയിലൊക്കെ കാണുന്നു. അത് പറയുമ്പോൾ ഞാൻ വീണ്ടും എന്നെ പറ്റി പറയുന്നു, ക്ഷമിക്കുക. ഈ കോവിഡ് കാലത്ത് ഞാൻ ചെയ്ത രണ്ടാമത്തെ ഒരു പാതകം ഈ ഭക്തി കവികളുടെയും സൂഫി കവികളുടെയും കവിതകൾ ഒരുപാട് പരിഭാഷയായി. അങ്ങനെ 5 പുസ്തകങ്ങൾ മാതൃഭൂമി ബുക്സ് തുടർച്ചയായി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ചിലത് ഒറ്റയ്ക്ക്, കബീറിന്റെ ഒറ്റയ്ക്ക്, തുക്കാറാമിന്റെ ഒറ്റയ്ക്ക്, പിന്നെ 4 കന്നഡ ശൈവ കവികളുടെ മാത്രമായിട്ട് സമാഹാരം, ബുള്ളേ ഷായുടെ സൂഫി കവിതകളുടെ ഒരു സമാഹാരം, പിന്നെ കുറേയേറെ ഭക്തി സൂഫി കവികളുടെ ഒരു സമാഹാരം. അങ്ങനെ 5 പുസ്തകങ്ങൾ. അപ്പോൾ അത് എന്നെ കൊണ്ട് ചെയ്യിച്ചത് സവിശേഷമായ സാഹചര്യമാണ്. കാരണം ഈ മതത്തെക്കുറിച്ച് സമീപകാലത്തുള്ള തർക്കങ്ങളും അത് വിദ്വേഷത്തിന്റെ ഉപാധിയായി മാറുന്നതും ഒക്കെ കണ്ട് സഹിക്ക വയ്യാതെയാണ് ഇങ്ങനെയും നമുക്ക് കവികൾ ഉണ്ടായിരുന്നു. ഈ ആചാരങ്ങളെയൊക്കെ തള്ളിപ്പറയുകയും ഈ മതത്തിന്റെ കേന്ദ്രമായ ദർശനത്തിൽ മാത്രം കണ്ണൂന്നുകയും ചെയ്ത, മനുഷ്യരുടെ മുഴുവൻ സഹോദരത്തെ കുറിച്ച് പറഞ്ഞ, എല്ലാ മതങ്ങളും ഒന്നു തന്നെയാണ് എന്ന് സീതാരാമ ഗുരുവിനെ പോലെയും ഗാന്ധിയെ പോലെയും കണ്ടെത്തിയ ഒട്ടേറെ മഹാകവികൾ, സൂഫി കവികളും ഭക്തി കവികളും ഒക്കെ നമുക്കുണ്ടായിരുന്നു എന്ന് നമ്മുടെ തന്നെ ആളുകളെ അല്പം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. അത് ഒരു കാവ്യ നിയോഗവും ഒരു സാമൂഹ്യ നിയോഗവുമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനിത് പറയാൻ കാരണം, ഈ ഭക്തി സൂഫി കവികളെ ഇന്ന് വായിക്കുമ്പോൾ, ഞാൻ കബീറിനെ ഇന്ന് വായിക്കുമ്പോൾ കബീർ ഇന്നത്തെ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഒരു പഴയ 14ാം നൂറ്റാണ്ടിലോ മറ്റോ ഉണ്ടായ ഒരു കവിയായിട്ടല്ല കബീർ സംസാരിക്കുന്നത്. മറിച്ച് ഹിന്ദുവും മുസ്ലിമും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇപ്പോ ദൈവം എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണ് മെക്കയിലേക്ക് നോക്കി നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ കാശിയിലേക്ക് നോക്കി നമസ്കരിക്കുന്നത് എന്ന് കബീർ ചോദിക്കുമ്പോൾ, നാം ആ ചോദ്യം നമ്മുടെ തന്നെ ചെവിയിൽ, നമ്മുടെ തന്നെ കാലത്തെ ചോദ്യമായി കേൾക്കുന്നുണ്ട്. അതുപോലെ എല്ലാ മതങ്ങളും നയിക്കുന്നത് ഒരേ വഴിയിലേക്ക് തന്നെയാണ് എന്ന് കബീർ മാത്രമാണ്. ഞാൻ പറഞ്ഞ പോലെ ഷാ അബ്ദുൽ ലത്തീഫ്, അല്ലെങ്കിൽ ബുള്ളേ ഷാ, അല്ലെങ്കിൽ സലബേഗ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ബസവണ്ണ, അക്ക മഹാദേവി, തുക്കാറാം, ഇവരെല്ലാവരും തന്നെ അനേകം പേര്, ഞാൻ പേരുകൾ പറയുന്നില്ല, അതിന്റെ ഒരു പ്രത്യേക പഠന മേഖലയാണ് ഈ ഭക്തി സൂഫി കവിത. അതുകൊണ്ട് ഇവരെല്ലാവരും തന്നെ ചോദിക്കുന്ന ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ്. മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചല്ല അവർ നമ്മെ പഠിപ്പിച്ചത്, മതങ്ങളുടെ ഐക്യത്തെക്കുറിച്ചാണ്. എല്ലാ മതങ്ങളും പല വഴികൾ മാത്രമാണ് ഒരേ ലക്ഷ്യത്തിലേക്ക് എന്നാണ് അവർ നമ്മെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. താൽക്കാലികമായി അവർ പരാജയപ്പെട്ടിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് അവരെ ഓർമ്മിക്കാതെ നമ്മുടെ ജനതയെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഈ ഭക്തി സൂഫി കവിത ഇന്ന് പ്രധാനമാകുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെഴുതിയത് ഞാൻ പറഞ്ഞ പോലെ 4ാം നൂറ്റാണ്ടിലോ 10ാം നൂറ്റാണ്ടിലോ 14ാം നൂറ്റാണ്ടിലോ ഒക്കെ ആയിരിക്കാമെങ്കിലും
നിങ്ങൾ എന്റെ കവിതയുമായി പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിരിക്കും. എന്റെ ഒരുപാട് കവിതകൾ ഇതിനു മുമ്പുള്ള, ഇത് തർജ്ജമകളാണ്, മുമ്പുള്ള ഒരുപാട് കവിതകൾ ഇവരെ കുറിച്ചൊക്കെ തന്നെയാണ്. കബീറിനെ കുറിച്ച് എഴുതുന്നുണ്ട്. 1990 ഞാൻ കബീറിനെ കുറിച്ച് എഴുതുന്നുണ്ട്. പറയുന്നു കബീർ എന്നുള്ള കവിത. അത് കഴിഞ്ഞ് അക്കമൊഴിയുന്നു എന്നുള്ള കവിത എഴുതുന്നുണ്ട്. ബസവണ്ണ കർഷകരോടൊത്ത് നൃത്തം ചെയ്യുന്നു എന്നുള്ള കവിത എഴുതുന്നുണ്ട്. നാമദേവൻ ക്ഷേത്രങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള കവിത എഴുതുന്നുണ്ട്. തുക്കാറാമിനെ കുറിച്ചുള്ളൊരു കവിത, തുക്കാറാം ദൈവത്തോടെ എന്ന പോലെ തുക്കാറാമിനെ കുറിച്ചുള്ള കവിത എഴുതുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കവിതകൾ, ത്യാഗരാജനെ കുറിച്ച് വരെയുള്ള മുള്ളേഷ അത്ഭുതങ്ങൾ കാട്ടുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു കവിതയുണ്ട്. അങ്ങനെ ഈ ഭക്തി സൂഫി കവികളുടെ എൻ്റെ ഇന്നത്തെ ഒരു പെട്ടെന്ന് ഉണ്ടായൊരു ഭൂതോദയമല്ല. വളരെ വളരെ വർഷങ്ങളായിട്ട്, ഏതാണ്ട് 40ഓളം വർഷങ്ങളായിട്ട് ഞാൻ ഈ കവികളുടെ പിന്നാലെ കൂടുകയും അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരെ കുറിച്ച് കവിതകൾ എഴുതുകയും പിന്നീട് അവരുടെ തന്നെ കവിതകൾ പരിഭാഷപ്പെടുത്താനുള്ള ധൈര്യം നേടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ കവികൾ ജീവിച്ചിരുന്നത് ഏത് കാലത്തായാലും അവർ ഇപ്പോൾ നമ്മെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നു. നമ്മുടെ വിഭക്തമായ സമൂഹത്തോട്, വർഗീയതയാൽ വിഭജിക്കപ്പെട്ട, വിദ്വേഷത്താൽ പരസ്പരം അകറ്റി നിർത്തപ്പെട്ട സമൂഹത്തോട് അവർ വിളിച്ചു പറയുന്നു, അല്ല, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെയാണ് അന്വേഷിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, സ്നേഹത്തിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, എല്ലാ മതങ്ങളും പല വഴികൾ മാത്രമാണ് ഒരൊറ്റ ലക്ഷ്യത്തിലേക്കുള്ള. മതങ്ങൾ മാത്രമല്ല, മറ്റു തരത്തിലുള്ള അനേകം വിശ്വാസങ്ങൾ. അപ്പോൾ വിശ്വാസികളും തമ്മിലുള്ള സൗഹൃദവും വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും തമ്മിലുള്ള സൗഹൃദവും, ഇത് രണ്ടും ചേരുമ്പോഴാണ് വാസ്തവത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് മതനിരപേക്ഷത മുതലായ സങ്കല്പങ്ങൾ അർത്ഥവത്തായി മാറുന്നത്. അത് ഭരണകൂടവുമായി മാത്രം ബന്ധപ്പെട്ട സങ്കല്പമല്ല, പൗര സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പം കൂടിയാണ് എന്ന് യാദൃച്ഛികമായെങ്കിലും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്, ഈ പ്രസ്ഥാനങ്ങളായി നാം കവികളെ സൗകര്യത്തിന് വേണ്ടി വിഭജിക്കാറുണ്ടെങ്കിൽ പോലും ആത്യന്തികമായി ഏത് കാലത്ത് നിന്ന് എഴുതിയാലും ഈ കവികളൊക്കെ അവർ കവികളാണെങ്കിൽ നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ കാലത്തും നമ്മോട് ഈ കവികൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ലേബലുകൾ നിരൂപകർക്ക് ആവശ്യമാകാം, അല്ലെങ്കിൽ അവർക്ക് താൽക്കാലികമായ ദൗത്യങ്ങളുണ്ട് എന്ന് വരാം. താൽക്കാലികമായിട്ട് ചില ചുമതലകള് അല്ലെങ്കിൽ ചില നിയോഗങ്ങൾ അവയ്ക്കുണ്ട് എന്ന് വരാം. ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. ക്ലാസ് മുറികളിൽ ഈ കാൽപ്പനികത എന്നോ ആധുനികത എന്നോ ഉത്തരാധുനികത എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിനൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ആത്യന്തികമായി ഒരു കവി എന്ന നിലയിലും കവിയെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളെന്ന നിലയിലും നോക്കുമ്പോൾ ആ വ്യത്യാസങ്ങൾ വളരെ താൽക്കാലികമായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു ഭേദങ്ങൾ, പ്രസ്ഥാന ഭേദങ്ങൾ മാത്രമാണ് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാ കാലത്തെയും കവിത ഈ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള 4 സംഭാഷണങ്ങളിലും ഏർപ്പെട്ടു പോന്നിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തല്ല കവിത എന്നും എന്താണ് കവിത എന്നും ഒക്കെ ഓരോ കവിക്കും സ്വന്തം കാഴ്ചപ്പാടിൽ പറയാൻ കഴിഞ്ഞേക്കും. പക്ഷെ അത് പറഞ്ഞു തീരുമ്പോഴേക്കും വേറൊരു കവി നാം നിർവചിച്ച കവിതയ്ക്ക് അപ്പുറമുള്ള കവിത എഴുതാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇത് കവിതയുടെ മുഴുവൻ കഥയാണ്. താൽക്കാലികമായ ഒരു കാര്യമല്ല, ഇന്ന് നടക്കുന്ന ഒരു കാര്യം മാത്രമല്ല, എല്ലാ കാലത്തും ഇത് നടന്നിരുന്നു. എല്ലാ കാലത്തും ഈ ഒരു പ്രസ്ഥാനം അങ്ങനെ ഉണ്ടായി വരുമ്പോഴേക്കും അതിനെ ഭേദിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കവിത എഴുതും. ഇന്ന് ഇപ്പൊ ഞാനൊക്കെ വർഷത്തിൽ പഴയ തലമുറയിൽപ്പെട്ട മിക്കവാറും മരിച്ചുപോയൊരു കവിയാണെന്ന് പറയാം നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ ഇന്നലെ എഴുതാൻ തുടങ്ങിയ ഒരു കുട്ടി എഴുതുന്ന എന്റെ ഭാഷയിലാകണമെന്നില്ല, എന്റെ രീതിയിലാകണമെന്നില്ല. അങ്ങനെയാണ് കവിതയുടെ സ്വഭാവമാണത്, ജൈവ സ്വഭാവമാണത്. അത് നിരന്തരമായ പരിണാമം, അത് ഭാവപരമായ പരിണാമം ഉണ്ടാവും, രൂപപരമായ പരിണാമം ഉണ്ടാവും. പക്ഷേ ഈ പരിണാമങ്ങൾക്കിടയിലെല്ലാം ഞാൻ എന്റെ ഗോത്രം എന്ന കവിതയിൽ പറഞ്ഞതുപോലെ ഒരു തുടർച്ചയും നിലനിൽക്കുന്നുണ്ടാകും, ഒരു അനുസ്യൂതി ഉണ്ടാകും. നേരത്തെ ഈ പറഞ്ഞ രീതിയിലുള്ള പലതരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ പ്രസ്ഥാന ഭേദങ്ങൾ എല്ലാം തന്നെ താൽക്കാലികമായി ഉപയോഗപ്രദങ്ങൾ ആണെങ്കിലും അത്തരത്തിലുള്ള വിഭജനങ്ങൾ ആത്യന്തികമായി കവിത എന്ന സമഗ്രതയിൽ, കവിത എന്ന സാകല്യത്തിൽ ഈ പ്രസ്ഥാന ഭേദങ്ങൾക്ക് വളരെ താൽക്കാലികമായ അക്കാദമികമായ പ്രാധാന്യം മാത്രമേ ഉള്ളൂ എന്ന് പറയാം. രണ്ടാമതായിട്ടുള്ള നമ്മൾ പറഞ്ഞു വരുന്നൊരു ദ്വന്ദ്വം, അത് ഞാൻ ഏതാണ്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. പാരമ്പര്യവും ആധുനികതയും തമ്മിൽ ഉള്ള വിഭജനമാണ്. നമ്മൾ പറയും ചില കവികൾ പാരമ്പര്യത്തിന്റെ കവികളാണ്, ചില കവികൾ ആധുനികതയുടെ വക്താക്കളാണ് എന്നൊക്കെ. ഇത് പറയുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരാറുള്ളത് കന്നഡയിലും ഇംഗ്ലീഷിലും കവിതയും മറ്റേ അക്കാദമിക് ലേഖനങ്ങളും ഒക്കെ എഴുതാറുള്ള AK രാമാനുജൻ പറയാറുള്ള ഒരു കഥയാണ്.
അപ്പോ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് എന്റെ വീട്ടിൽ വിറക് വെട്ടാൻ വരുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാൾ എപ്പോഴും പറയും, ഞാൻ ഉപയോഗിക്കുന്ന ഈ മഴു, ഈ കോടാലി എന്റെ അച്ഛനും മുത്തച്ഛനും മുതുമുത്തച്ഛനും മുതുമുതുമുതുമുത്തച്ഛനും ഒക്കെ ഉപയോഗിച്ചിരുന്ന നൂറ്റാണ്ടുകളായി കുടുംബത്തിലുള്ള കോടാലിയാണെന്ന്. അപ്പൊ അയാൾ ആരുടെ ജോലിക്ക് വേണ്ടിയാണ് വന്നിരുന്നത്, അയാൾ ഈ വിറക് വെട്ടുകാരനോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇതിന്റെ പിടി ഒരിക്കലും ഒടിഞ്ഞിട്ടില്ല, ഇത് മരം കൊണ്ടുണ്ടാക്കിയതില്ല, തേഞ്ഞു പോകും, ഒടിഞ്ഞു പോകും. അപ്പൊ അയാൾ സമ്മതിക്കുന്നു, ഓ തീർച്ചയായിട്ടും പിടി പലപ്പോഴും മാറിയിട്ടുണ്ട്, അനേകം തവണ മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അലകോ, അതായത് അതിന്റെ വെട്ടുന്ന ഭാഗം, ഇരുമ്പിന്റെ ഭാഗം, ബ്ലേഡ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന, അപ്പൊ അതിന്റെ അലക് എന്താണ്, അതും തേഞ്ഞു പോകുകയും തുരുമ്പ് പിടിക്കുകയൊക്കെ ചെയ്യില്ലേ, മാറ്റിയിട്ടുണ്ടാവില്ലേ? അതും അനേകം തവണ മാറ്റിയിട്ടുണ്ട്, പക്ഷെ കോടാലി അത് തന്നെയാണ്. ഇത് പ്രത്യക്ഷത്തിലൊരു നർമ്മകഥയാണ്. പക്ഷെ രാമാനുജൻ ഈ കഥ പറയുന്നത് വളരെ ആഴത്തിലുള്ള ഒരു കാര്യം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, കവിതയുടെ തുടർച്ചയെ പറ്റി പറയാനാണ്. അതായത് പ്രത്യക്ഷത്തിൽ അലകും പിടിയും മാറി, നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ശൈലി തന്നെയുണ്ടെന്ന് നമുക്കറിയാം, അലകും പിടിയും മാറി, പക്ഷേ കവിത തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു. പഴയ കാലത്തെ കവിത വായിക്കുമ്പോൾ കിട്ടുന്ന തരത്തിലോ ഉള്ള ഒരു പ്രത്യേക തരത്തിലുള്ള അനുഭൂതി മറ്റ് കഥയിൽ നിന്നോ നാടകത്തിൽ നിന്നോ നോവലിൽ നിന്നോ ഒന്നും നമുക്ക് കിട്ടാത്ത ഒരു സവിശേഷ അനുഭൂതി കവിത നമുക്ക് തരുന്നു. അത് പണ്ടും തന്നിരുന്നു, അത് ഇപ്പോഴും തരുന്നു. ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടാലും, അത് പരമ്പരാഗതമായ രൂപത്തിൽ എഴുതപ്പെട്ടാലും ആധുനികമായ രൂപത്തിൽ എഴുതപ്പെട്ടാലും, അത് അങ്ങനെ എഴുതാൻ കഴിയൂ എന്നുള്ള ഒരു ഇനവിറ്റബിലിറ്റി, ഒരു അനിവാര്യത ആ കവിത നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇപ്പോ ആറ്റൂർ രവിവർമ്മ പറയുന്നുണ്ട്, തുഞ്ചത്തെഴുത്തച്ഛനും ഞാനുമായി 3-4 നൂറ്റാണ്ട് ദൂരം, ഇന്നലത്തേതും പരിചയമില്ലാത്തതായി മാറുമ്പോൾ എനിക്കത് ചെല്ലുവാൻ വയ്യാത്ത ഭൂതം, വിദൂരം അന്യമാകാശം എന്ന്. എഴുത്തച്ഛൻ വളരെ ദൂരെയാണ്, എനിക്കൊരിക്കലും എത്തിപ്പെടാൻ കഴിയാത്തത്ര ദൂരെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വാസ്തവത്തിൽ ആറ്റൂർ രവിവർമ്മ എഴുത്തച്ഛനിൽ നിന്ന് അത്ര ദൂരെയാണോ, അല്ലെങ്കിൽ എഴുത്തച്ഛൻ ആറ്റൂർ രവിവർമ്മയിൽ നിന്ന് അത്ര ദൂരെയാണോ? ഈ രണ്ട് കവികളെയും നിങ്ങൾ ഒന്നിച്ച് വായിച്ചു നോക്കുക. ഒരുപാട്, നിങ്ങൾ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് വായിക്കുന്നതെങ്കിൽ ഒരുപാട് തുടർച്ചകൾ കാണാൻ കഴിയും. അല്ലാതെ നിങ്ങൾ വ്യത്യാസങ്ങൾക്ക് വേണ്ടിയാണ് വായിക്കുന്നതെങ്കിൽ വ്യത്യാസങ്ങളും കാണാൻ കഴിയും. താരതമ്യ സാഹിത്യം എന്ന് പറയുന്ന സാഹിത്യ പഠന വിഭാഗം, കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇതാണ്, ഈ സാമ്യങ്ങൾ കണ്ടെത്താനും അതേസമയത്ത് തന്നെ വ്യത്യാസങ്ങൾ കണ്ടെത്താൻ, സാധർമ്യങ്ങളും വൈധർമ്യങ്ങളും കണ്ടെത്താനുള്ള സാഹിത്യ പരിശ്രമങ്ങളെയാണ് പൊതുവെ നാം താരതമ്യ സാഹിത്യം എന്ന് പറയുന്നത്. പക്ഷെ ഈ ദൂരം എന്ന് പറഞ്ഞത്, രവിവർമ്മ പറഞ്ഞ ദൂരം ഒരു സത്യം തന്നെയാണ്. പക്ഷെ ഭാഷയുടെ സവിശേഷമായ ഒരു സർഗാവിഷ്കാരമായിരുന്നു എഴുത്തച്ഛൻ കവിത, ഭാഷയുടെ സവിശേഷമായ ഒരു സർഗാവിഷ്കാരമായിരുന്നു ആറ്റൂർ രവിവർമ്മയ്ക്കും കവിത എന്ന് നമുക്ക് പറയാം. അപ്പൊ കവിത കാലത്തിൽ വർത്തിക്കുകയും ഒപ്പം തന്നെ കാലത്തിന്റെ പുറത്തേക്ക് കുതിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പൊ പാരമ്പര്യം എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഇന്നത്തെ ഒരു കവിനെ സംബന്ധിച്ച് എന്താണ് പാരമ്പര്യം? എനിക്ക് തോന്നുന്നു 2-3 പാരമ്പര്യങ്ങൾക്ക് അവകാശിയാണ് ഇന്ന് എഴുതുന്ന ഒരു കവി എന്നുള്ളത് ഞാൻ ജെൻഡർലെസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കവയിത്രി എന്നുള്ള പദം ഉപയോഗിക്കാറില്ല. ഇംഗ്ലീഷിലും പോയറ്റസ് എന്നുള്ള വാക്ക് വളരെ പണ്ടേ അപ്രത്യക്ഷമായി കഴിഞ്ഞു. അതുപോലെ മലയാളത്തിൽ നമ്മൾ ആ കവയിത്രി എന്ന് പറയേണ്ട കാര്യമില്ല, കവി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അപ്പോ ഇന്നത്തെ ഒരു കവി സ്വന്തം ഭാഷയുടെ പാരമ്പര്യം മാത്രമല്ല സ്വന്തമാക്കുന്നത് വാസ്തവത്തിൽ. കാരണം നമ്മൾ ഒരുപാട് മറ്റ് ഭാഷകൾ, ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള പരിഭാഷകൾ വായിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള യൂറോപ്പിലും അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെയുള്ള കവിതകളുടെ പരിഭാഷകൾ വായിക്കുന്നുണ്ട്. അങ്ങനെ മലയാള കവിതയുടെയും ഇന്ത്യൻ കവിതയുടെയും ലോക കവിതയുടെയും ഒക്കെ തന്നെയായ ഒരു മഹാപാരമ്പര്യത്തിനകത്തിരുന്നു കൊണ്ടാണ് ഇന്നത്തെ ഒരു കവി എഴുതുന്നത്. അപ്പൊ ഒരു പാരമ്പര്യം എന്ന് പറയുന്നതിനേക്കാളേറെ ഒരുപക്ഷെ നമുക്ക് അത് ബഹുവചനത്തിൽ പാരമ്പര്യങ്ങൾ എന്ന് പറയുകയായിരിക്കും ശരിയെന്ന് തോന്നുന്നു. ആ പല പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യങ്ങളിൽ നിന്ന് ഓരോ കവിയും നടത്തുന്ന തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായിരിക്കാം. ഏത് പാരമ്പര്യത്തെയാണ് പിന്തുടരുന്നത്, അല്ലെങ്കിൽ ഏത് പാരമ്പര്യമാണ് തന്നെ പ്രചോദിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ കവികൾ വ്യത്യസ്തമായ ഉത്തരങ്ങൾ നൽകിയെന്ന് വരാം. പക്ഷെ ആത്യന്തികമായി ഈ പാരമ്പര്യങ്ങൾ തന്നെയാണ്, ഈ പാരമ്പര്യങ്ങളുടെ പ്രചോദനം തന്നെയാണ് കവികളെ കൊണ്ട് ഇന്നും എഴുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും. അതിന്റെ ഭാവുകത്വ വിശേഷങ്ങൾ, ശൈലികൾ, വാക് സങ്കല്പനങ്ങൾ, അല്ലെങ്കിൽ കാവ്യ സങ്കേതങ്ങൾ, കവിതാഘടനകൾ, രൂപഗുണങ്ങൾ, നമ്മുടെ ഷോൺറുകൾ എന്ന് പറയുന്ന തരത്തിലുള്ള പ്രത്യേക രൂപങ്ങൾ, അതുപോലെ കാനോനുകൾ, അത് നമ്മൾ മാനദണ്ഡങ്ങളാക്കുന്ന രീതിയിലുള്ള കവിതകൾ, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പല ഘടകങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോഴും ആത്യന്തികമായി ഞാൻ പറഞ്ഞതുപോലെ കവിതയായി തന്നെ ഇരിക്കുകയും ചെയ്യും. അതുപോലെ ചില കാലങ്ങളിൽ ചില പാരമ്പര്യങ്ങൾ മുന്നോട്ട് വരും,
ചില പാരമ്പര്യങ്ങൾ പിന്നോട്ട് പോയെന്ന് വരും, മറ്റൊരു കാലത്ത് ഈ പിന്നോട്ട് പോയ പാരമ്പര്യങ്ങൾ മുന്നോട്ട് വന്നു എന്ന് വരും. ഇതെല്ലാം വളരെ സാധാരണമാണ്. അതുപോലെ കവിതയുടെ ഭാഷയിലും മാറ്റം ഉണ്ടാകും. നമുക്കറിയാം, ഇന്ന് മലയാളത്തിൽ തന്നെ ധാരാളം ആദിവാസി ഭാഷകളിൽ കവിത എഴുതുന്നവരുണ്ട്, അല്ലെങ്കിൽ മുക്കുവരുടെ ഭാഷയിൽ കവിത എഴുതുന്നവരുണ്ട്. ഇങ്ങനെ അനേകം ആളുകൾ, ഇപ്പോൾ സുകുമാരൻ ജാലികതയോ അല്ലെങ്കിൽ ഡി അനിൽകുമാറോ, അങ്ങനെയുള്ള ഒരുപാട് കവികൾ, ഇന്ന് അശോകൻ മറയൂരോ, ഒരുപാട് കവികളുണ്ട്. വിജിലയും വിവിധയും ഉണ്ട്. പല രീതിയിൽ പല ഭാഷകളിൽ സ്വന്തം താൻ വളർന്നു വന്ന, താൻ പഠിച്ച സാഹചര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മലയാള ഭാഷയിൽ കവിത എഴുതുന്ന ഒരുപാട് കവിതകൾ നമ്മുടെ കാലത്ത് ഉണ്ട് എന്ന് പറയാം. നമ്മുടെ എസ് ജോസഫിന്റെ കാലം മുതൽ നമ്മൾ ദളിത് കവിതയെ കുറിച്ച് പറയാൻ തുടങ്ങി. അതിനു മുമ്പേ ദളിത് കവിത ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ ദളിത് കവിത എന്ന് വിശേഷിപ്പിച്ചിരുന്നില്ല. അപ്പൊ നമ്മൾ ജോസഫിന്റെയോ രേണുകുമാറിന്റെയോ അല്ലെങ്കിൽ മനോജിന്റെയോ വി ആർ സന്തോഷിന്റെയോ ബിനു പള്ളിപ്പാടിന്റെയോ അല്ലെങ്കിൽ വിജില ചെറുപ്പാടിന്റെയോ എം ആർ രാധാമണിയുടെയോ ഒക്കെ കവിതകളെ നമ്മൾ ദളിത് കവിത എന്ന് പറയുന്നു. കാരണം ഒരു ദളിത് ജീവിത പരിസരം, അതുപോലെ ഭാഷയുടെ ഈ പരിസരം ആ കവിതകളിൽ ഉള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സുകുമാരൻ ചാലികതയുടെയോ ശിവലിംഗന്റെയോ അശോകൻ മറയൂരിന്റെയോ ഒക്കെ കവിതയില് അവര് ആദിവാസി ഭാഷകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ മലയാളം തന്നെ ഒറ്റ ഭാഷയാണോ എന്നൊക്കെ ചോദ്യം ഉയർന്നു വരുന്ന ഒരു കാലമാണിത്. മലയാളങ്ങൾ എന്ന് നാം പറയണ്ടേ എന്നുള്ള വളരെ ശരിയായ ഒരു ചോദ്യം ഉയർന്നു വരുന്ന ഒരു കാലമാണിത്. മാനക മലയാളം വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം മലയാളികളെ എല്ലാം ഒന്നിച്ച് യോജിപ്പിക്കുക, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു മലയാളമാണ്. അങ്ങനെ ഒരു മലയാളത്തിന്റെ ആവശ്യം നിശ്ചയമായി ഉണ്ട്. അതേസമയം സർഗാത്മകമായി ഈ ഉപഭാഷകളെ പലതിനെയും ഉപയോഗപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. നോവലിസ്റ്റുകളൊക്കെ പണ്ടേ ഈ ഡയലക്റ്റുകൾ എന്ന് പറയുന്ന പല പ്രാദേശിക വാമൊഴികളെയൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കവികളും അത് ഉപയോഗിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കാവ്യാധ്യാപനത്തെ ഒരു വലിയ ഭാരമായി കാണുന്ന ആളുകളാണ് പലപ്പോഴും കവിതയെ ലളിതവൽക്കരിക്കുകയും ഈ തരത്തിലുള്ള ദ്വന്ദ്ങ്ങളാക്കി മാറ്റുകയും പ്രസ്ഥാന ഭേദങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് എന്ന് കാണാം. പാരമ്പര്യവും ആധുനികതയും സമകാലീനതയും സാർവലൗകികതയും അല്ലെങ്കിൽ ധ്വനിയും വൈഷദ്യവും ഇങ്ങനെയുള്ള ഒരുപാട് സ്വന്തം പാരമ്പര്യവും അന്യപാരമ്പര്യങ്ങളും നൃത്തവും നൃത്തമില്ലായ്മയും വ്യക്തി അനുഭവവും സാമൂഹ്യ അനുഭവവും ശുദ്ധ കവിതയും അശുദ്ധ കവിതയും ചരിത്രവും വർത്തമാനവും മിത്തും യാഥാർത്ഥ്യവും അല്ലെങ്കിൽ അനുഭവവും ഭാവനയും പ്രചോദനവും പരിശ്രമവും നീതിബോധവും ലാവണ്യബോധവും ഐന്ദ്രജാലികതയും വിപ്ലവാത്മകതയും ലഘുതയും ഗുരുത്വവും ഇങ്ങനെ എല്ലാം തന്നെ ഇതൊക്കെ വൈരുദ്ധ്യങ്ങളായിട്ട്, ബൈനറികളായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ ദ്വന്ദ്ങ്ങളായിട്ട് കവിതയെ കാണുന്ന ഒരു സമ്പ്രദായം അധ്യാപനത്തിലൂടെയും നിരൂപണത്തിലൂടെയും ഒക്കെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കാവ്യാനുഭവം എന്ന ആ ഒരു മുഹൂർത്തത്തിൽ ഈ ദ്വന്ദ്ങ്ങളൊക്കെ ഇല്ലാതാവുകയും ഒരു സമഗ്രതയായി കവിത മാറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ആധുനികതയെക്കുറിച്ച്, ആദ്യകാലത്ത് ആധുനികതയെക്കുറിച്ച് വളരെ അധികം എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ, നിങ്ങൾക്കറിയാം. ഈ ആധുനിക കവിത എന്ന പേരിൽ അയ്യപ്പപ്പണിക്കരും ഒക്കെ ആവിർഭവിക്കുന്ന ഒരു കാലത്ത് അവയെക്കുറിച്ചും എന്താണ് പുതിയ കവിത എന്ന് അതിനെക്കുറിച്ചും ഒക്കെ ധാരാളം എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ വളരും തോറും എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാകുന്നത് ഈ ആധുനികത എന്ന് പറയുന്നത് ഇന്ന് ഈ ഒരു പ്രത്യേക കാലത്ത് എഴുതപ്പെടുന്ന കവിത അല്ല, അല്ലെങ്കിൽ ആ അർത്ഥത്തിലല്ല ആധുനികത എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ആധുനികത എന്ന് പറയുന്നത് ഒരു കാവ്യ ഗുണമാണ്. അത് കബീറിലോ ഷേക്സ്പിയറിലോ അല്ലെങ്കിൽ ഇതിന് പഴയ ഡിവൈൻ കോമഡി, ഡാന്റെയുടെ ഡിവൈൻ കോമഡിയിലോ ഹോമറിന്റെ മഹാകാവ്യങ്ങളിലോ വാൽമീകിയുടെ രാമായണത്തിലോ അല്ലെങ്കിൽ വ്യാസൻ അഥവാ വ്യാസന്മാർ എഴുതിയതായി കരുതപ്പെടുന്ന മഹാഭാരതത്തിലോ ഇതിലൊക്കെ നമുക്ക് ഈ സമകാലീന ജീവിതത്തോട് സംവദിക്കുന്ന സന്ദർഭങ്ങൾ ധാരാളമായി കാണാൻ കഴിയും. കാരണം ഇതിലൊക്കെ മനുഷ്യന്റെ ധർമ്മസങ്കടങ്ങളാണ് നിറയെ ഉള്ളത്. വാൽമീകി രാമായണം എന്ന് പറഞ്ഞാൽ ധർമ്മസങ്കടങ്ങളുടെ കഥയാണ്. ഒരു ഭാഗത്ത് രാമന്റെ സങ്കടമുണ്ട്, മറ്റൊരു ഭാഗത്ത് സീതയുടെ സങ്കടമുണ്ട്. മഹാഭാരതത്തിന്റെ അവസാനം എന്തിനാ നമ്മൾ യുദ്ധം ചെയ്തേ എന്നാണ് പാണ്ഡവര് അത്ഭുതപ്പെടുന്നത്. കാരണം മുമ്പിൽ പരന്നു കിടക്കുന്ന മരുഭൂമിയും രക്തനദികളും ഒഴുകിപ്പോകുന്ന ജഡങ്ങളും വെട്ടിത്തള്ളപ്പെട്ട മരങ്ങളും എല്ലാം കണ്ട് എന്തിനാണ് നമ്മൾ യുദ്ധം ചെയ്തത് എന്ന് അത്ഭുതപ്പെടുകയും വ്യാസൻ തന്നെ നീതിക്ക് വേണ്ടി കൈ ഉയർത്തി നിലവിളിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഒരു നിലവിളി കവിതയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. നീതിക്ക് വേണ്ടിയുള്ള, സത്യത്തിന് വേണ്ടിയുള്ള, ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു നിലവിളി കവിതയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ആധുനികത എന്ന് പറയുന്നത് ഇന്ന് എഴുതപ്പെടുന്നത് കൊണ്ട് മാത്രം കവിത ആധുനികമാവുകയും നാളെ എഴുതപ്പെടുമ്പോൾ അത്യാധുനികമാവുകയും മറ്റന്നാൾ എഴുതപ്പെടുമ്പോൾ അത്യന്താധുനികമാവുകയും ഒന്നും ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു പക്ഷേ ഇത് എന്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു പാഠമാണ്. ഈ ആധുനികത എന്ന് പറയുന്നത് കവിതയുടെ ഒരു ഗുണമാണ്.
അത് എല്ലാ കാലത്തും പുതുതായിരിക്കാൻ, എല്ലാ കാലത്തോടും സംവദിക്കാൻ, എല്ലാ തലമുറകളോടും സംസാരിക്കാൻ ഉള്ള കവിതയുടെ കഴിവ്, ആ ഗുണത്തെയാണ് ഒരുപക്ഷെ നാം ആധുനികത എന്ന് പറയേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. കബീർ മൈ കണ്ടംപററി എന്ന് പറഞ്ഞ ഞാൻ ഇംഗ്ലീഷിൽ ഒരു ലേഖനം എഴുതിയിട്ട്, കബീർ എന്റെ സമകാലീനൻ. അപ്പോൾ കബീറിനെ ഞാൻ കാണുന്നത് എന്റെ സമകാലീനായിട്ടാണ്, പഴയ ഒരു 14ാം നൂറ്റാണ്ടിലെ കവിയായിട്ടല്ല, എന്നോടൊപ്പം ജീവിക്കുന്ന, ഇന്നും എന്റെ മനസ്സിൽ ജീവിക്കുന്ന ഒരു കവിയായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള കവികൾ, ഞാൻ നേരത്തെ ഭക്തി സൂഫി കവികളെ കുറിച്ച് ഒരുപാട് പറഞ്ഞു, ആ കവികളൊക്കെ തന്നെ ഇന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും നമുക്ക് സമകാലീനമായ അനുഭവങ്ങൾ നൽകുകയും സമകാലീന പ്രസക്തിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ഞാൻ അത് നേരത്തെ സൂചിപ്പിച്ച രൂപം ഭാവം എന്നുള്ള വിഭജനം, അതിലും വളരെ അങ്ങനെ വിഭജിക്കാൻ കഴിയില്ല കവിതയിൽ. രൂപവും കവിത എഴുതുമ്പോൾ ഇത് രണ്ടും ഒന്നിച്ചാണ് വരുന്നത്. ഒരു പ്രത്യേക രൂപത്തിലാണ് കവിത വരുന്നത്. ആ ഒരു പ്രത്യേക ഭാവത്തിന് ചേരുന്ന ഒരു രൂപം സ്വയമേവ തന്നെ രൂപപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. അതിനെ പഠിക്കാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ വിഭജിക്കേണ്ടി വന്നേക്കാമെങ്കിലും കവിയെ സംബന്ധിച്ചോ കവിതയെ സംബന്ധിച്ചോ രൂപകവും ഭാവവും വെവ്വേറെ നിൽക്കുന്നില്ല. അത് ഒരൊറ്റ ജൈവ ഐക്യത്തിലാണ് കവിതയിൽ നിലകൊള്ളുന്നത് എന്ന് പറയാം. അത് ഗദ്യരൂപങ്ങളാവാം, പദ്യരൂപങ്ങളാവാം. ഈ ഗദ്യരൂപങ്ങളും പലരും വിചാരിക്കുന്നത് പോലെ ഈ ആധുനികതയുടെ കാലത്ത് മാത്രം വന്നതല്ല. മലയാളത്തിൽ പണ്ടേ ഉണ്ട് ചാറ്റ് ഗദ്യങ്ങൾ ഉണ്ട്. അല്ലെങ്കിൽ ഈ അയ്യപ്പൻ വിളക്കിലൊക്കെ ഉള്ള വേട്ടവിളിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അത് ഗദ്യവും അല്ല പദ്യവും അല്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള രൂപമാണ്. അങ്ങനെ ഒരു പാരമ്പര്യം വാസ്തവത്തിൽ നമുക്ക് ഉണ്ട്. ആധുനികർ അതിനെ ഒന്ന് റിവൈവ് ചെയ്തു, പുനരുജ്ജീവിപ്പിച്ചു എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഗദ്യരൂപങ്ങളാകാം, വൃത്തരൂപങ്ങളാകാം, വൃത്തമില്ലാത്ത തരത്തിലുള്ള പദ്യരൂപങ്ങളാകാം, പലപ്പോഴും മുക്ത ഛന്ദസ് എന്നൊക്കെ പറയുന്ന, അതായത് കൃത്യമായ ഛന്ദസ് ഇല്ല, ചില ഛന്ദസ്സുകളുടെ ഛായകൾ അതിലുണ്ടാവും. നമുക്ക് കാടൊക്കെ അധികം കവിതകൾ എഴുതിയിട്ടുള്ള അങ്ങനെ ഒരു മുക്ത ഛന്ദോ രൂപങ്ങളിലാണ്. ആർ രാമേന്ദ്രന്റെ കവിതകളിലും ഒക്കെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഇത് കൃത്യമായി വിളിക്കാവുന്ന കേകാകാകളി എന്നൊക്കെ വിളിക്കാവുന്ന രൂപങ്ങൾ അതിൽ കണ്ടെന്നു വരില്ല. പക്ഷെ അത് അന്വേഷിച്ച് പോകുമ്പോൾ ചില വൃത്തങ്ങളോടൊക്കെ ചില സമാനതകൾ പുലർത്തുന്ന, എന്നാൽ ആവശ്യമുള്ളപ്പോൾ സ്വാതന്ത്ര്യം എടുക്കുന്ന തരത്തിലുള്ള രൂപം പണിക്കര് കുരുക്ഷേത്രത്തിൽ എന്നുള്ള ഒറ്റ കവിതയിൽ തന്നെ പണിക്കര് ഇത്തരത്തില് പല ഭാഗങ്ങളിലും സ്വതന്ത്രമായ രീതിയിൽ ഛന്ദസിന്റെ ഉപയോഗം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ രൂപങ്ങളൊക്കെ ഈ ഭാവങ്ങളുമായി ബന്ധപ്പെട്ട്, പറയാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രൂപത്തെ മാറ്റി നിർത്തണമെന്നോ ഇന്ന രൂപത്തിൽ എഴുതിയാലേ നമ്മുടെ കാലത്തെ കവിതയാകൂ എന്നോ ഒക്കെ പറയുന്നതിന് വലിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ അനുഭവവും എന്റെ പ്രയോഗവും അത് തന്നെയാണ് കാണിച്ചു തരുന്നത്. ചിലപ്പോൾ ചില കവിതകൾ വൃത്തത്തിൽ ആണ് വരുന്നത്, കൃത്യമായ വൃത്തങ്ങളിൽ തന്നെ വന്നു വരും. നിങ്ങൾക്കറിയാം ഇവനെ കൂടി പോലെയൊക്കെയുള്ള ഒരുപാട് കവിതകൾ, കേകയിൽ ഒരുപാട് കവിതകളുണ്ട്, എന്റെ കാകടിയിലുണ്ട്, അന്നനടയിലുണ്ട്, അനുഷ്ടുപ്പിലുണ്ട് ചില കവിതകൾ. അപ്പോൾ അതേസമയത്ത് ഗദ്യത്തിലുള്ള ധാരാളം കവിതകളുമുണ്ട്. അപ്പൊ അത് ആ കവിതയുടെ ഭാവവുമായി ബന്ധപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ വരുന്ന രൂപങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് ഒരുപക്ഷെ എല്ലാ കവിതകളെ കുറിച്ചും തന്നെ പറയാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് ആത്യന്തികമായി ഈ രൂപഭാവ ബന്ധം ഒരു ജൈവ ബന്ധമാണ്, ഓർഗാനിക് റിലേഷൻഷിപ്പാണ്. അതല്ലാതെ കൃത്രിമമായി വേർപെടുത്താനും കഴിയുന്ന കാര്യമല്ല. മറ്റൊരു ദ്വന്ദ്വം ധ്വനിയും വൈശദ്യവുമാണ്. ഇതേ ധ്വനി സിദ്ധാന്തകാരന്മാർ പറയുക ധ്വനിയാണ് കവിത എന്നാണ്. ശരിയാണ്. കവിതയെ മറ്റു രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം സജഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ധ്വനി എന്ന് പറയുന്ന കാര്യമാണ്. അതായത് ഒരു ഉൾമുഴക്കം. ഈ ധ്വനിക്ക് തന്നെ പല നിർവചനങ്ങളുണ്ട്. അതിന്റെ പല നിർവചനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് അംഗീകാരം യോഗ്യമായി തോന്നിയ ഒരു വിവരണമുണ്ട് ധ്വനിയെ കുറിച്ച്. അത് ഓരോ വാക്കിനുമുള്ള ധ്വനിയെ കുറിച്ചല്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ കവിത മുഴുവൻ വായിച്ചു കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ ബാക്കിയാകുന്ന ഒരു മുഴക്കം, അതിനെയാണ് ഏറ്റവും സമീപകാല സൈദ്ധാന്തികരെല്ലാവരും തന്നെ ധ്വനിയെ കാണുന്നത് ആ രീതിയിലാണ്. ഓരോ വാക്കിനും, എല്ലാ വാക്കിനും നമുക്കറിയാവുന്ന എല്ലാ വാക്കിനും അതിന്റെ വാക്കുകൾക്ക് ഓർമ്മകളുണ്ട്, വാക്കുകൾക്ക് സ്വപ്നങ്ങളുണ്ട്, വാക്കുകൾക്ക് നിറങ്ങളുണ്ട്, വാക്കുകൾക്ക് എല്ലാ പഞ്ചേന്ദ്രിയങ്ങളുടെയും ഗുണങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. അതേസമയം തന്നെ ഈ പ്രത്യേക രീതിയിൽ ധ്വനി എന്ന കവിതയെക്കുറിച്ച് മൊത്തം പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് ഒരു കവിത നമ്മൾ വായിക്കുന്നു, അത് വരിയായി വായിക്കുന്നു, ഒന്നിച്ചു വായിക്കുന്നു. ഈ വായനയൊക്കെ കഴിഞ്ഞിട്ട് എന്തോ ഒന്ന് ആ കവിതയുടെ വരികളും വാക്കുകളൊക്കെ മുഴുവൻ മറന്നു കഴിഞ്ഞാലും ആ കവിതയുടെ എന്തോ ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ വീണ്ടും
നിലനിൽക്കുകയും മുഴങ്ങുകയും ചെയ്യുന്നു. ആ അനുഭവത്തെയാണ് ധ്വനി എന്ന് പറയേണ്ടത് എന്നാണ് സമീപകാല ധ്വനി സിദ്ധാന്തകാരന്മാർ പലരും പറയുന്നത്. അതിലൊരു ശരിയുണ്ട് എന്ന് എൻ്റെ പാരായണ അനുഭവം പറയുകയും ചെയ്യുന്നു. അപ്പോ വൈഷദ്യം ഉള്ളത് കൊണ്ട് ധ്വനി ഇല്ലാതാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചില കവിതകളിൽ ചില സമയങ്ങളിൽ വിശദീകരിക്കേണ്ടി വരും. ഒരു പ്രകൃതിയുടെ ഒരു വർണ്ണനയെ കൂടി മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരു ആഖ്യാന കവിതയാണെങ്കിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കണമെങ്കിൽ ആ കഥാപാത്രത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞേ തീരൂ. അതിന് വൈഷദ്യം എന്ന് അല്ലെങ്കിൽ അതിനെ അതിവാചാലത എന്ന് വിളിക്കാൻ കഴിയില്ല. അത് അനിവാര്യമായ ഒരു സംഗതിയാണ്. ഇത്തരത്തിലുള്ള പ്രകൃതി വർണ്ണനയായാലും മനുഷ്യവർണ്ണനയായാലും ശരി, അവയിലൊക്കെ തന്നെ. അപ്പൊ അതിന് ഒരു കവിത ദീർഘമായത് കൊണ്ട് അത് അതിവാചാലമാണെന്ന് പറയാൻ കഴിയില്ല. ആ ദൈർഘ്യം ന്യായീകരിക്കപ്പെടാവുന്നതാകണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു കവിത 3 വരിയിൽ മാത്രമായതുകൊണ്ട് അതൊരു ധ്വന്യാത്മകമായ കവിതയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം 3 വരിയിൽ നിങ്ങൾക്ക് ശുദ്ധ അസംബന്ധം എഴുതാനും കഴിയും. ഗംഭീരമായ ഹൈക്കു, ജാപ്പാനിലെ പഴയ ഭാഷയൊക്കെ എഴുതിയിട്ടുള്ള ഹൈക്കുകൾ പോലുള്ള കവിതകൾ എഴുതാനും കഴിയും. അഗാധമായ ദാർശനികതയുള്ള കവിതകൾ എഴുതാനും കഴിയും. അപ്പൊ കവിത ധ്വനിയോ വൈഷദ്യമോ എന്നുള്ള ചോദ്യം ഉത്ഭവിക്കുന്നില്ല. വാസ്തവത്തില് ധ്വനി ഉണ്ട്, ആവശ്യമുള്ളിടത്ത് വൈഷദ്യം, അതായത് വിശദമായ വിവരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്, ക്ഷമിക്കുക, വ്യക്തിയാണോ സമൂഹമാണോ കവിതയിലെ മുൻപിൽ നിൽക്കേണ്ടതെന്ന്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള വളരെ അസംഗതമായ ഒരു ചോദ്യമാണ്. കാരണം അതിന് കാരണം ഈ വ്യക്തി സമൂഹം എന്നുള്ള ദ്വന്ദ്വം തന്നെ ഒരു കപട ദ്വന്ദ്വമാണെന്നാണ്. ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ? കവി എഴുതുന്നത് ഭാഷയിലാണ്. ഈ ഭാഷയിലെ വാക്കുകൾ കവി ഉണ്ടാക്കിയതാണോ? വാസ്തവത്തിൽ എത്രയോ തലമുറകളായി നിലനിൽക്കുന്ന വാക്കുകൾ തന്നെയാണ് കവി ഉപയോഗിക്കുന്നത്. പുതിയ രീതികളിൽ അയാൾ അല്ലെങ്കിൽ അവൾ ചേരുവകൾ ഉണ്ടാക്കി എന്ന് വരാം. പുതിയ ചേരുവകൾ ഉണ്ടാക്കാം, വാക്കുകളുടെ പുതിയ ബിംബങ്ങൾ ഉണ്ടാക്കാം, രൂപങ്ങൾ ഉണ്ടാക്കാം, പുതിയ രീതിയിലുള്ള ഉപമകൾ ഉണ്ടാക്കാം, പുതിയ രീതിയിൽ കാര്യങ്ങൾ പറയാം. പക്ഷെ അപ്പോഴൊക്കെ തന്നെ ഈ വാക്കുകൾ അതാണ് പറയാൻ എപ്പോഴും വാക്കുകളുടെ ഓർമ്മയെ കുറിച്ച് പറയും ഈ ശബ്ദശാസ്ത്രകാരന്മാരൊക്കെ. ഓരോ വാക്കിലും അത് പല കാലങ്ങളിലായി ഉപയോഗിക്കപ്പെട്ടതിന്റെ മുഴുവൻ ഓർമ്മകളും ഒരു പരിവേഷം പോലെ നിലനിൽക്കുന്നു എന്ന് പറയും. ഒരു വാക്ക്, പ്രത്യേകിച്ച് കവി ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അപ്പോഴത്തെ അർത്ഥത്തിന് വേണ്ടി, ഡിക്ഷണറിയിൽ നോക്കിയാൽ കാണുന്ന അർത്ഥത്തിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്. ആ വാക്ക് ഒരു പക്ഷെ മുൻപൊരു കവി ഉപയോഗിച്ചിട്ടുണ്ടാവാം, ഒരു കവിയല്ല പല കവികൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. ആ സന്ദർഭങ്ങളെയൊക്കെ തന്നെ ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി കൂടിയാകാം ആ ഒരു പ്രത്യേക വാക്ക് ഒരു കവിതയിലെ ഒരു കവി ഉപയോഗിച്ചത്. അപ്പൊ വേറൊരു വാക്ക് ഉപയോഗിച്ചാൽ ആ തരത്തിലുള്ള ഒരു ധ്വനി അതിന് കിട്ടുകയില്ല. ആ തരത്തിലുള്ള ഒരു മുഴക്കം, ആ തരത്തിലുള്ള ഓർമ്മകളുടെ ഒരു പരമ്പര ആ വാക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് കവി ആ പ്രത്യേക വാക്ക് അവിടെ തിരഞ്ഞെടുത്തത്. അപ്പൊ കവികളുടെ വാക്കുകളുടെ തിരഞ്ഞെടുപ്പാണ് കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ആ തിരഞ്ഞെടുപ്പിന് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. ഒരു വാക്ക് ഒരു കവി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രൂപഗുണങ്ങൾ കൊണ്ടാകാം, അതിന്റെ ധ്വന്യാത്മകത കൊണ്ടാകാം, അതിൽ നിലനിൽക്കുന്ന ഓർമ്മകൾ കൊണ്ടാകാം, അത് മനുഷ്യരിൽ കൊണ്ടുവരുന്ന സ്വപ്നങ്ങളോ ഭാവനകളോ കൊണ്ടും ആകാം. പല കാരണങ്ങൾ കൊണ്ടും കവികൾ വാക്ക് തിരഞ്ഞെടുത്തു എന്ന് വരാം. അപ്പൊ ഭാഷ തന്നെ സമൂഹത്തിന്റെ സൃഷ്ടിയായതുകൊണ്ട് ഭാഷയിൽ പ്രവർത്തിക്കുന്ന ഒരു കവിയെയും നമുക്ക് കേവലം വ്യക്തി എന്നോ നിർസാമൂഹികൻ, അസോഷ്യൽ എന്നോ പറയാൻ കഴിയുകയില്ല. കാരണം കവി ഭാഷ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ കവി സമൂഹത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഭാഷയിലേക്കുള്ള പ്രവേശം എന്ന് പറയുന്നത് സമൂഹത്തിലേക്കുള്ള പ്രവേശമാണ്. കാരണം അനേകം മനുഷ്യർ ഉപയോഗിച്ച് തയമ്പ് വീണ ഒരു ഭാഷയിലാണ് കവി എഴുതുന്നത്. അതുകൊണ്ട് ഭാഷ ഉപയോഗിക്കുന്ന ഒരാൾക്കും, കവിയായാലും നോവലിസ്റ്റ് ആയാലും പ്രബന്ധകാരനായാലും ആരായാലും, ഈ സമൂഹത്തെ ഒഴിവാക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഈ വ്യക്തി സമൂഹം എന്ന ദ്വന്ദ്വം ഭാഷയെ സംബന്ധിച്ച് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് കവിയെ സംബന്ധിച്ചും അത്തരത്തിലൊരു ദ്വന്ദ്വമില്ല. എന്നെക്കുറിച്ച് മാത്രം ഞാൻ പറയുമ്പോൾ പോലും ഞാൻ എന്നെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, മറ്റു പലരെ കുറിച്ചുമാണ്. നമുക്കറിയാം,
ഒരു പ്രണയ കവിത പോലും ഒരാൾ അയാളുടെ കാമുകിക്ക് വേണ്ടി മാത്രം വായിക്കാൻ വേണ്ടി മാത്രം എഴുതുന്ന ഒരു കവിതയായിരിക്കും. പക്ഷെ അത് വായിക്കുന്ന മൂന്നാമത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളിൽ അല്ലെങ്കിൽ അവളിൽ അതേ രീതിയിലുള്ള അനുരാഗമോ അതുമായി ബന്ധപ്പെട്ട വികാരങ്ങളോ ഒക്കെ തന്നെയാണ് ഉണരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് വേണ്ടി എഴുതുന്ന, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാത്രം എഴുതുന്ന കവിത പോലും ഒരു സ്വകാര്യ കവിതയല്ല. അങ്ങനെ ഒരു സ്വകാര്യ കവിത ഇല്ല. ആ കവിത മറ്റു പലരിലും പല രീതിയിലുള്ള അനുരണനങ്ങളും അനുസ്മരണങ്ങളും സ്മരണകളും ഒക്കെ സൃഷ്ടിക്കുന്ന ഒന്ന് ആയിരിക്കും. അതുകൊണ്ട് വ്യക്തി സമൂഹ ദ്വന്ദ്വം അതിന്റെ കാപട്യമാണ്. വ്യക്തി, ഞാൻ ഭാഷയെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല, ഭാഷ മാത്രമല്ല, നമ്മുടെ അനുഭവങ്ങളെല്ലാം തന്നെ സാമൂഹ്യ അനുഭവങ്ങൾ കൂടിയാണ്. സമൂഹമാണ് നമുക്ക്, സമൂഹവുമായിട്ടുള്ള നിരന്തരമായ ഇടപെടലാണ് നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ തരുന്നത്. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ കോപങ്ങൾ, നമ്മുടെ ധാർമ്മിക രോഷങ്ങൾ, നമ്മുടെ നീതിബോധങ്ങൾ, ഇവയൊക്കെ സൃഷ്ടിക്കുന്നതിൽ സമൂഹത്തിന് ഒരു വലിയ പങ്കുണ്ട്. സമൂഹത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് അങ്ങനെ ഒറ്റയ്ക്കൊരു വ്യക്തി ഒരു ദന്തഗോപുരത്തിൽ, അയാൾ എഴുതുന്ന സമയത്ത് ഒറ്റയ്ക്കായിരിക്കാം, അയാൾ സ്വന്തം മുറിയിലേ ഇരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ദന്തഗോപുരത്തിൽ തന്നെ ആയിരിക്കാം അയാൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ അവൾ ഇരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് കവിതയിൽ സമൂഹം കടന്നു വരാതിരിക്കുന്നില്ല. എല്ലാ വാതിലുകളെല്ലാം കൊട്ടി അടച്ചാലും സമൂഹം ഭാഷയായി, അനുഭവമായി, ഭാവമായി കവിതയിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ദ്വന്ദ്വവും ഒരു കപട ദ്വന്ദ്വമാണ് എന്ന് പറയാം. ഇതുപോലെ തന്നെയാണ് കവിത ശുദ്ധമാണോ അശുദ്ധമാണോ മുതലായിട്ടുള്ള ചോദ്യങ്ങൾ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നമ്മൾ ചില കവിതയെ ശുദ്ധ കവിത എന്ന് പറയും. അതായത് സമൂഹത്തെ പറ്റി യാതൊരു പരാമർശവും ഇല്ലാത്ത കവിത, ഒരു പൂവിനെ പറ്റി മാത്രമുള്ള കവിത, മഴവില്ലിനെ പറ്റിയുള്ള കവിത. പക്ഷെ അങ്ങനെ ആ തരത്തിലൊരു വിഭജനവും കവിതയിൽ വാസ്തവത്തിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കവിത ശുദ്ധവും അല്ലെങ്കിൽ സമൂഹം കടന്നു വന്നാൽ കവിത അശുദ്ധമായി എന്ന് കരുതുന്ന ആളുകളും ഉണ്ട്. രണ്ടു തരത്തിലുള്ള ആളുകളും നമ്മുടെ ചുറ്റുമുണ്ട്. ശുദ്ധ അശുദ്ധ കവിതകളെ കുറിച്ചുള്ള ഈ ചർച്ചകളും ആത്യന്തികമായി അർത്ഥശൂന്യമാണ്. കാരണം കവിതയിൽ പ്രകൃതി കടന്നു വരും, ചിലപ്പോൾ മനുഷ്യർ കടന്നു വരും, ഇന്നലെ കൊല്ലപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ കുറിച്ചുള്ള ഒരു ഓർമ്മ കടന്നു വരും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഒരു കവിയുടെ ഭാവനയിലേക്കും ഓർമ്മയിലേക്കും ഒക്കെ ഏത് സമയത്തും കടന്നു വരാം. അതുകൊണ്ട് കവിത ശുദ്ധമാകണമെന്നോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായ കാര്യങ്ങൾ കടന്നു വന്നാൽ അത് അശുദ്ധമായി എന്നോ ഒക്കെ കരുതുന്നത് ഒരു തരത്തിലും യുക്തിപരമല്ല, യുക്തിഭദ്രമല്ല എന്നാണ് പറയാനുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് പ്രതിജ്ഞാബദ്ധമായ കവിത, പ്രതിജ്ഞാബദ്ധമല്ലാത്ത കവിത മുതലായിട്ടുള്ള പലതരത്തിലുള്ള വിഭജനങ്ങൾ എല്ലാ കവികളിലും ഉണ്ട്. കാരണം നീതിബോധവും ലാവണ്യബോധവും കവിതയിൽ എല്ലാ കാലത്തും ഒന്നിച്ചാണ് പോയിട്ടുള്ളത്. അത് എഴുത്തച്ഛനെ കുറിച്ച് ഇടശ്ശേരി പ്രണാമം എന്നുള്ള കവിത എഴുതുമ്പോൾ പറയുന്നുണ്ട്, എഴുത്തച്ഛൻ ആദ്യം ചെയ്യുന്നത് തന്റെ എഴുത്താണി കൊണ്ട് ചാതുർവർണ്ണ്യത്തെ കുത്തിത്തുളച്ച് അവസാനിപ്പിക്കുകയാണ്. എന്നിട്ടാണ് രാമായണം എഴുതുന്നത്. എന്താ കാര്യം? കാരണം ശൂദ്രന്മാർക്ക് വേദങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു. എഴുത്തച്ഛൻ ശൂദ്രനാണ്. അപ്പൊ ശൂദ്രനായ എഴുത്തച്ഛൻ മലയാളികളുടെ മുഴുവൻ തന്നെ വേദാചാര്യനായി മാറിയെങ്കിൽ അതിന് കാരണം അദ്ദേഹം ഈ വേദങ്ങൾ അഭ്യസിച്ചു എന്ന് തന്നെയാണ്. ശൂദ്രന്മാർക്ക് നിഷേധിക്കപ്പെട്ട വേദങ്ങൾ അഭ്യസിക്കുകയും ആ തത്വചിന്തയെ, ആ ദർശനത്തെ തന്റെ പഠനത്തിന്റെ ഭാഗമാക്കി, കവിതയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ തരത്തിൽ കുറിച്ച് ഒരുപാട് പറഞ്ഞു പോകാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ ആ തരത്തിലുള്ള കവിതയുടെ വിഭജനത്തിനും വലിയ അർത്ഥമൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ തന്നെ എഴുതുമ്പോൾ ചില കവിതകൾ ഒരു വൃക്ഷത്തെ കുറിച്ചായിരിക്കും, മറ്റൊരു കവിത ഒരു കൊലപാതകത്തെ കുറിച്ചായി എന്ന് വരാം. അപ്പൊ അതുകൊണ്ട് കവിതയില് പല രീതിയിൽ കവിത വായിക്കപ്പെടാം, പല രീതിയിൽ എഴുതപ്പെടാം. അപ്പോൾ വായന കൂടിയാണ് ഒരു കവിതയെ പ്രതിജ്ഞാബദ്ധമാക്കുന്നത്, എഴുത്ത് മാത്രമല്ല. നിങ്ങൾ എങ്ങനെ വായിക്കുന്നു ആ കവിതയിൽ എന്ത് കാണുന്നു? ഒരു കവിതയിൽ പല അംശങ്ങൾ ഉണ്ടാകാം. അപ്പൊ ചില അംശങ്ങൾ മുന്തി നിന്നു എന്ന് വരാം, അത് ഞാൻ സമ്മതിക്കുന്നു. ചില സാമൂഹ്യമായ ഒരു അംശം മുന്നോട്ട് വന്നു എന്ന് വരാം. അത് പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലുള്ള ചില കാലങ്ങളിൽ പ്രത്യേകിച്ചും ഉണ്ടാകാം. ആ സാമൂഹ്യമായ അംശം മുന്നോട്ട് വരും. ഹിംസയുടെ കാലങ്ങളിൽ, വിദ്വേഷത്തിന്റെ കാലങ്ങളിലൊക്കെ ആ അംശം മുന്നോട്ട് വരും. കാരണം കവിതയിലെ പ്രതിരോധത്തിന്റെ ഒരു ഘടകം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് ആശാനിൽ നമുക്ക് നന്നായിട്ട് കാണാം. അത് പിന്നീട് വന്ന നമ്മുടെ എല്ലാ കവികളിലും മാത്രത്തില് പ്രതിരോധത്തിന്റെ, പ്രതിഷേധത്തിന്റെ ഒക്കെ അംശങ്ങളുണ്ട്. ആ പ്രതിരോധം എന്തിനെതിരാണെന്ന് ചോദിച്ചാൽ ആത്യന്തികമായി ഞാൻ പറയാം ഹിംസക്കെതിരാണ്. എല്ലാ കവിതയും ഹിംസക്കെതിരാണ്. നമ്മൾ പറയാറുണ്ട് മാനിഷാദയിൽ നിന്നാണ് രാമായണം ഉണ്ടായത് എന്ന്. അപ്പൊ ആ മാനിഷാദ എന്ന ശബ്ദം അരുത് കാട്ടാള എന്ന് കവിത എല്ലാ കാലത്തും എല്ലാത്തരം കാട്ടാളന്മാരോടും പറഞ്ഞുകൊണ്ടിരുന്നിട്ടേ ഉണ്ട്. അതാണ് കവിതയുടെ ആത്യന്തികമായ ഒരു നീതിബോധം. ആ കാട്ടാളന്മാരുടെ രൂപം മാറി 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 വന്നുകൊണ്ടിരിക്കും.
അത് ഒരു കാലത്ത് ജന്മിയായിരിക്കാം, ഒരു കാലത്ത് മുതലാളിയായിരിക്കാം, ഒരു ഭാഗത്ത് ഒരു കോർപ്പറേറ്റ് ആയിരിക്കാം, ഒരു ഭാഗത്ത് ഒരു ഹിന്ദു രാഷ്ട്രവാദി ആയിരിക്കാം. ഇങ്ങനെ പല രീതിയിലായിരിക്കും ഈ കാട്ടാളന്മാരുടെ രൂപം മാറി വരിക. പക്ഷേ ഏത് തരത്തിലുള്ള കാട്ടാളനായാലും ഇത് ചെയ്യല്ലേ കാട്ടാള, അരുത് മാ നിഷാദ എന്ന് പറയുകയാണ് കവിത ചെയ്തു പോന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കവിയുടെ നീതിബോധവും കവിതയുടെ സൗന്ദര്യബോധവും ലാവണ്യബോധവും പരസ്പരം വേർപെട്ട് കിടക്കുന്നതല്ല. അത് രണ്ടും ഒന്ന് തന്നെയാണ്. സൗന്ദര്യത്തെയും നീതിബോധത്തെയും ഒന്നിച്ചുണർത്തുന്നവരായിരുന്നിട്ടുണ്ട് നമ്മുടെ കവികൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഇടശ്ശേരി പോലെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള എഴുത്തച്ഛൻ മുതലുള്ള കവികൾ, നമ്മുടെ പ്രധാന കവികൾ മുഴുവൻ എടുത്താല് സൂതകുമാരി വരെ അല്ലെങ്കിൽ ഇന്നെഴുതുന്ന കവികളെ ഞാൻ ഉദാഹരണം പറയാതിരിക്കുകയാണ്, ഇന്നെഴുതുന്ന കവികൾ വരെ എടുത്താൽ അവരിലൊക്കെ ഈ നീതിബോധത്തിന്റെയും സൗന്ദര്യബോധത്തിന്റെയും അംശങ്ങൾ അത് പലതരത്തിലായിരിക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്ത്രീകളുടെ അടിമത്തത്തെക്കുറിച്ചും വിമോചനത്തിന്റെ ആഗ്രഹങ്ങളെ കുറിച്ചുമായിരിക്കാം സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ദളിതരുടെ മാറ്റിനിർത്തലിനെ കുറിച്ചും അതിനെതിരായിട്ട് സംസാരിക്കാം. ആദിവാസികൾ അവർക്ക് കൽപ്പിക്കപ്പെട്ട ഭ്രഷ്ടിനെ കുറിച്ചായിരിക്കാം സംസാരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ സാമൂഹ്യമായ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളായിരുന്നിട്ടുണ്ട് നമ്മുടെ കാലത്തും നമ്മുടെ കാലത്ത് മുമ്പും ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കവികളെല്ലാം തന്നെ. അതുകൊണ്ട് ലാവണ്യബോധവും നീതിബോധവും കവിതയിൽ ഒന്നിച്ചു തന്നെ നിലനിൽക്കുന്നു എന്ന് പറയാനാണ് ഞാൻ പ്രധാനമായും ഇഷ്ടപ്പെടുക. അതുപോലെ പറയാനുള്ള ഒരു കാര്യം, കവിതയും മറ്റ് കലകളുമായുള്ള ഒരു ബന്ധം ഉണ്ട്. അപ്പോ ഞാൻ പറയും കവികൾ ചിത്രങ്ങൾ പെയിന്റിങ്ങുകൾ ചിത്രങ്ങൾ കാണണം, ശില്പങ്ങൾ കാണണം, സിനിമ കാണണം, നാടകം കാണണം. കാരണം ഈ കലകളൊക്കെ തമ്മിൽ അവരുടെയൊക്കെ ഭാഷ വ്യത്യസ്തങ്ങളാണെങ്കിൽ പോലും അവയൊക്കെ തമ്മിൽ എവിടെയോ ബന്ധപ്പെടുന്നുണ്ട്. ആ സൗന്ദര്യബോധത്തിന്റെ ഒരു ബന്ധമുണ്ട്, നീതിബോധത്തിന്റെ ഒരു ബന്ധമുണ്ട്. ഈ എന്റെ വ്യക്തിപരമായി പറഞ്ഞ എന്റെ കവിതയിൽ തന്നെ ധാരാളമായി പ്രയോജിപ്പിച്ചു. നിങ്ങൾക്കറിയാം പല കവിതകളും. വാൻഗോഗിനെ കുറിച്ചോ പിക്കാസോ ഗുർണിക്ക എന്നുള്ള കവിതയുണ്ട്. വാൻഗോഗിനെ കുറിച്ചുള്ള ഒരു വാൻഗോഗ് മ്യൂസിയത്തിൽ പോയ ശേഷം എഴുതിയ കവിതയുണ്ട്. അങ്ങനെ ഒരുപാട് കവിതയിൽ നാടകം വന്നിട്ടുണ്ട്, സിനിമ വന്നിട്ടുണ്ട്, പെയിന്റിങ്ങുകൾ വന്നിട്ടുണ്ട്, ശില്പങ്ങൾ വന്നിട്ടുണ്ട്, പിയത്ത എന്നുള്ള കവിതയുണ്ട്. അപ്പൊ ഇങ്ങനെ കവികളെ പ്രചോദിപ്പിക്കുന്നത് ചിലപ്പോൾ മറ്റു കലകൾ കൂടിയാണ് എന്ന് വരാം. ഇതര കലകളും കവിതയും തമ്മിൽ ഒരു സവിശേഷമായ ബന്ധമുണ്ട്. അത് എഴുതി വരുന്ന കവികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒന്നാണ്. അവസാനമായി ഞാൻ പറയുന്നത് ഒരു കവിതയുടെ ശൈലി. ഈ നമ്മളെ പലപ്പോഴും ഒരു കവിക്കൊരു ശൈലി ഉണ്ടെന്നാണ് പറയുക. വള്ളത്തോൾ ശൈലി, ചങ്ങമ്പുഴ ശൈലി, ആശാൻ ശൈലി, അല്ലെങ്കിൽ ഇടശ്ശേരി ശൈലി, വൈലോപ്പള്ളി ശൈലി എന്നൊക്കെ നമ്മൾ പറയും. വാസ്തവത്തിൽ അങ്ങനെ ഒരു കവിക്കൊരു ശൈലി ഉണ്ടോ? ഞാൻ ഈ കവികളെ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മലയാള ക്ലാസ്സുകളിൽ 8ാം ക്ലാസ്സിന് ശേഷം ഇരുന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഞാൻ വായിക്കുന്നത് വളരെ സ്വതന്ത്രമായിട്ടാണ് ഈ കവികളെ അങ്ങനെ വായിക്കുമ്പോൾ ഞാൻ ഒരു കവിക്കൊരു ശൈലിയല്ല കാണുന്നത്, ഒരു കവിതയ്ക്കൊരു ശൈലിയാണ്. ഒരേ കവി തന്നെ പല കവിതകൾ, പല പ്രമേയങ്ങൾ എടുത്ത് എഴുതുമ്പോൾ പലതരത്തിലുള്ള ശൈലികൾ ഉപയോഗിക്കും. അപ്പോ പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല. ഇപ്പൊ അയ്യപ്പ പണിക്കര് എല്ലാ ശൈലിയിലും എഴുതിയിട്ടില്ല. ഇപ്പൊ ചൊറി എന്നുള്ള കവിത, ഇണ്ടൻ എന്നുള്ള കവിത, അതുപോലെയല്ല മൃത്യുപൂജ, അതുപോലെയല്ല കുടുംബപുരാണം, അതുപോലെയല്ല കുരുക്ഷേത്രം, ഇങ്ങനെ അതുപോലെയല്ല പാസേജ് ടു അമേരിക്ക, അല്ലെങ്കിൽ പൈതൽ രാത്രികൾ, അല്ലെങ്കിൽ ഇവിടെ ജീവിതം, ഇങ്ങനെ അനേക ശൈലികളുടെ ഒരു മ്യൂസിയം തന്നെയാണ് അയ്യപ്പ പണിക്കരുടെ കവിത. അങ്ങനെയുള്ള പ്രത്യക്ഷ ഉദാഹരണങ്ങൾ എടുക്കാതെ നമ്മൾ ഒരു ശൈലി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ചില കവികളെ ഒന്ന് നമുക്ക് എടുത്തു നോക്കാം. ഉദാഹരണത്തിന് കടമ്മനിട്ട. നമ്മൾ പൊതുവെ കടമ്മനിട്ട ശൈലി എന്ന് പറയും, കടമ്മനിട്ടയുടെ രീതി. ഞാൻ വെറും 2-3 കവിതകളിൽ നിന്ന് ചെറിയ ഭാഗങ്ങൾ വായിച്ച് ഞാനിതോടുകൂടി ഞാനിത് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഒരു കടമ്മനിട്ടയുടെ ഒരു ദേവീസ്തവം വളരെ പ്രശസ്തമായ കവിതയാണ്. അതിൽ നിന്നുള്ള വരികളൊന്ന് കേട്ടു നോക്കൂ. ഹേ പാർവതി പാർവണേന്ദു പ്രമോദേ പ്രസന്നേ, പ്രകാശ കുതിപ്പിൽ കിതയ്ക്കുന്ന നിന്നെ പ്രകീർത്തിച്ചു പാടാനും ഓരോ വിഭാതങ്ങളിൽ വാദദാഹാർത്തിയായി നിന്റെ നിശ്വാസവേഗം കുടിക്കാൻ. ഇങ്ങനെ പോകുന്നു ദേവീസ്തവം എന്ന വളരെ സംസ്കൃത നിർഭരമായ ഒരു കവിത. ഇത് കടമ്മനിട്ട എഴുതിയതാന്ന് അറിയാത്ത ഒരാള് വിശ്വസിക്കുക പോലും ഇല്ല. അതേ കടമ്മനിട്ട തന്നെയാണ് ഈറ്റപ്പുലി പെറ്റ് കിടക്കും ഈറൻ കണ്ണു തുറന്നും കരിമൂർക്കൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ എന്ന് കിരാതത്തിൽ എഴുതുന്നത്. അതേ കടമ്മനിട്ട തന്നെയാണ് എന്തിനാണ് ഇത്രയേറെ മുട്ടകൾ അവൾ പറഞ്ഞു, നമുക്ക് വിഴുങ്ങാൻ, നമുക്ക് 2 പേർക്കും മാത്രമായി വിഴുങ്ങാൻ പുഴുങ്ങിയ മുട്ടകൾ എന്നുള്ള കടമ്മനിട്ടയുടെ മറ്റൊരു കവിതയിലാണ്. ഇതുപോലെ മറ്റനേകം കവിത, പശുക്കുട്ടിയുടെ മരണം എന്നുള്ള കവിത, മോ എന്നുള്ള കവിത, സതീശൻ എന്നുള്ള കവിത, പരസ്യം എന്നുള്ള കവിത, ക്യാ എന്നുള്ള കവിത, മത്തങ്ങ എന്നുള്ള കവിത, ഇങ്ങനെ കടമ്മനിട്ടയുടെ തന്നെ പല കവിതകൾ എടുത്താല് അനേക ശൈലികൾ അദ്ദേഹം ഉപയോഗിക്കുന്നു. അപ്പൊ ഓരോ കവിതയ്ക്കുമാണ് ഓരോ ശൈലി എന്ന് പറയാം. അല്ലെങ്കിൽ ഭാരതൻ ചുള്ളിക്കാടിന്റെ യാത്രപ്പാട്ടും മാനസാന്തരവും എവിടെ ജോൺ എന്നുള്ള കവിതയും ഒരേ ശൈലിയിലാണോ?
അത് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കൂ. വളരെ വ്യത്യസ്തങ്ങളാണ് അവയുടെ രീതികൾ. അത് പുതുകവികളുടെ സ്വഭാവം മാത്രമല്ല. പക്ഷെ നോക്കൂ, എടശ്ശേരിയുടെ ഉദാഹരണത്തിന്, എനിക്കു രസമീ നിമ്നോന്നതമാം വഴിക്കു തേരുരുൾ വായിക്കാൻ ഇതേതിരുൾക്കുഴിമേലുരുളട്ടെ വിടില്ല ഞാൻ ഈ രശ്മികളെ. അമ്പാടിയിലേക്ക് വീണ്ടും എന്നുള്ള എടശ്ശേരിയുടെ വളരെ പ്രശസ്തമായ കവിതയാണ്. വേറൊരു കവിത നോക്കൂ, ഇസ്ലാമിലെ വന്മല എന്നുള്ള കവിതയാണ്. കുഞ്ഞലവയ്ക്കൊരു ബാപ്പയുണ്ടേ ചായക്കടക്കാരൻ മെയ്തീൻകുട്ടി മഞ്ഞ മധുര പഴക്കുലകൾ തൂങ്ങുന്ന ചായക്കടയ്ക്കുടമ. ഇത് നേരത്തെ പറഞ്ഞ എനിക്ക് രസമീ നിമ്നോന്നതമാം വഴിക്കു തേരുകൾ വായിക്കുക എന്നുള്ള ശൈലിയിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ, കൂടുതൽ നാടനായ ഒരു രീതിയാണ്. അതേ എടശ്ശേരി തന്നെയാണ് പൂതപ്പാട്ടിൽ എഴുതുന്നത്. അയ്യയ്യാവര വമ്പളിപ്പൂങ്കുല മെയ്യിലണിഞ്ഞ കരിമ്പൂതം. മാറുന്നു, വീണ്ടും മാറുന്നു. 3 ഒറ്റ ശ്ലോകങ്ങളിൽ നിന്നൊരു ഭാഗം. ദാരിദ്ര്യം പെറ്റുകൂട്ടും പല പല പരിഹാസ്യങ്ങൾ പാപങ്ങൾ തിങ്ങി കൂരയ്ക്കൊക്കുന്ന മജ്ജീവിതം അനുനിമിഷം ഹന്ത ശബ്ദായമാനം. 3 ഒറ്റ ശ്ലോകങ്ങളുടെ ഒരു ശ്ലോകമാണ് ഇത്. ഇനി അതുപോലെ വൈലോപ്പിള്ളി എടുത്തു നോക്കുക. ഞാൻ ഉദാഹരണം നീട്ടുന്നില്ല. പൂർവ്വദിങ്മുഖത്തിങ്കൽ പുലരിത്തുടിപ്പല്ല പൂർവവൽ പകയാളും സമരച്ചെന്തീതാളം. പണിമുടക്കും എന്നുള്ള വൈലോപ്പിള്ളി ഒരു പ്രശസ്ത കവിതയാണ്. അദ്ദേഹത്തിന്റെ തന്നെ 1001 രാവുകൾ നോക്കുക. ഒഴിവില്ലാത്ത സങ്കല്പം അഴവില്ലാൽ മനോഹരം പാറയോട് ആലപിപ്പോരി പനിനീരണി നിർച്ഛരം. അല്ലെങ്കിൽ കുടിയൊഴിക്കലിലേക്ക് പോവാ. തള്ളിയേറുമൻ കാതിലൊരൂറ കള്ളുനാറും തെറിയുടെ പൂരം തേവിടിശിനി എന്തിനെ കഞ്ഞി തേവി വെച്ചത് ചോറെനിക്കില്ലേ. ഇതും വൈലോപ്പിള്ളി തന്നെയാണ്. ഇതിൽ ഏത് വൈലോപ്പിള്ളിയാണ് ശരിയായ വൈലോപ്പിള്ളി? എല്ലാം ശരിയായ വൈലോപ്പിള്ളിയാണ്. കാരണം വൈലോപ്പിള്ളിക്ക് ആ പ്രമേയത്തിനനുസരിച്ച്, ഭാവത്തിനനുസരിച്ച് തന്റെ ശൈലി, ഭാഷ മാറ്റേണ്ടി വന്നു. എല്ലാ കവികളിലും അതുണ്ട്, ആശാനിലുണ്ട്. ജന്മോപായ ജയോപയോഗ പദവി ജിജ്ഞാസു വിജ്ഞാപികേ ജിഹ്മാതീത പഥാന്ത പാന്ത പരിഷൽ സ്വാധേയ പാധേയമേ. നിജാനന്ദാനുഭൂതി എന്ന ആശാന്റെ ഒരു ആദ്യകാല കവിതയാണ്. നളിനി എത്തുമ്പോഴേക്കും ചാഞ്ഞലഞ്ഞ ചെറുദേവദാരുവിൻ ആഞ്ഞ ശാഖികളടിക്ക് ചിന്തയാൽ കാഞ്ഞു കാൺമതു മനോരഥങ്ങളാൽ മാഞ്ഞു തൻ നിലമറന്ന് നിന്നവൾ എന്നാവുന്നു. ദുരവസ്ഥയിലെത്തുമ്പോ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കേട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോർ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. അല്ലെങ്കിൽ കരുണയിലെത്തുമ്പോഴോ കാലം പിന്നെയും കഴിഞ്ഞു കഥകൾ നിറഞ്ഞ മാസം 4 പോയി നഭസിൽ കാർ ഒഴിയാറായി പാലപൂത്തു പരിമളം ചുമന്നു ശുദ്ധമാം പുലർകാലവായു കുളിർത്തെങ്ങും ചരിക്കയായി. ഇതിങ്ങനെ കൊണ്ടുപോകാം, എഴുത്തച്ഛൻ വരെ പോവാം. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന്റെ ഉള്ളിൽ തന്നെ സുന്ദരകാന്ഡവും എടുക്കുക. എന്നിട്ട് പിന്നെ എഴുത്തച്ഛന്റെ ഹരിനാമകീർത്തനം എടുത്തൊന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. വളരെ വ്യത്യസ്തമാണ് അവയുടെ രീതികൾ എന്ന് പറയാം. അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ കവിതയിൽ എന്താണ് അന്വേഷിക്കുന്നത്? ഒരു കവിത വായിക്കുമ്പോൾ ഞാൻ പറയും 3 ഗുണങ്ങളാണെന്ന്. ഒന്ന്, അത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, ഒട്ടും തന്നെ ഇല്ല. ഞാൻ പറയാണ്, 1 പ്രത്യക്ഷത്തിലുള്ള ലാളിത്യം, 2 ആഴം, 3 വിസ്മയം. നമ്മൾ മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ അനുഭവിപ്പിക്കുന്നു. ഭാഷ മുമ്പ് ഉപയോഗിച്ചിട്ടില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് വരുന്ന ഒരു വിസ്മയമുണ്ട്. അതുപോലെ ആഴം വരുന്നത് അതിലൊരു ദാർശനികതയുടെ അംശം, ലോകത്തെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ കവിതയെ തന്നെ നോക്കിക്കാണുന്ന രീതിയിലുള്ള പുതുമ, അതാണ് അതിന് ആഴം നൽകുന്നത്. ലാളിത്യം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ വളരെ സങ്കീർണമായതുകൊണ്ട് കവിത സങ്കീർണമാവണമെന്നില്ല. പലപ്പോഴും ആ പ്രത്യക്ഷത്തിൽ സങ്കീർണമായ ദുർഗ്രഹമായ കവിത അത് ഉള്ളിൽ തൊലി പൊളിക്കുന്ന പോലെ അത് നോക്കി വരുമ്പോൾ അതിന്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും വളരെ ലളിതമായി, പ്രത്യക്ഷത്തിൽ ലളിതമായിരിക്കെ തന്നെ ആഴമേറിയ ഒരു സന്ദേശം നൽകാൻ അല്ലെങ്കിൽ ഒരു ഭാവം സൃഷ്ടിക്കാൻ കവിതയ്ക്ക് പലപ്പോഴും കഴിയും. അപ്പോൾ അതുകൊണ്ട് ലളിതവും അഗാധവും അത്ഭുതം സൃഷ്ടിക്കുന്നതുമായ ഒരു കവിതയാണ് ഞാൻ പലപ്പോഴും ഉത്തമമായ കവിതയാണ് ആയിട്ട് പറയുക. അപ്പൊ ആ തരത്തിലുള്ള ഒരു സമന്വയം, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പലതരത്തിലുള്ള ബൈനറികളുടെ, ദ്വന്ദ്ങ്ങളുടെ ഒരു സമന്വയവും ഒപ്പം തന്നെ ഈ ഗുണങ്ങളുടെ ഒരു സമന്വയവും സാധിക്കുന്ന കവികളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കവികൾ. ടി.എസ്. എലിയറ്റ് പറയുന്നുണ്ട്, കവിത ഇതാണ് ഒരു വലിയ കവിയുടെ 3 ഗുണങ്ങളായിട്ട് അദ്ദേഹം പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നത് അബണ്ടൻസ്, വെറൈറ്റി ആൻഡ് കംപ്ലീറ്റ് കമ്പിറ്റൻസ് എന്നാണ്. അതായത് സമൃദ്ധി, വൈവിധ്യം, സമ്പൂർണമായ രചനാ സാമർഥ്യം.
ഇത് മൂന്നും ചേരുന്ന കവികളാണ് വലിയ കവികൾ എന്ന് ടി.എസ്. എലിയറ്റ് കവിതയെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ നമ്മുടെ 20-ാം നൂറ്റാണ്ടിൽ വിചാരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് ശരിയുണ്ട് എന്ന് വലിയ കവികളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴും അവരുടെ കവിതകൾ വായിക്കുമ്പോഴും ഒക്കെ തന്നെ എനിക്ക് തോന്നാറുണ്ട്. ഇവയൊക്കെ സമന്വയിക്കുന്ന രീതിയിലുള്ള കവിതയെ തേടിയാണ് കവി എന്നുള്ള നിലയ്ക്കും അനുവാചകൻ എന്ന നിലയ്ക്കും ഞാൻ സഞ്ചരിക്കുന്നത്, ഒരുപക്ഷെ നാം എല്ലാം സഞ്ചരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയേണ്ട കാര്യങ്ങൾ വളരെ വളരെ സംക്ഷേപിച്ചാണ് പറഞ്ഞത്. ഇത് വളരെ വിസ്തരിച്ച് അനേകം മണിക്കൂറുകൾ കൊണ്ട് പറയാവുന്ന, അനേകം പ്രഭാഷണങ്ങളിലൂടെ മാത്രം പറയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ സംക്ഷിപ്ത സ്വഭാവം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുർഗ്രഹത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അതായത് കലയെക്കുറിച്ചുള്ള വളരെ പ്രാഥമികമായ അതേസമയം സ്വാനുഭവാധിഷ്ഠിതമായ ചില വിചാരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. ഇത് സശ്രദ്ധം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. സാഹിത്യോത്സവം 51-ന്റെ ഈ അധ്യായം അവിസ്മരണീയവും മനോഹരവുമാക്കി തീർത്ത സച്ചിദാനന്ദൻ സാറിന് നന്ദി. അടുത്തതായി സാറിനോട് സംസാരിക്കുവാനും നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുവാനുമുള്ള സമയമാണ്. ഈ അപൂർവ അവസരം സജീവമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. നമസ്കാരം സാർ. എൻ്റെ പേര് ജെറ്റ്ലി എന്നാണ്. ഞാൻ KUCT കുന്നം കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. അപ്പം എൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ സാറിനോട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ശ്രേഷ്ഠ ഭാഷകളിൽ ഒന്നായി തന്നെ മലയാളത്തെ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. അപ്പം എന്നിട്ടും നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മലയാളത്തിന് അത്രയേറെ പ്രാധാന്യം ലഭിക്കുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ മാറ്റിയെടുക്കുവാനും ഒക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായം? അല്ലെങ്കിൽ സാർ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ കരുതുന്നത് മാതൃഭാഷ വളരെ പ്രധാനമാണ്. നമുക്കൊരു അമ്മ വേണം എന്ന് പറയുന്ന പോലെ അത്ര തന്നെ പ്രധാനമാണ്. നമ്മുടെ മാനസികമായ സ്വാതന്ത്ര്യത്തിനും മാനസികമായ സുരക്ഷിതത്വ ബോധത്തിനും അനിവാര്യമാണ് ഒരു മാതൃഭാഷ എന്നത്. ആ ഒരു ബോധം വിദ്യാർത്ഥിനികളിൽ ഉണ്ടാക്കുക എന്നതാണ് വളരെ പ്രാഥമികമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം. കാരണം പലരും വിദ്യാഭ്യാസത്തെ കാണുന്നത്, അതിനവരെ തെറ്റു പറഞ്ഞുകൂടാ, ഒരു പ്രയോജനം നോക്കിയാണ്. ഇത് പഠിച്ചിട്ട് എന്താണ് കാര്യം, മലയാളം പഠിച്ചിട്ട്? ആ സമയത്ത് നമുക്ക് വേറെ വല്ലതും പഠിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും സയൻസ് പഠിക്കാം, അല്ലെങ്കിൽ IT വിദ്യാഭ്യാസം നടത്താം, അല്ലെങ്കിൽ മാനേജ്മെന്റ് പഠിക്കാം. അതൊക്കെയല്ലേ കൂടുതൽ നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ നമുക്ക് തരിക എന്നുള്ള രീതിയിലാണ് പലരും ആലോചിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ നമ്മുടെ സമീപനത്തിലുണ്ട് ഒരു അടിസ്ഥാനപരമായ മാറ്റം വരേണ്ടത്. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ഇതിലൊക്കെ പോവാം. പക്ഷെ അതിനൊക്കെ മുമ്പ് സ്കൂൾ തലത്തിലെങ്കിലും ഈ മലയാള ഭാഷ ഇവര് നന്നായി തന്നെ വൃത്തിയായി തന്നെ പഠിക്കാനുള്ള ഒരു സാഹചര്യം അത് പാഠ്യപദ്ധതിയിലുണ്ടാകണം. അധ്യാപകർ അതിന് തയ്യാറാവണം. വിദ്യാർത്ഥിനികളും അതിന് തയ്യാറാകണം. മാതൃഭാഷയുടെ പ്രത്യേകിച്ച് മനഃശാസ്ത്രപരമായ പ്രാധാന്യം, അത് ഞാൻ പറഞ്ഞ പോലെ അതൊരു സെക്യൂരിറ്റി തരുന്ന ഒന്നാണ്. നമുക്ക് അമ്മയുണ്ടെന്ന് പറയുന്ന പോലെ, എന്തു വന്നാലും അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവാന്ന് പറയുന്ന പോലെ നാം ഓടിച്ചെല്ലുന്ന ഒരിടം കൂടിയാണ് മാതൃഭാഷ. കാരണം അത് പുറത്തു പോകുമ്പോഴാണ് ഒരു പക്ഷം കൂടുതൽ നമുക്ക് മനസ്സിലാവുക. നമുക്ക് അങ്ങനെ ഭാഷ ഇല്ലെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും? നമ്മൾ എങ്ങുമല്ലാത്ത തരം മനുഷ്യരായിരിക്കും. നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ, നമ്മുടെ സ്വത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ മാതൃഭാഷയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറയുകയുണ്ടായി ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു എന്ന്. തീർച്ചയായിട്ടും ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. പക്ഷേ പലരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ കവിത എഴുതുന്നില്ല എന്ന്. അത് കാരണം ഞാൻ പല കവിതകൾ ഇംഗ്ലീഷിലെ ഒരുപാട് എൻ്റെ കവിതകൾ തർജ്ജമ ചെയ്ത് തോന്നുന്നുണ്ട്. ഏതാണ്ട് 800 പേജോളം എൻ്റെ കവിതകൾ ഇംഗ്ലീഷിൽ ഞാൻ തന്നെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് രണ്ടാമത് വരുന്നൊരു കാര്യമാണ്. പക്ഷെ കാരണം എനിക്ക് കവിത സ്വാഭാവികമായിട്ട് വരുന്നത് മലയാളത്തിലാണ്.
കാരണം ആ മലയാളമാണ് എൻ്റെ കുട്ടിക്കാലവും എൻ്റെ ഓർമ്മകളും എൻ്റെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രാഥമികമായ ഒരു ഭാഷ. അതുകൊണ്ട് ആ മലയാളമാണ് എനിക്ക് സുരക്ഷിതബോധം നൽകുന്നത്, എനിക്ക് സ്വത്വബോധം നൽകുന്നത്, ഞാൻ ആരാണ് എന്ന് എന്നോട് പറയുന്നത്. ആ രീതിയിൽ മലയാളത്തിന്റെ ആ രീതിയിലുള്ള പ്രാധാന്യം, മനഃശാസ്ത്രപരവും സ്വത്വ നിർവചനപരവുമായ നമ്മുടെ ഐഡന്റിറ്റി നിർവചിക്കുന്നതിനുള്ള അതിന്റെ പ്രാധാന്യം ഈ കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പഠിച്ചിട്ട് എന്ത് പ്രയോജനം? അത് പഠിച്ചാൽ പുറത്തു പോകാൻ പറ്റും, അമേരിക്കയിലേക്കോ ജർമ്മനിയിലേക്കോ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് അത് വളരെ രണ്ടാമത് വരുന്ന കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ നമ്മൾ കൂടുതൽ ഉത്തമരായ മനുഷ്യരാക്കുകയാണ്. അങ്ങനെ നമ്മളെ മനുഷ്യരാക്കുന്നതിൽ, നമുക്കൊരു സ്വത്വബോധം നൽകുന്നതിൽ, നമുക്ക് സുരക്ഷിതത്വം നൽകുന്നതിൽ മാതൃഭാഷയ്ക്ക് വളരെ വളരെ പ്രധാനമായ ഒരു പങ്കുണ്ട്. ഇത് എല്ലാവരും മനസ്സിലാക്കുകയും മനസ്സിലാക്കിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ മാതൃഭാഷയോടുള്ള ഈ നിർലേപമായ അല്ലെങ്കിൽ നിസ്സംഗമായ സമീപനം മാറും എന്നാണ് എൻ്റെ പ്രത്യാശ. അത് മാറുകയും വേണം. താങ്ക് യു സർ. താങ്ക് യു ജെറ്റ്ലി. സർ, എൻ്റെ പേര് ആര്യ എന്നാണ്. ഞാനും ഈ KCT കുന്നത്തൂരിലെ മലയാളം വിദ്യാർത്ഥിനിയാണ്. അപ്പം സാർ ഇപ്പോഴേ മലയാള ഭാഷയെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ. അപ്പം ഞാൻ സ്കൂൾ കാലത്ത് പഠിച്ച 2 കവിതകൾ ഉണ്ടായിരുന്നു. ഒന്ന് മലയാളം, 2 മുൾച്ചെടി എന്നുള്ളത്. മുൾച്ചെടി ഇംഗ്ലീഷിലായിരുന്നു, കാക്ടസ് എന്നുള്ള രീതിയിലായിരുന്നു പഠിച്ചത്. എഴുതിയ കവിതയാണ്. അപ്പം ഞാൻ മലയാളം എന്ന കവിത എടുക്കുമ്പോൾ അവിടെ മലയാള ഭാഷയെ കുറിച്ച് പറയുന്നത് ഉണ്ണായി വാര്യരുടെ പദങ്ങളും ഇരയിമ്മന്റെ പാട്ടും പിന്നെ മൈലാഞ്ചി വഴികൾ, പഴമൊഴികളുടെ നിറനിലാവ് എന്നിങ്ങനെ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. മുൾച്ചെടിയിൽ എത്തുമ്പോൾ ആ കവിത മുള്ളുകളാണ് എൻ്റെ ഭാഷ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നും ഭാഷയുടെ ഒരു വൈരുദ്ധ്യത്തിന്, അതായത് പഴയ കാലത്തുള്ള ഒരു സിമ്പിൾ മോഡൽ എന്നുള്ള രീതിയിൽ മുൾച്ചെടിയിലെ കരുത്തുറ്റ ഭാഷ, അതായത് കൂർത്ത മൂർത്ത സമാന്തരമാണ് ഭാഷ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ പഴയ ഇതിൽ നിന്നും ഈ കൂർത്ത മൂർത്ത ഭാഷ എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് ഇതിനെ കണക്കാക്കുന്നത് മലയാള ഭാഷയെ? അത് മുൾച്ചെടി എന്നുള്ളത് മലയാള ഭാഷയെ കുറിച്ചുള്ളൊരു കവിതയല്ല. അത് ഒരു മുൾച്ചെടി സംസാരിക്കണം. ഒരു കാക്ടസ്, അത് ഇംഗ്ലീഷിലുള്ള പേര് കാക്ടസ് എന്നാണ്. ഇംഗ്ലീഷിലുള്ള തർജ്ജമയുടെ പേര് ഞാൻ ചെയ്ത ഭാഷയാണത്. അപ്പൊ ഒരു മുൾച്ചെടി സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കുന്ന ആലോചിക്കും. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് മലയാള ഭാഷ ഉള്ളതുപോലെ തന്നെ ഓരോ മരത്തിനും ഓരോ ചെടിക്കും ഓരോ ജന്തുവിനും ഭാഷയുണ്ടെന്നാണ്. അപ്പോ നായയുടെ വാലാട്ടുള്ള ഒരു ഭാഷയാണ്, കുര ഒരു ഭാഷയാണ്, പൂച്ചയുടെ മ്യാവു ഒരു ഭാഷയാണ്, ഗൗളിയുടെ ചിലയ്ക്കല് ഒരു ഭാഷയാണ്, മരത്തിന്റെ ചില്ലകളുടെ ഉലച്ചിൽ ഒരു ഭാഷയാണ്, പക്ഷികളുടെ കൂജനങ്ങൾ ഭാഷകളാണ്. ഇങ്ങനെ ഭാഷയെ വളരെ വിപുലമായി നിർവചിക്കുകയാണെങ്കിൽ അങ്ങനെ എൻ്റെ പല കവിതകളിൽ ഈ സങ്കല്പം കടന്നു വരുന്നത്. വൃക്ഷങ്ങളുമായിട്ട് ഞാൻ പറയാറുണ്ട്, എൻ്റെ അമ്മ മരങ്ങളോടൊക്കെ സംസാരിക്കാറുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ശരിക്കും അതെ, മരങ്ങളോട് സംസാരിക്കും, പശുക്കളോട് സംസാരിക്കും. അപ്പൊ അവർ മനസ്സിലാക്കുന്ന പോലെ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മനസ്സിലാക്കിയിരുന്നോന്ന് എനിക്ക് നമുക്ക് ആർക്കും തെളിയിക്കാൻ കഴിയില്ല പരീക്ഷണം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ സ്വന്തമായ ഭാഷയുണ്ട്. അപ്പൊ ഒരു കാക്ടസ്, ഒരു മുൾച്ചെടി സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും, അതിന്റെ ഭാഷ എന്താണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ അതിൽ ചോദിക്കുന്നത്. അപ്പൊ ആ മുൾച്ചെടിയാണ് പറയുന്നത് ഈ മുള്ളുകൾ, എൻ്റെ ഈ കൂർത്ത മുള്ളുകൾ, എൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് ഈ മുള്ളുകളാണ്. ഞാൻ ഈ മുള്ളുകൾ കൊണ്ട് ഒരു നിങ്ങളുടെ മസൃണമായ കാൽപ്പനികമായ ഭാഷയ്ക്ക് പകരം, മൃദുലമായ ഭാഷയ്ക്ക് പകരം ഞാനൊരു ഷാർപ്പ്, മൂർച്ചയുള്ള, കൂർത്തുമൂർത്ത ഒരു ഭാഷ സൃഷ്ടിക്കുകയാണെന്ന് പറയാം, ഒരു സമാന്തര ഭാഷ സൃഷ്ടിക്കുകയാണെന്ന് പറയാണ്. അപ്പൊ അത് ഞാൻ അവിടെ മലയാളത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഞാൻ ഈ മുൾച്ചെടിയുടെ ഭാഷയെ പറ്റിയിട്ടാണ്. അതുപോലെ വൃക്ഷത്തിന്റെ ഭാഷയെ പറ്റിയൊക്കെ ഉള്ള പല കവിതകളിലും കാണും. മൃഗങ്ങളുടെ ഭാഷയെ പറ്റിയും ഗൗളിയെ പറ്റി ഒരു കവിതയുണ്ട് എൻ്റെ, ഗൗളിയുടെ ഭാഷ. അപ്പൊ ഈ പല കവിതകളിലും വരുന്നത് ഇങ്ങനെ പല, അത് എൻ്റെ ഒരു സ്വാഭാവിക രീതിയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ജന്തുക്കളിലേക്കും ചെടികളിലേക്കും ഒക്കെ മനസ്സ് യാത്ര ചെയ്യുകയും അതായിട്ട് മാറുകയും ചെയ്തിട്ട് ഈ മുൾച്ചെടിയുടെ ഉള്ളിൽ ഇരുന്നോട്ട് ലോകം നോക്കിയാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു പൂച്ചയുടെ ഉള്ളിൽ ഇരുന്നോട്ട് ലോകം നോക്കിയാൽ എങ്ങനെ ഇരിക്കും ആലോചിച്ച് നോക്കും. ആലോചിക്കാനേ പറ്റില്ല. അത് ഭാവന ചെയ്യാനുള്ള മനുഷ്യന്റെ അത്ഭുതകരമായ ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു മുൾച്ചെടിയുടെ ഉള്ളിലിരുന്നുകൊണ്ട് ഈ മുൾച്ചെടിയുടെ ഭാഷ അത് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കുക, എന്ത് ഭാഷയായിരിക്കും അതിൻ്റെത് എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ആ കവിത വരുന്നത്. അത് മലയാള ഭാഷയെക്കുറിച്ചുള്ള കവിത. മലയാള ഭാഷയെക്കുറിച്ച് മലയാളം എന്നുള്ള കവിതയിൽ നമ്മുടെ ഭാഷ കടന്നു പോകുന്ന വഴികള്, നമ്മുടെ കവികള്, നമ്മുടെ അനുഭവങ്ങളുടെ ഒരു ദീർഘചരിത്രം, ഇങ്ങനെയുള്ള പലതും ചേർന്ന് വരുന്ന ഒരു 4-5 ഖണ്ഡങ്ങളായിട്ടുള്ള ഒരു ദീർഘമായ കവിതയാണ് അറിയാവുന്ന പോലെ ആ കവിത. അപ്പൊ ഇത് മുൾച്ചെടി എന്നുള്ളത് മുൾച്ചെടിയുടെ ഭാഷയെ പറ്റിയാണ്, മലയാളത്തെ പറ്റിയല്ല.
താങ്ക് യു സർ. ഞാൻ ആ ഒരു രീതിനെ മുൾച്ചെടീനെ ഒരു മനുഷ്യനായിട്ട് കണക്കാക്കിയിരുന്നു. അപ്പം ഒരു കാലഘട്ടത്തിലുള്ള മനുഷ്യനെയും ഈ മുൾച്ചെടി എന്നുള്ള കുറച്ചുകൂടി ചിന്താപരമായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. അതാണ് ആ ഒരു ഡൗട്ട് വന്നത്. അങ്ങനെ കണക്കാക്കുന്നതിൽ തെറ്റില്ല ആര്യ. അതായത് മുൾച്ചെടി വാസ്തവ, കാരണം എന്തായാലും മനുഷ്യനാണല്ലോ ഈ കവിത എഴുതുന്നത് മുൾച്ചെടിയെ പറ്റി. അപ്പൊ മുൾച്ചെടിയെ പറ്റി മനുഷ്യനെ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അങ്ങനത്തെ ഒരു ഘടകം വരും, മനുഷ്യന്റേതായ ഒരു ഘടകം. കാരണം വളരെ ചിലപ്പോഴൊക്കെ നമ്മൾ ഒരു അഴകുഴമ്പൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഭാഷയുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടത് വളരെ വളരെ ഈടുറ്റ ഷാർപ്പായിട്ടുള്ളൊരു ഭാഷയാണ്. ചിലപ്പോഴൊക്കെ അത് വേണ്ടി വരും, കവിക്കും വേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ കവികൾ സംസാരിക്കുന്നത് വളരെ കൂർത്ത ഭാഷയിലായിരിക്കും. കടമ്മനിട്ടേക്ക് അങ്ങനെ സംസാരിച്ച ഒരാളാണ്, ജീവിതം മുഴുവൻ തന്നെ ഏതാണ്ട് അങ്ങനെ സംസാരിച്ച ഒരാളാണ്. അതുപോലെ പല കവികളും നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെയൊക്കെ തന്നെ ചില കവിതകളൊക്കെ അത് വളരെ ഷാർപ്പായിട്ട് സംസാരിക്കും. സമീപകാലത്ത് ഗോഡ്സെ, ഗാന്ധി തിരിച്ചു വന്ന് ഗോഡ്സെയോട് സംസാരിക്കുന്ന ഒരു കവിത ഞാൻ എഴുതി. അതിലൊക്കെ ഉപയോഗിക്കുന്ന ഇത്തരത്തിൽ വളരെ ഷാർപ്പ് ആയിട്ടുള്ളൊരു ഭാഷയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിൽ മനുഷ്യഭാഷയുടെ ഒരു 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 സാധ്യത കൂടി ഈ മുൾച്ചെടിയുടെ ഭാഷയിൽ നിശ്ചയമായിട്ടും ഉണ്ട്. കാരണം ഞാൻ എഴുതുന്ന ഏതായാലും മലയാളത്തിലാണ്, എൻ്റെ ഭാഷയിലാണ് എഴുതുന്നത്, ഞാൻ എന്നുള്ള മനുഷ്യനാണ് എഴുതുന്നത്. അതുകൊണ്ട് മുൾച്ചെടിയെ കുറിച്ച് മുൾച്ചെടി പറഞ്ഞാലും ആ മുൾച്ചെടിയുടെ പറച്ചിലില് എൻ്റെ പറച്ചിലിന്റെ ഒരു സാധ്യത കൂടി ഞാൻ സ്വാഭാവികമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ധാരണ ഒട്ടും തന്നെ തെറ്റല്ല. ഒരു പക്ഷെ ആ കവിതയെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട രീതി കൂടിയാണ് അതെന്ന് ഞാൻ വിചാരിക്കുന്നു. ബ്രാക്ടസിനെ പറ്റി എഴുതിയിട്ടുള്ള നിരൂപകരൊക്കെ ഈ രീതിയിലൊക്കെ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. താങ്ക് യു സർ. സർ, എന്റെ പേര് മഞ്ജുഷ. 20 വയസ്സായ ഒരു മകൾക്ക് ഒരു താരാട്ട് എന്ന കവിതയിലെ പൂട്ടുക കണ്ണുകൾ സ്വപ്നത്തിലെങ്കിലും കൂട്ടിലടയ്ക്കാത്ത ഒരു പക്ഷിയെ കാണുവാൻ. ഇതിന്റെ സമകാലിക പ്രസക്തി, ഇന്നത്തെ പെൺകുട്ടികൾ രാത്രികാലങ്ങളിലായാലും എപ്പോഴാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്, സ്വന്തമായി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവർക്ക് അതിനെല്ലാം തടയിടുകയാണ് ഒരച്ഛന്റെ ഉള്ളിലെ തീ. ഒരു മകള് വളരുമ്പോഴുള്ള അച്ഛന്റെ ഉള്ളിലെ തീ എന്ന രീതിയിലേക്ക് സമകാലീനമായ ഇന്നത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴുള്ള പെൺകുട്ടികളുടെ ബുദ്ധിമുട്ടുമായി താരതമ്യം ചെയ്തുകൊണ്ട് സാറിന്റെ കവിത ഒന്ന് ആലപിക്കുക, ഒപ്പം സാർ ഇത് എഴുതാനിടയായ സാഹചര്യവും ഒന്ന് പറയാൻ കൊള്ളാവുന്നുണ്ട്. അതെ, എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ആ ഒരു പെൺകുട്ടി ഇങ്ങനെ മുതിർന്നു വരുമ്പോൾ ഉണ്ടായ സ്വാഭാവികമായ ഉത്കണ്ഠകളും സ്വപ്നങ്ങളും അത് പറയാൻ ശ്രമിക്കാം. അത് എൻ്റെ കയ്യിൽ ഇല്ല, എൻ്റെ മുമ്പിൽ എല്ലാ കവിത ഞാൻ ഇരിക്കുന്ന വേറെ എൻ്റെ വീടിന്റെ മുകളിലാണ് കവിതകളും ഒക്കെ താഴെ അതില്ല. ഇവിടെ ഇരിക്കുന്നത് മറ്റുള്ള ഈ കാണുന്നതൊക്കെ വേറെ ആളുകളുടെ ഞാൻ വാങ്ങിയ പുസ്തകങ്ങളാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന ആ കവിതയില് ശരിക്കും എൻ്റെ മകളെ പറ്റി തന്നെയുള്ള ചില ഉത്കണ്ഠകളാണ്. അവൾ ധാരാളം കുട്ടികളുമായിട്ട് ഇങ്ങനെ ആൺകുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളായിരുന്നു, അവളുടെ അധികം കൂട്ടുകാർ ആൺകുട്ടികളായിരുന്നു. ഇവിടെ ഞാൻ ഡൽഹിയിലായിരുന്നു ആ കാലത്ത്. ഡൽഹിയിലൊക്കെ അത് വളരെ സ്വാഭാവികമാണ്, വളരെ സാധാരണമാണ്. അപ്പോൾ ഈ ആൺകുട്ടികളായിട്ട് വരുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ അതിൽ യാതൊരു തരത്തിലും വിരോധം എനിക്കുണ്ടായിരുന്നില്ല. വളരെ സന്തോഷമായിരുന്നു അങ്ങനെയുള്ള കൂട്ടുണ്ടാവുന്നത്. പെൺകുട്ടികൾ കുറച്ച് കൂട്ടുകാരികളുണ്ട്, വളരെയധികം കൂട്ടുകാരുണ്ട്. അവരൊക്കെ പക്ഷെ അതിലേതെങ്കിലും ഒരാൾ വളരെ മോശമായി ചിന്തിക്കുകയോ എന്നൊക്കെയുള്ള ഒരു തരം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു തരം ഭയം, അത് ആ കവിതയുടെ പറയല് അതിന്റെ ഒരു സന്ദർഭം അതുകൂടിയാണ്. അതോടൊപ്പം ഈ കുട്ടിയുടെ സ്വാതന്ത്ര്യ വാഞ്ചയുടെ കൂടെ ഞാൻ നിൽക്കുന്നുണ്ട്. കൂട്ടിലടയ്ക്കാത്ത പക്ഷേ കാണാനുള്ള ആ കുട്ടിയുടെ സ്വപ്നം, അത് വസ്തുതയിൽ എല്ലാ സ്ത്രീകളുടെയും ഒരു സ്വപ്നമാണ്. കൂട്ടിലടയ്ക്കപ്പെടാതിരിക്കാനുള്ള ആഗ്രഹം, സ്വതന്ത്രമായിരിക്കാനുള്ള ആഗ്രഹം. അതെന്റെ ഈ കവിതയിൽ മാത്രമല്ല, നിങ്ങൾ തന്നെ വായിച്ചിട്ടുണ്ട്. മീര പാടുന്നു എന്നുള്ള കവിത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേണുഗോപാൽ പാടിയത് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. അതുപോലെ ഒരുപാട് സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയുണ്ട്. ഒരു സ്ത്രീയെ സ്നേഹിക്കുക എന്നാൽ എന്ന് പറഞ്ഞ് വേറൊരു കവിതയുണ്ട്. ഒരുപാട് കവിതകളുണ്ട്. അതുപോലെ എന്റെ ഉള്ളിലെ അവൾ എന്ന് പറഞ്ഞ് വേറൊരു കവിത, കൃത്യമായ ശീർഷകമാണെന്ന് ഓർമ്മയില്ല. എന്റെ ഉള്ളിലെ സ്ത്രീയെ പറ്റിയിട്ട് ഞാൻ കവിത എഴുതി. അങ്ങനെ ഒരുപാട് കവിതകളുടെ സ്ത്രീകളുടെ കയറ്റം എന്നുള്ള കവിതയുണ്ട്. ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമോഹം കടന്നു വരുന്നുണ്ട്. അതാണ് ഇവിടെയും കാണുന്നത്. ഈ കൂട്ടിലടയ്ക്കാത്ത പക്ഷി എന്ന് പറയുന്നത് സ്വതന്ത്രയായിട്ട് വിഹരിക്കാൻ സ്ത്രീക്ക് സ്വതന്ത്രയായി ജീവിക്കാൻ കഴിയുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ്. അതിന്റെ ഒരുപാട് കവിതകളിൽ വരുന്ന ഒരു കാര്യമാണ്. എൻ്റെ വീട്ടുകാരിയിൽ നിന്ന്, കൂട്ടുകാരികളിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന് ഒക്കെ തന്നെ ഞാൻ സ്വീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരുമായി പങ്കുവച്ചിട്ടുള്ള ഒരു സ്വപ്നമാണ് അത്തരത്തിലുള്ള സ്വതന്ത്രമായ സ്ത്രീത്വം എന്നുള്ള ഒരു
സ്വപ്നം. അത് ആവിഷ്കരിക്കാനുള്ള അതും അതിന്റെ കൂടെയുള്ള ചില കോൺഫ്ലിക്റ്റുകൾ, സംഘർഷങ്ങളും, അങ്ങനെ സ്വതന്ത്രയായ സ്ത്രീ എത്രമാത്രം സ്വതന്ത്രയായിരിക്കും, അത് അപകടകരമായി തീരുമോ എന്നുള്ള ഭയം, ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു സംഘർഷാത്മകമായ ഒരു അനുഭവമാണ് ആ കവിതയിലുള്ളത്. അതൊരു അച്ഛന്റെ കവിതയാണ്. അതേസമയത്ത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം അഭിലഷിക്കുന്ന ഒരു പുരുഷനായി ജനിക്കേണ്ടി വന്ന ഒരാളുടെ കവിത. ഓക്കെ സർ, താങ്ക് യു. നമസ്കാരം സർ, എൻ്റെ പേര് അനു എന്നാണ്. സാറ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരന് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു കൃതിക്ക് അവാർഡ് നൽകുമ്പോഴത്തേക്കും എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നിങ്ങൾ നോക്കുന്നത്? ഒരാൾക്ക് കൊടുക്കുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ടോ? അങ്ങനെ വാസ്തവത്തിൽ സാഹിത്യത്തിന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വളരെ പ്രയാസമാണ്. ഒരു സബ്ജക്ടിവിറ്റി, ആത്മനിഷ്ഠതയുടെ ഒരു ഘടകം ഉണ്ടാവും. ഒന്നാമത് ഞാൻ പറയേണ്ട കാര്യം, ഇതിന്റെ പ്രോസസ്സ്, അതില് അക്കാദമി ഭാരവാഹികൾക്ക് കാര്യമായ പങ്കില്ല. നമ്മൾ ആകെ ചെയ്യുന്നത്, ആദ്യം 10 പേരുടെ ഒരു കമ്മിറ്റി, ആ 10 പേര് ചേർന്ന് അതിനർഹമായ 3 വർഷങ്ങളുണ്ട് ഓരോ അവാർഡിന്. ആ 3 വർഷങ്ങളിലെ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഓരോ ഗണത്തിലും പെട്ട കവിത, കഥ, നോവൽ, പിന്നെ ആത്മകഥ, ജീവചരിത്രം ഒന്നിച്ചാണ്, പിന്നെ വൈദിക തത്വചിന്ത, വൈജ്ഞാനിക സാഹിത്യം, ഇങ്ങനെ പല മേഖലകളിൽ അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. ആ 3 വർഷത്തെ പ്രസിദ്ധീകരിച്ചതിൽ അവർക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന 10 പുസ്തകങ്ങൾ വീതം ഈ 10 ആളുകൾ അവരെല്ലാവരും ഒന്നിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോന്ന് വിരിച്ചു കൊടുക്കല്ല, ഓരോരുത്തരും ആദ്യം ചെയ്യും. പക്ഷെ പിന്നെ എല്ലാവരും ആ പുസ്തകങ്ങൾ നോക്കിയിട്ട് അവർ തിരഞ്ഞെടുക്കും. 10 പുസ്തകങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കും. ഈ 10 പുസ്തകങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് 3 ആളുകളുള്ള ഒരു ജൂറിക്ക് പോകും. അവർ വരികയല്ല ചെയ്യുന്നത്, അവർക്ക് പരസ്പരം അറിയില്ല. ജൂറിയിലത്തെ ഒരംഗത്തിന് അറിയില്ല മറ്റേ ജൂറി മെമ്പർ ആരാണെന്ന് അറിയില്ല, ഒരു തരത്തിൽ അറിയാൻ വഴിയില്ല. അപ്പൊ ഈ 3 പേർക്ക് നമ്മൾ അക്കാദമിയിൽ നിന്ന് ഈ പുസ്തകങ്ങളെല്ലാം അയച്ചു കൊടുക്കും. പിന്നെ അവർ ചെയ്യുന്നത്, ഈ പുസ്തകങ്ങളെ ഗ്രേഡ് ചെയ്യും, 1 മുതൽ 10 വരെ ഗ്രേഡ് ചെയ്യും. അക്കാദമിയിൽ ആകെ ചെയ്യുന്നത് ഈ വരുന്ന ഗ്രേഡുകൾ കൂട്ടിയിട്ടിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഗ്രേഡ് കിട്ടുന്ന ആ പുസ്തകത്തിനാണ് സമ്മാനം. ഒരാൾക്ക് എന്നുള്ളതിനേക്കാളേറെ, കാരണം ഇത് ഒരു പുസ്തക അവാർഡാണ്. ഒരാൾക്ക്, എഴുത്തുകാർക്കുള്ള ഒരു അവാർഡല്ല, അത് വേറെ ഉണ്ട്, സമഗ്ര സംഭാവന എന്നൊക്കെ പറഞ്ഞ അവാർഡുണ്ട്. ഈ ഞങ്ങളുടെ പ്രധാന അവാർഡ് തന്നെ പുസ്തകങ്ങൾക്കുള്ളതാണ്. ആ പുസ്തകത്തിന് അവാർഡ് നൽകുന്നു. അതാണ് അക്കാദമി ചെയ്യുന്നത്. അപ്പൊ അക്കാദമിക്ക് നേരിട്ട് അതിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ല. ചെയ്യുന്നത് ഇതാണ്, ഈ ആളുകളെ തിരഞ്ഞെടുക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ അംഗീകരിക്കപ്പെട്ട ആളുകൾ, നല്ല വായനക്കാര്, നല്ല വിമർശകര്, ചിലപ്പോൾ നല്ല എഴുത്തുകാരൊക്കെ ആയിട്ടുള്ള ആളുകളുടെ കമ്മിറ്റികൾ ഉണ്ടാക്കുക, കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അവർക്ക് വിട്ടുകൊടുക്കുക. ഇതാണ് അക്കാദമി ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് എൻ്റെ കാലത്ത് അതാണ് ചെയ്തു പോന്നിട്ടുള്ളത്. അത് തന്നെയാണ് തുടരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾക്കും അതിൽ ഇടപെടാനോ, അല്ലെങ്കിൽ ഒരാളെ ശുപാർശ ചെയ്യാനോ, ഇന്നയാൾക്ക് കൊടുക്കണം എന്ന് പറയാനോ, അല്ലെങ്കിൽ എനിക്ക് തരണം എന്ന് ഒരാൾക്ക് പറയാനോ ഒന്നും യാതൊരു പഴുതും ഇല്ലാത്ത തരത്തിലാണ് ഈ അവാർഡുകൾ നൽകുന്നത്. താങ്ക് യു സർ. ഹലോ സർ. ഹലോ, കേൾക്കുന്നോ? പറയൂ സൗമ്യ. സാർ, എൻ്റെ പേര് സൗമ്യ. ഞാൻ KUCP കുന്നത്ത മലയാളം വിദ്യാർത്ഥിയാണ്. അപ്പം സാറ് നമ്മുടെ മലയാള സാഹിത്യത്തിന് വേണ്ടിയിട്ട് ധാരാളം ലേഖനങ്ങളും അതുപോലെ നാടകങ്ങളും പിന്നെ ഒട്ടനവധി വിവർത്തന കൃതികളും ഒക്കെ സംഭാവന ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ എങ്കിലും സാറിന്റെ എക്കാലത്തെയും പ്രഥമ തിരഞ്ഞെടുപ്പുകളായിട്ട് കാണുന്നത് കവിതകളാണ്. അപ്പം ഇത്തരത്തിലെ കവിതാ രചനയിലേക്ക് കൂടുതൽ ആഭിമുഖ്യം സാറിന് തോന്നാനുള്ള ഒരു കാരണം എന്താണ്? അത് പറയുക വളരെ പ്രയാസമാണ്. കാരണം ഒരുപക്ഷെ എന്റെ ജീനിൽ എന്തെങ്കിലും കവിത ഉണ്ടായിരിക്കാം ഒരുപക്ഷെ. കാരണം കുട്ടിക്കാലം മുതലേ ഞാൻ കവിത എഴുത്ത ഏതാണ്ട് 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഉള്ളപ്പോഴാണ് ഞാൻ ആദ്യത്തെ ഒരു കവിത വരുന്നു. കവിതകൾ ധാരാളം വായിക്കുന്നു, കേൾക്കുന്നു. അത് കുട്ടിക്കാലം തൊട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു 2 ലൈബ്രറികൾ ഉണ്ടായിരുന്നു. അവിടെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും അധികം എടുക്കാറുള്ള കവിതാ പുസ്തകങ്ങളാണ്. കവിതകൾ വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞ പോലെ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഉള്ളപ്പോൾ ആദ്യത്തെ എൻ്റെ കവിത വരുന്നത്. അന്ന് ഈ കയ്യെഴുത്ത് മാസികകൾ ഉണ്ടാവും. അന്ന് പ്രിന്റിംഗ് ഒക്കെ കോസ്റ്റ്ലി ആയതുകൊണ്ട് ആ കയ്യെഴുത്ത് മാസികകളിലൊക്കെയാണ് ഈ ആദ്യ കവിതകളൊക്കെ വന്നിട്ടുള്ളത്. അച്ചടിക്കാൻ തുടങ്ങിയത് പിന്നെ കോളേജ് മാസികകളിലൊക്കെയാണ്. അതിനുശേഷം കോളേജിൽ MA പഠിത്തമായപ്പോഴേക്കൊക്കെ പുറത്തുള്ള മാസികകളിൽ വന്നു തുടങ്ങി. മറ്റുള്ള അന്ന് കലാകൗമുദി, അന്വേഷണം, അങ്ങനെയൊക്കെയുള്ള പല മാസികകളിലും അച്ചടിച്ച് കവിതകൾ വരാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോഴേക്കും മാതൃഭൂമിയിലും ഏതാണ്ട് 70 മറ്റുമാണ് എൻ്റെ ആദ്യത്തെ കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുന്നത്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്നുള്ള കവിത, രൂപാന്തരം എന്നുള്ള കവിത. പിന്നെ ഇന്ന് വരെ ഞാൻ മാതൃഭൂമിയിലാണ് എൻ്റെ പല നല്ലതെന്ന് എനിക്ക് തോന്നുന്ന പല കവിതകളും എഴുതി പോന്നിട്ടുള്ളത്. അപ്പൊ കവിതയോടൊരു ആഭിമുഖ്യം ഈ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട, ഭാഷയെ ഏറ്റവും ഡെൻസ് ആൻഡ് ഇന്റൻസ്, അതായത് സാന്ദ്രവും തീക്ഷ്ണവും ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു
സാഹിത്യ രൂപമാണ് കവിത. ആ രീതിയിൽ ആണ് കവിത എന്നെ മറ്റു രൂപങ്ങളെക്കാൾ എന്നെ ആകർഷിച്ച്. ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാവുന്ന ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട്. അടുത്ത കാലത്ത് വളരെ പ്രായമായതിനു ശേഷം ഞാൻ കുറച്ച് കഥകൾ എഴുതാൻ ആരംഭിച്ചു. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കവിത തന്നെയാണ്. അതുകൊണ്ട് പരിഭാഷയ്ക്ക് ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ കവിതകളാണ് പരിഭാഷ ചെയ്തിട്ടുള്ളത്. മറ്റു പലരും പലത് ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടിട്ടും എനിക്കത് ചെയ്യാൻ തോന്നിയിട്ടില്ല. കവിതകളാണ് എന്നെ ആകർഷിക്കുന്നത്. അപ്പൊ കവിതകളോടുള്ള ഒരു സ്വാഭാവിക ആകർഷണം ഒന്ന്, കവികളും കവിതയുമായിട്ടുള്ള കുട്ടിക്കാലം മുതലുള്ള പരിചയം മറ്റൊന്ന്, ഭാഷയുടെ ഏറ്റവും പറഞ്ഞ പോലെ തീക്ഷ്ണവും സാന്ദ്രവുമായിട്ടുള്ള രൂപമാണ് കവിത എന്ന കാര്യം മറ്റൊന്ന്. പിന്നെ കുട്ടിക്കാലം മുതൽ ഈ കവിതാ വിവർത്തനവും ഞാൻ സ്കൂളിൽ വെച്ച് ആരംഭിക്കുന്നുണ്ട്. ഞാൻ ഈ ഒമർ ഖയ്യാമിന്റെ കുറെ കവിതകൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് തർജ്ജമ ചെയ്യുന്നത്. അങ്ങനെ കാവ്യ പരിഭാഷകളിലൂടെ ലഭിച്ച ഒരു പരിശീലനം, ഇതെല്ലാം ചേർന്ന് ആയിരിക്കണം ഒരുപക്ഷെ എന്നെ ഒരു അരക്കവി എങ്കിലും ആക്കിയത്. താങ്ക് യു സാർ. ഹലോ സാർ. ഹലോ, എൻ്റെ പേര് സുകന്യ. സുകന്യ പറയൂ. സാർ, എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പെണ്ണെഴുത്തെന്ന് പറയുന്ന ഒരു പ്രയോഗം മലയാളത്തിന് സാർ സംഭാവന ചെയ്തു. അപ്പം എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീ എഴുതുന്നതും പെണ്ണെഴുത്താണ്. പുരുഷൻ സ്ത്രീയെക്കുറിച്ചും എഴുതാറുണ്ട്. അപ്പൊ പുരുഷൻ അവതരിപ്പിക്കുന്ന, അല്ലെ പുരുഷ സങ്കല്പത്തിൽ ചിലപ്പോ ജീവിതാനുഭവങ്ങളിൽ നിന്നാവാം, പുരുഷനാൽ എഴുതപ്പെടുന്ന സ്ത്രീ അവസ്ഥയും സ്ത്രീയാൽ എഴുതപ്പെടുന്ന സ്ത്രീ അവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ പുരുഷൻ എഴുതപ്പെടുന്ന സ്ത്രീകൾ എത്രത്തോളം സ്ത്രീയുടെ യഥാർത്ഥമായ അനുഭവങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായി. ഇതൊരു നിരന്തരമായി ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. സ്ത്രീ എഴുത്തിനെ പറ്റി മാത്രമല്ല, ഇപ്പൊ ദളിത് സാഹിത്യം. കാരണം ദളിതരെ കുറിച്ച് ആദ്യം മലയാളത്തെ എഴുതുന്നത് പലപ്പോഴും ദളിതരല്ല. നമ്മൾ തകഴിയുടെയോ അല്ലെങ്കിൽ കേശവദേവിന്റെയോ തോട്ടിയുടെ മകൻ പോലുള്ള നോവലുകളും അതുപോലത്തെ ഒരുപാട് കഥകളൊക്കെയാണ്. ദളിതരെ കുറിച്ച് എഴുതിയ പല ആളുകളും ദളിതരായിരുന്നില്ല. ആദ്യം എഴുതിയ പല ആളുകളും ആദിവാസികളെ കുറിച്ച് പി വത്സലെ പോലെയുള്ള ആളുകൾ എഴുതിയിട്ടുണ്ട്. ആദിവാസികളല്ല പലപ്പോഴും ആദിവാസികളെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. അതുപോലെ സ്ത്രീകളെ കുറിച്ച് പുരുഷന്മാരെ എല്ലാ കാലത്തും എഴുതിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ കവികളുടെയും നല്ല കവിതകൾ പലതും സ്ത്രീകളെ കുറിച്ച് എഴുതപ്പെട്ടതാണ്. നമുക്കറിയാം, ഇപ്പൊ എടശ്ശേരിയുടെ ഒക്കെ കവിതകളിൽ നിരന്തരമായ ഒരു സാന്നിധ്യമാണ് സ്ത്രീ എന്നുള്ളത്. വിവാഹ സമ്മാനം, ഒരു എത്രയോ കവിതകളുടെ പേര് പറയാൻ കഴിയും നമുക്ക്. അതിലൊക്കെ വരുന്നുണ്ട്. എല്ലാവരിലും സാവിത്രി എന്നുള്ള കവിത പോലുള്ള കവിത. അതുപോലെ അനേകം ആളുകളുടെ ആശാന്റെ കവിത മുഴുവൻ തന്നെ സ്ത്രീകളാണ്. നായകന്മാരില്ലാത്തൊരു കവിയാണ് ആശാൻ. നായികമാരാണുള്ളത്. അപ്പൊ അങ്ങനെ അതായത് എൻ്റെ ഒരു അനുഭവം, പുരുഷനും ഭാവന കൊണ്ട് സ്വയം ഒരു സ്ത്രീയാണെന്ന് സങ്കല്പിക്കാനോ അല്ലെങ്കിൽ സ്ത്രീയുടെ വേദനകളുമായുള്ള ഒരു അനുകമ്പനം സൃഷ്ടിക്കാനോ, നമ്മൾ എംപതി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന, കഴിയും എന്നാണ്. അപ്പൊ അതേസമയം സ്ത്രീ ആയിരിക്കുക എന്നുള്ളത് മറ്റൊരു അനുഭവം തന്നെയാണ്. സ്ത്രീ ആയിരിക്കുക, സ്ത്രീയുടെ ശരീരം ഉണ്ടായിരിക്കുക, പ്രസവിക്കാൻ കഴിയുക, അമ്മയാവാൻ കഴിയുക, ഇങ്ങനെ പറയുമ്പോൾ ആ അനുഭവം ഒരിക്കലും പുരുഷന് സ്വയം അനുഭവിക്കാൻ കഴിയുന്നതല്ല, സങ്കല്പിക്കാൻ മാത്രമേ, വളരെ വിദൂരമായ ഒരു രീതിയിൽ സങ്കല്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് പുരുഷന് സഹാനുഭൂതിയിലൂടെ ഒരു സ്ത്രീത്വത്തിന്റെ ദുരന്തങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതൊരു മനസ്സിലാക്കൽ മാത്രമാണ്. സ്ത്രീയെ സംബന്ധിച്ച് അതൊരു സ്വാനുഭവം തന്നെയാണ്. ആ വ്യത്യാസം ഡിഗ്രീസിന്റെ ഒരു ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. ആ വ്യത്യാസം നിശ്ചയമായിട്ടും പുരുഷന്മാരെ എഴുതുന്ന, സ്ത്രീകളെ കുറിച്ച് എഴുതുന്ന കവിതകളിലും സ്ത്രീകൾ സ്വയം എഴുതുന്ന കവിതകളിലും ഉണ്ടാകും. അപ്പൊ പെണ്ണെഴുത്ത് എന്നുള്ള വാക്ക് ഞാൻ അതിന്റെ ഫ്രഞ്ച് വാക്കിന്റെ ഒരു തർജ്ജമ, എക്രിത്തൂർ ഫെമിനിൻ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് വാക്കുണ്ട്. ഫെമിനിൻ റൈറ്റിംഗ് എന്നുള്ള അർത്ഥത്തില് അതിന്റെ ഒരു പരിഭാഷ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു തനി മലയാള വാക്കാണ് അത്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ കുറിച്ചുള്ള എഴുത്തല്ല, പ്രധാനമായിട്ട് സ്ത്രീകൾ തന്നെ എഴുതുന്ന, സ്ത്രീകളെ കുറിച്ച് തന്നെ എഴുതുന്നതിനെയാണ് ആ തരത്തിലുള്ള റൈറ്റിംഗ് ആയിട്ട് പറയാം. അതുപോലെ ഫെമിനിസ്റ്റ് റൈറ്റിംഗ് പൊതുവെ നമ്മൾ പറയുന്നത് സ്ത്രീകൾ തന്നെ എഴുതുന്ന രചനകളാണ്. എല്ലാത്ത രചനകളും ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളോട് അനുഭാവപൂർവ്വം പുരുഷന്മാർ എഴുതിയിട്ടുള്ള ധാരാളം രചനകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വലിയ നോവലിസ്റ്റുകളൊക്കെ എല്ലാ കാലത്തും കരുണീനെയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എത്ര നോവലുകൾ ലോകത്തെങ്ങാണ്ടുള്ള നോവലുകൾ എടുത്ത് പറയാൻ കഴിയും. സ്ത്രീകളെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് സ്ത്രീകളുടെ ദുരിതങ്ങൾ ആവിഷ്കരിക്കുന്ന നോവലുകൾ ഒരുപാട് പുരുഷ നോവലിസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ കുറെ കഴിഞ്ഞ ഒരു പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വരികയായിരിക്കും. പക്ഷേ സ്ത്രീകൾ തന്നെ സ്ത്രീകളെ കുറിച്ച് എഴുതുമ്പോൾ അല്ലെങ്കിൽ ദളിത് ആയിട്ടുള്ള ആളുകൾ ദളിത് അനുഭവങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ
ആദിവാസി അനുഭവങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ അതിന് സവിശേഷമായ ഒരു ഓതന്റിസിറ്റി അഥവാ ആധികാരികത ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നമ്മൾ ഇറ്റ്സ് എ ക്വസ്റ്റൻ ഓഫ് ഡിഫറൻസ് ഓഫ് ഡിഗ്രീസ്. അതിന്റെ ഡിഗ്രിയിലുള്ള ഒരു വ്യത്യാസമാണ്. അനുഭവങ്ങൾ കാരണം പ്രൈമറി എക്സ്പീരിയൻസ്, അതായത് പ്രാഥമിക നേരിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള അനുഭവവും പരോക്ഷമായിട്ടുള്ള ഒരു അനുഭവവും തമ്മിലുള്ള ആ വ്യത്യാസം ഒരു പക്ഷേ ആവിഷ്കാരത്തിലാണ്. പക്ഷെ ആവിഷ്കാര ശക്തി കൊണ്ട് കുറച്ചൊക്കെ അതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്നും വരാം. മീര പാടുമ്പോൾ മീര തന്നെയാണ് പാടുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനല്ല, മീരയാണ് പാടുന്നത് എന്നുള്ളത്. അപ്പൊ അതുപോലെ ഒരു തരത്തിലുള്ള ഒരു കൂടുവിട്ട് കൂടുമാറ്റം അല്ലെങ്കിൽ ഒരു ആന്തരികമായ പരിണാമം, രൂപപരിണാമം അതുണ്ടാകാം. കാരണം ഫെമിനിസ്റ്റുകൾ പോലും പല ഫെമിനിസ്റ്റുകളും പറയുന്നത് എല്ലാ പുരുഷന്മാർക്കുള്ളിലും ഒരു സ്ത്രീയുണ്ട്, സ്ത്രീകളിൽ ഒരു പുരുഷനുമുണ്ട്. നമ്മൾ ബയോളജിക്കലായിട്ട് വ്യത്യസ്തരാണ്, ശരീരങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷെ അതേസമയം തന്നെ ഒരു പുരുഷനാകുന്നത് പലപ്പോഴും ആ പുരുഷന്റെ ഉള്ളിലെ സ്ത്രീയെ അടക്കി വെച്ചു. അതാണ് പുരുഷൻ കരയാൻ പാടില്ല, പുരുഷൻ അങ്ങനെ പെട്ടെന്ന് വികാരപരനാകാൻ പാടില്ല, പുരുഷൻ ഇങ്ങനെ നിവർന്ന് നടക്കണം, ഇത്ര ഇഞ്ച് ഉള്ള നെഞ്ചളവ് ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന. അപ്പൊ അങ്ങനെ പുരുഷനെ പറ്റിയുള്ള ഈ സമൂഹം ഉണ്ടാക്കി വെച്ച കോൺസെപ്റ്റ്, സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിലേക്ക് സ്വയം തള്ളി കയറാൻ വേണ്ടി പുരുഷൻ അവനിലുള്ള സ്ത്രീയെ വളരെ ഒരുപാട് മൃദുല ഭാവങ്ങളെ ഒതുക്കിക്കളയും, അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് സമീപനം ഉണ്ട്. അതുകൊണ്ട് ആ സ്ത്രീയെ നമുക്ക് കണ്ടെത്താനും പുറത്തെടുക്കാനും കഴിഞ്ഞാൽ ഒരു വലിയ അളവോളം പുരുഷന് മുഴുവൻ ഞാൻ ഒരിക്കലും പറയില്ല, ഒരു വലിയ അളവോളം സ്ത്രീയുമായിട്ടുള്ളൊരു സഹാനുഭൂതിയുടെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും. സാർ, മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട. എനിക്ക് തൊണ്ടവേദനയുണ്ട്, ഒരു ഇതും കൂടി എടുക്കാം. ചോദിക്കാമോ സാർ? ചോദിക്കും. സ്റ്റാമർ എന്ന് പറയുന്ന ഒരു കവിത സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചതാണ്. ആ കവിത, വിക്കിനെ പറ്റി സാറിന് പറയാൻ എന്തെങ്കിലും പ്രത്യേക ഇൻസിഡന്റ് ഉണ്ടോ, അതോ സ്വാഭാവികമായി അങ്ങനെ ഒരു വിഷയം വന്ന് എഴുതിയതാണോ? അതത് അറിയാനൊരാഗ്രഹം. സ്റ്റാമർ, അത് വിക്ക് എന്നുള്ള മലയാള കവിതയുടെ പരിഭാഷയാണത്. അപ്പോൾ അത് കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും ചില അധ്യാപകർ വരെ ഉണ്ടായിരുന്നു വിക്ക് എന്ന് നമ്മൾ വിളിക്കുന്ന, അതൊരു വൈകല്യമായിട്ടാണല്ലോ നമ്മൾ സാധാരണ കാണാറ്, അതുള്ള ആളുകൾ. അപ്പോൾ ആ ഒരു പരിചയത്തിൽ നിന്ന് ഉണ്ടായ ചില വിചാരങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു തത്വചിന്താപരമായ കവിതയാണ് വാസ്തവത്തിൽ. അത് ഭാഷയെക്കുറിച്ചുള്ള ഒരു തത്വചിന്തയാണ് ആ വിക്ക് എന്നുള്ള കവിതയിൽ ആത്യന്തികമായിട്ട് ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ വിക്ക് എന്ന് പറയുന്നത് ഒരു കാര്യം മുഴുവനായിട്ട് പറയാൻ കഴിയാതിരിക്കുക, പരന് ഉള്ളു കാട്ടുവാൻ ഉപായമൊന്നും ഈശ്വരൻ തന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഉള്ളു കാട്ടാൻ നമുക്കൊരു പൂർണ്ണമായിട്ട് നമ്മെ തന്നെ തുറന്നു കാണിക്കാനുള്ള ഒരു വഴിയില്ല. ആ ഒരു തടസ്സം നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ആവിഷ്കരിക്കാൻ ഭാഷയ്ക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു ബോധം അത് ഏത് കവിക്കും ഉണ്ടാവും, ഏത് എഴുത്തുകാരനും അല്ലെങ്കിൽ എഴുത്തുകാരിക്കും ഉണ്ടാകുന്ന ഒരു ബോധം തന്നെയാണത്. ഇതല്ലല്ലോ ഞാൻ പറയാൻ ആഗ്രഹിച്ചതും പറയുന്നതും തമ്മിലുള്ള ഒരു ചെറിയ അകലം, അതിനെയാണ് ഞാൻ വാസ്തവത്തിൽ അതിനെ പ്രധാനമായിട്ട് വിക്ക് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ആ വിക്ക് എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. കാരണം ഭാഷാപരമായ ആവിഷ്കാരങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളാണ് ഈ വിക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില ഇടർച്ചകളാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ഈ വാചകമൊക്കെ എഴുതുമ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുത്തുകൾ ഇടില്ലേ, മൂന്ന് കുത്ത് ഇട്ടിട്ട് പോവില്ലേ, അത് മുഴുവൻ പറയാതെ പോകുന്ന അങ്ങനെയല്ല. ആ കുത്തുകളാണ് വാസ്തവത്തിലെ വിക്കുകൾ എന്നുള്ള പോലെയുള്ള അങ്ങനെ ഒരു കാഴ്ചയാണ് വിക്കിനെ കുറിച്ച് അതിലുള്ളത്. ഭാഷയുടെ തന്നെ ഒരു ഭാഗമാണത്. ഈ പങ്ക്ച്വേഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കുറച്ച് കാര്യം പറഞ്ഞിട്ട് മൂന്ന് കുത്തിടുന്നു ഒരു വാചകം മുഴുവനാക്കുന്നതിന് പകരം. അപ്പൊ അതുപോലെയാണ് ഭാഷയിൽ ഈ സംസാരത്തില് വിക്ക് പ്രവർത്തിക്കുന്നത്. ആ തരത്തിലൊരു കോണ്ടെക്സ്റ്റ് ആണ്. നമുക്ക് മുഴുവനായിട്ട് പറയാൻ കഴിയാത്ത ഭാഷയുടെ ഒരു അപൂർണത, ഇങ്ങ് ഭാഷയിൽ അപൂർണം, ആ അപൂർണതയാണ് വിക്ക് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ള ഒരു അല്പം ഫിലോസോഫിക്കലാണ്. ആ തരത്തിലുള്ള ഒരു ഭാഷാ ചിന്തയാണ് അതിൽ ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. സ്വാഭാവികമായിട്ട് അത് വിക്കുള്ള ഒരുപാട് ആളുകളുമായിട്ടുള്ള പരിചയമൊക്കെ അതിന് കാരണമായിട്ടുണ്ട്. അത് പിന്നീട് ബാംഗ്ലൂർ ഒരു ടീച്ചർ എഴുതി, വിക്കുള്ള ഈ സ്പീച്ച് തെറപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ എനിക്ക് അത് വായിച്ചിട്ട് ഒരു കത്തെഴുതി, ഇംഗ്ലീഷിൽ വായിച്ചിട്ട് അത് അവര് സ്പീച്ച് തെറപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതെനിക്ക് വലിയ സന്തോഷമായി. കവിതയ്ക്ക് അങ്ങനെ ഒരു ഉപയോഗം നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അവർ സ്പീച്ച് തെറപ്പിൽ അത് ഉപയോഗിക്കുന്നുണ്ട്, കുട്ടികൾക്ക് അത് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുകയും ചെയ്തു. താങ്ക് യു സർ. താങ്ക് യു. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം
ഈ ചർച്ചയ്ക്ക് നന്ദി അർപ്പിക്കുന്നതിനായി പ്രോഗ്രാം കോർഡിനേറ്റർ ലേഖ ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. മാഷെ നമസ്കാരം. കേരള സർവകലാശാല അധ്യാപന പഠന കലാലയം കുന്നം സംഘടിപ്പിക്കുന്ന കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51 ഇന്നത്തെ വേദിയിൽ നമുക്കിപ്പം എത്തിച്ചേർന്നത് നമ്മുടെ മലയാള ഭാഷയുടെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ മാഷാണ്. സാറിന്റെ വിലപ്പെട്ട സമയത്തിൽ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ആദ്യം തന്നെ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഒപ്പം കവിത എന്ന കല, ആ കല എന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരു കവിത നമ്മൾ എങ്ങനെയാണോ ആസ്വദിക്കുന്നത് അതേ ആസ്വാദന രീതിയിൽ തന്നെ, അതായത് കവിതയ്ക്കുള്ളിലെ പ്രമേയം, അതായത് ആ കവിതയിലെ മാനങ്ങൾ പറഞ്ഞപ്പം ഓരോ സംഭാഷണം, അതിലുള്ള 4 മാനങ്ങൾ പറഞ്ഞപ്പോൾ ആ ഓരോ സംഭാഷണങ്ങളും ഓരോ പ്രമേയങ്ങളായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നും, ഒപ്പം കവിതയിലെ ശൈലി പറഞ്ഞപ്പോൾ അദ്ദേഹം കടമ്മനിട്ട മാഷിന്റെ പല കവിതകൾ അതേ ശൈലിയിൽ ചൊല്ലുകയുണ്ടായി. ഒപ്പം സാമൂഹിക കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്ന നിരവധി കവിതകൾ, അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ, വളരെ ഒരുപാട് കവിതകൾ വളരെ വ്യക്തമായിട്ട്, അതായത് കവിത എന്ന മഹാവിസ്മയത്തെ കുറിച്ച് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന തരത്തിൽ വളരെ ഹൃദ്യമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുകയാണ്, ഒരു ചെറിയ നർമ്മ കഥയിലൂടെ കഥ പറയുന്നതിലുള്ള കഴിവ് അവിടെ നമുക്ക് വ്യക്തമാണ് സാറേ. അതായത് അലകും പിടിയും മാറിയെങ്കിലും, അത്യാധുനികമായിക്കോട്ടെ ആധുനികമായിക്കോട്ടെ, അലകും പിടിയും മാറിയെങ്കിലും കവിത എന്നും കവിത തന്നെയാണെന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി. കവിതയെ ഇത്രയേറെ സ്നേഹിക്കുന്ന, അതായത് കഥയിലായാലും ജീവിതത്തിലായാലും ഒരു വിദ്യാർത്ഥിയായി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന, ഒരു വിദ്യാർത്ഥിയായിരിക്കാൻ ആഗ്രഹിക്കുന്ന, കവിതയെ ഇത്രയേറെ സ്നേഹിക്കുന്ന, ജീവിതം തന്നെ കവിതയ്ക്ക് വേണ്ടി സമർപ്പിച്ച സച്ചിദാനന്ദൻ മാഷിന് കുന്നം കുടുംബത്തിന്റെ പേരിലും സാഹിത്യോത്സവം 51 പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം ഈ ഒരു പ്രോഗ്രാമിൽ, ഈ ഒരു വേദിയിൽ പങ്കെടുത്ത നിരവധി കോളേജുകളിലെ അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഒപ്പം ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് രശ്മി ടീച്ചർ, അധ്യാപകർ, അനധ്യാപകർ, മറ്റു കോളേജിലെ അധ്യാപകർ, ഒരു വിദ്യാർത്ഥികൾ, ഒപ്പം യൂട്യൂബിൽ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഇത് ആരൊക്കെയാണോ കേൾക്കുക അല്ലെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇന്നത്തെ പ്രോഗ്രാം അവസാനിച്ചു. എല്ലാവർക്കും ലെഫ്റ്റ് ആകാം. ഒരുപാട് നന്ദി മാഷെ, ഒരുപാട് നന്ദി.